ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ഡേ നമ്പർ 10ലാണ് നമ്മളുള്ളത്. നമ്മൾ 1 തൊട്ട് 9ാമത്തെ ദിവസം വരെ നമ്മൾ ചാപ്റ്റർ നമ്പർ 1, 4, 5, 6, 7 ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. ഇന്ന് ഒരു മിനി മാരത്തോൺ എന്ന രീതിയിൽ നമ്മൾ ഈ പഠിച്ച ചാപ്റ്റേഴ്സിന്റെ കൺസെപ്റ്റ് മാത്രം ജസ്റ്റ് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നു. ഓക്കെ, എന്തൊക്കെ നമ്മൾ പഠിച്ചു ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്ന സംഭവം മാത്രമാണ്. റാപ്പിഡ് ആയിട്ട് മെയിൻലി യൂസ്ഫുൾ ആകുക നിങ്ങളുടെ എക്സാമിനേഷന്റെ ലാസ്റ്റ് ഡേ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സിലബസിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ നമ്മൾ പഠിച്ചു അതിനെക്കുറിച്ചുള്ള ഒരു റിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് എടുക്കാൻ പറ്റും. ഫുൾ മാരത്തോൺ നമുക്ക് ഒരു 10 മണിക്കൂർ 15 മണിക്കൂർ കാണാൻ സമയമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രം, അതായത് നമുക്കൊരു എന്താണ് ചില ചാപ്റ്റേഴ്സിന് 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം ഒരു 30-35 മിനിറ്റ്സ് ഒക്കെ വലിയ വലിയ ചാപ്റ്റേഴ്സിന് വരത്തുള്ളൂ. നമുക്ക് അങ്ങനെ അത് ക്ലിയർ ചെയ്യാം. സെറ്റ് അല്ലേ? ഡിലേ ആക്കുന്നില്ല, ഞാൻ പോകുന്നു. ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് നമ്മൾ തുടങ്ങുന്നു. ഫസ്റ്റ് ആദ്യം പഠിച്ച് ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഇതാണ് ചാപ്റ്ററിന്റെ പേര് എന്ന് പറഞ്ഞത്. കറക്റ്റ് ആണോ? യെസ്. അതിനകത്ത് ആദ്യം വരിക, ഇതൊന്നും വരത്തൊന്നുമില്ല. ഫസ്റ്റ് കോൺസെപ്റ്റ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലോ എന്ന് നമ്മൾ നോക്കി. അതൊരു സിസ്റ്റമാണ്, അതൊരു ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്, പക്ഷെ എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ടു എൻഷുർ ദ വെൽഫെയർ ആൻഡ് പ്രൊവൈഡിങ് ജസ്റ്റിസ് ടു ദ സൊസൈറ്റി. ന്യായവും നീതിയെല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. നെക്സ്റ്റ് നമ്മൾ ഈ പ്രോസസ് നോക്കിയിരുന്നു അല്ലെ. ഫസ്റ്റ് പ്രോസസ് എന്താണ്? പാർലമെന്റിൽ സെൻട്രൽ ലെവൽ ലോ ആയതുകൊണ്ട് പാർലമെന്റ് നമ്മൾ പറയും ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിനുശേഷം ലോക്സഭയിൽ അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് അവർ പാസ് ചെയ്യുന്നു. അതിനുശേഷം രാജ്യസഭയ്ക്ക് അയച്ചു കൊടുക്കും, അതിൽ നിന്നും പാസ്സാകണം. അതിനുശേഷം 4ാമത് പ്രസിഡന്റിന് ഒപ്പുവെക്കണം. 5ാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പാസ്സായതിനു ശേഷം ഒഫീഷ്യൽ ഗസറ്റിൽ അവർ എന്ത് ചെയ്യും? ഇതിനെ പബ്ലിഷ് ചെയ്യും. ആ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ എപ്പോ തൊട്ട് നിയമം വരും എന്ന എഫക്റ്റീവ് ഡേറ്റ് എപ്പോഴാന്ന് ആര് പറയും? ഇവര് കൃത്യമായിട്ട് പറയും. നോട്ടിഫൈ ആയ ഡേറ്റിൽ ശേഷമാണ്, നമ്മൾ നോട്ടിഫൈ ആയതിനു ശേഷം, ഇംപ്ലിമെന്റ് ആയതിനു ശേഷമാണ് നമ്മൾ അതിനെ ആക്ട് ഓഫ് ദ പാർലമെന്റ് എന്ന് പറയുന്നത്. അത്രയും നാളും അതൊരു ബില്ല് മാത്രമായിരിക്കും. നെക്സ്റ്റ് സോഴ്സസ് ഓഫ് ലോ, വളരെ ചാൻസ് വളരെ കുറവാണ് ചോദിക്കാൻ. എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ സോഴ്സസ് വരിക? ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ട്, അതായത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് പാസ്സാക്കുന്ന നിയമത്തെ നമ്മൾ പറയും. നെക്സ്റ്റ് ജുഡീഷ്യൽ പ്രസിഡൻസ്, സ്റ്റെയർ ഡിസീസസ് നമ്മൾ പറയാറുണ്ട്. എന്തായിരുന്നു? ഡിസിഷൻസ് ഓഫ് ദ വേരിയസ് കോർട്സ്, അതായത് സിമിലർ കേസസ് വന്നിട്ടുണ്ടെങ്കിൽ താഴെ വരുന്ന കോടതി അത് ഫോളോ ചെയ്യണം. നെക്സ്റ്റ് കസ്റ്റംസ് ആൻഡ് യൂസേജസ് എന്നൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഇന്ത്യ ഫെഡറൽ ആണ്, അതുകൊണ്ട് തന്നെ 3 ലിസ്റ്റ് ഉണ്ട്. യൂണിയന് അധികാരമുള്ള 100 കാര്യങ്ങളും സ്റ്റേറ്റിന് മാത്രം അധികാരമുള്ള 61 കാര്യവും യൂണിയനും സെൻട്രലും രണ്ടും ആൾക്കാരും കൂടെ തിരഞ്ഞെടുക്കുന്ന തീരുമാനം എടുക്കുന്ന കൺകറന്റ് ലിസ്റ്റും ഉണ്ട്. അതിനുശേഷം ടൈപ്സ് ഓഫ് ലോസ് ആണ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രിമിനൽ ലോസ് ആണ്. ടൈപ്സ് ഓഫ് ലോസ് ഇൻ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം നമ്മൾ പറഞ്ഞിരുന്നു. ലീഗൽ സിസ്റ്റമും ജുഡീഷ്യൽ സിസ്റ്റമും കൺഫ്യൂഷൻ ആക്കരുത്. ഇത് ലീഗൽ സിസ്റ്റമാണ്. ലീഗൽ സിസ്റ്റമിൽ എന്തൊക്കെ വരും? ക്രിമിനൽ ലോസ്. ക്രിമിനൽ ലോ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് പബ്ലിക് റോങ്സിന് പനിഷ്മെന്റ് കൊടുക്കുക എന്നൊരു സംഭവമാണ്. CRPC ആണ് ഇതിന്റെ പ്രൊസീജിയർ നോക്കുന്നത്. IPC ജസ്റ്റ് എന്താണ് പനിഷ്മെന്റ്, എന്താണ് ക്രൈം എന്ന് മാത്രം ഡിറ്റർമൈൻ ചെയ്യുന്നു. അതിന്റെ പ്രൊസീജിയർ പറയുക CRPCയിലാണ്. മർഡർ, റേപ്പ്, തെഫ്റ്റ്, ഫ്രോഡ്, ചീറ്റിംഗ് ഇതൊക്കെയാണ് നമുക്ക് എന്ത് പറയുക? ഫോർജറിയിലൊക്കെയാണ് നമുക്ക് ക്രിമിനൽ എന്ന് വരിക. ന്യൂ ക്രിമിനൽ ലോസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഓക്കെ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് അതിന്റെ ഒരു 10th. സിവിൽ ലോസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രൈവറ്റ് മാറ്റേഴ്സ് ആണ്. അത് ഇൻഡിവിജ്വൽസ് മാത്രമല്ല, ഇൻഡിവിജ്വൽസിന്റെയും അതേപോലെ തന്നെ സ്ഥാപനങ്ങളുടെയും കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാമിലി ലോ, കോൺട്രാക്ട് ലോ, പാർട്ട്ണർഷിപ്പ് ലോ, ഇതെല്ലാം എന്ത് തന്നെയാണ്? സിവിൽ ലോസ് തന്നെയാണ്. അറൗണ്ട് ഓഫ് 893+ സിവിൽ ലോസ് ഇന്ത്യയിലുണ്ട്. നമ്മൾ പഠിക്കുന്ന എല്ലാം എന്താണ്? സിവിൽ ലോസ് ആണ്. ഓക്കെ. അതിനുശേഷം കോമൺ ലോ എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ പ്രസിഡന്റ് അല്ലെങ്കിൽ കേസ് ലോ, അതായത് ഒരു കോടതിയിൽ നടന്ന ഒരു ജഡ്ജ്മെന്റ് അതിന് കീഴ്ക്കോടതിയിൽ അതേ കേസസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. എങ്ങനെയാണോ അതേപോലെ ഫോളോ ചെയ്യുക. സോ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രിൻസിപ്പൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആണ്. പ്രിൻസിപ്പൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ജസ്റ്റ് നാച്ചുറൽ, ഇറ്റ് മീൻസ് നാച്ചുറൽ ജസ്റ്റിസ് ഇറ്റ് വിൽ ഗോ ബിയോണ്ട്. നമ്മൾ സംസാരിക്കുന്ന ബിയോണ്ട് എന്ത് പോകും? ജുഡീഷ്യൽ പ്രസിഡന്റ് സ്റ്റാറ്റ്യൂസിനെക്കാളും എല്ലാം മുകളിലാണ് എന്ത്? നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നെമോ ജുഡെക്സ് ഇൻ കൗസ സുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജഡ്ജ് എന്താകരുത്? ബയാസ് ആകരുത്. ആ ഒരു ഡിസിഷൻസിൽ ഫൈനാൻഷ്യലോ അതർ ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റോ ആർക്ക് പാടില്ല? ഈ ജഡ്ജിന് പാടില്ല. അതിനുശേഷം ഓഡി ഓൾട്ടറം പാരറ്റം എന്ന് പറഞ്ഞിട്ട്, ഓഡി ഓൾട്ടറം പാരറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് പാർട്ടിക്ക് പറയാനൊരു അവസരം കൊടുക്കണം. അതിനുശേഷം ഇന്ത്യയിൽ എൻഫോഴ്സിങ് ചെയ്യുമ്പോൾ അതോറിറ്റീസ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ഉണ്ട്. അതിനുശേഷം മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ഡിസ്കസ് ചെയ്യുന്നു. വിത്ത മന്ത്രാലയ, ഇറ്റ് ഈസ് കൺസിഡർഡ് എക്കണോമിക് ട്രഷറി എന്ന് നമ്മൾ പറയും. മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് ഫൈനാൻസ് മിനിസ്റ്റർ ആണ്. ഓക്കെ, ഫൈനാൻസ് മിനിസ്റ്റർ കറന്റ് നിർമ്മല സീതാരാമൻ ജി, ശ്രീമതി നിർമ്മല സീതാരാമൻ. ഓക്കെ. നെക്സ്റ്റ് ഈ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് നോക്കാം. മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൽ മെയിൻ ആയിട്ട് ഇതിന്റെ അപ്പെക്സ് അതോറിറ്റി നമ്മളുടെ UPSC എക്സാമിനേഷൻ എഴുതിയിട്ട് വരുന്ന IRS,
ഇന്ത്യൻ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇവരൊക്കെയാണ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിനെ സർവ് ചെയ്യുന്ന ജോലിക്കാരെന്ന് പറയുന്നത്. അതിനുശേഷം കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, നമ്മൾ നോക്കിയിരുന്നു. ജസ്റ്റ് ഞാൻ അവിടെയും ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തത് മാത്രമേ ഉള്ളൂ. എന്നാ ഡിപ്പാർട്ട്മെന്റ് എന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് ജസ്റ്റ് ഒന്ന് മനപ്പാഠം ചെയ്ത് അതേപോലെ എഴുതാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. നോ അണ്ടർസ്റ്റാൻഡിങ്, നോ കൺസെപ്റ്റ് ലാംഗ്വേജ്, ജസ്റ്റ് റൈറ്റ് ആസ് ഇറ്റ് ഈസ്. ഓക്കെ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ ഉണ്ട്, ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് ഉണ്ട്. അതിനുശേഷം ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് സർവീസസ് ഉണ്ട്. സോ ദ നെക്സ്റ്റ് വൺ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. ഇത് നോർമലി ചോദിക്കാൻ സാധ്യതയുള്ളത് 2 മാർക്സിന് വേണ്ടിയാണ്. ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, ചാൻസസ് ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഡ് മോഡ് വെച്ചാൽ മതി. ഇത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ അണ്ടറിൽ തന്നെ വരിക. മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ ജസ്റ്റ് നമ്മുടെ മാരത്തോൺ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് റീഡ് മോഡ് വെക്കുന്നത്. ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസിൽ. നെക്സ്റ്റ് ഇതൊന്ന് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വായിക്കണം. RBI എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ആണ്. RBI എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ അണ്ടറിൽ തന്നെയാണ് വരിക. മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ അണ്ടറിൽ തന്നെയാണ് ഇന്ത്യയിൽ കറൻസി ഇഷ്യൂ ചെയ്യുന്നതും സപ്ലൈ ചെയ്യുന്നതും. ലൈക്ക് നിങ്ങൾ ഡിഫ്ലേഷൻ, ഇൻഫ്ലേഷൻ എന്നൊക്കെ നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ എല്ലാം മെയിൻ്റെനൻസ് റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഇന്ത്യൻ റുപ്പിയിൽ മാത്രം കേട്ടോ. ഫോറിൻ എക്സ്ചേഞ്ചിലും RBIക്ക് റോൾ ഉണ്ട്, പക്ഷെ എന്നാലും ഇതിന്റെ കൺട്രോളും ഇഷ്യൂ മെയിൻറ്റെയിൻ എല്ലാം ചെയ്യുന്നത് RBI തന്നെയായിരിക്കും. നെക്സ്റ്റ്, ഈ റിസർവ് ബാങ്കിന്റെ 2 മുദ്രൺ സ്റ്റേഷൻസ് ഉണ്ട്. ഒന്ന് വെസ്റ്റേൺ ഇന്ത്യയിലുണ്ട്, സെൻട്രൽ ഇന്ത്യയിലുണ്ട്. ഓക്കെ, ദാറ്റ് വി ഡിസ്കസ്. നെക്സ്റ്റ്, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം എന്താണ്? ഇന്ത്യയിൽ ഓത്തറൈസ് നമ്മൾ നെഫ്റ്റ്, RTGS, IMPS, UPI പേയ്മെന്റ്സ് ഇതിനെയൊക്കെ റെഗുലേഷൻ ചെയ്തതും RBIയുടെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അതിനുശേഷം ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. നമുക്കറിയാം, നമ്മൾ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത് സേവിങ്സ് ആയിക്കോട്ടെ ഫിക്സ്ഡ് ആയിക്കോട്ടെ, ആ പൈസ ഒരുപക്ഷെ ബാങ്ക് പൂട്ടിപ്പോയതോടെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് തുക തരുന്ന ഒരു RBIയുടെ അതോറിറ്റിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് ഇൻഷുറൻസ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ബാങ്കിന് യഥാസമയത്ത് ക്രെഡിറ്റ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതും ഈ ഒരു അതോറിറ്റി തന്നെയായിരിക്കും. അതിനുശേഷം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഇവരുടെ മെയിൻ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കമ്പനീസ് ആക്ടും LLPയും അതേപോലെ തന്നെ ബാങ്ക്രപ്സിയും കൺട്രോൾ ചെയ്യുക, അതിന്റെ അതോറിറ്റി ചെയ്യുക. അതിനുശേഷം ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതും ഇവരുടെ തന്നെ ഉത്തരവാദിത്തമായിരിക്കും. നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കമ്പനി ലോ കാഡർ ആണ് ഇതിനെ കൂടുതലും സർവീസ് ചെയ്യുക. അതിനുശേഷം നിർമ്മല സീതാരാമൻ തന്നെയാണ് ഇതിന്റെ കറന്റ് ഫൈനാൻഷ്യൽ മിനിസ്റ്റർ തന്നെയാണ് കറന്റ് കോർപ്പറേറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ. നെക്സ്റ്റ്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ 2016 ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇതിന്റെ മെയിൻ ഇന്റൻഷൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ചോദിക്കാൻ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇന്ത്യയിൽ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസിനെയും ഇൻഫോർമേഷൻ യൂട്ടിലിറ്റീസിനെ മാനേജ് ചെയ്യുന്നത് ഈ പറഞ്ഞ ബോർഡാണ്. ഓക്കെ, ഇൻഡിവിജ്വൽസിന്റെയും കമ്പനീസിന്റെയും LLPയുടെയും പാർട്ട്ണർഷിപ്പിന്റെയും ഇൻസോൾവൻസി പ്രൊസീഡിങ്സും അതിനെ ബാങ്ക്രപ്സിയിലേക്ക് കൊണ്ടുവരുന്നതെല്ലാം ഈ ഒരു അതോറിറ്റിയുടെ അണ്ടറിലാണ്. ഇൻസോൾവൻസി ബാങ്ക്രപ്സി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബാങ്ക്രപ്സി ഈസ് ദ ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഓഫ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. 2 ട്രൈബ്യൂണൽസ് ഉണ്ട്. NCLT ഉണ്ട്, കമ്പനീസിന്റെയും അതേപോലെ തന്നെ LLPയുടെയും NCLTയിൽ വരും. ഡെറ്റ് റിക്കവറി ട്രൈബ്യൂണലാണ് പാർട്ട്ണർഷിപ്പ് ഫോമിന്റെ ഇൻഡിവിജ്വൽസിനെ വരിക. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഉണ്ട്, നമ്മൾ ഗൃഹമന്ത്രാലയം അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം നമ്മൾ പറയും. ഇതാണ് ഇന്റീരിയർ മിനിസ്ട്രി ആണ്. അതായത് ഇന്ത്യയിൽ ശാന്തി സമാധാനം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ആഭ്യന്തരം, ലൈക്ക് യുദ്ധവും കാര്യങ്ങളൊക്കെ ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് വരും. നമ്മുടെ അമിത്ഷായാണ് ഇപ്പൊ ഇതിന്റെ കറന്റ്ലി യൂണിയൻ ഹോം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഉണ്ട്. ഇപ്പോൾ വളരെ കുറവാണ്. നെക്സ്റ്റ് ആണ് ഇന്ത്യയിലുള്ള ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റമിൽ സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ സുപ്രീം കോടതി വരും. അതിന് താഴെ നമുക്ക് എന്താണ് 25 ഹൈക്കോടതി വരും. അതിനുശേഷം ഡിസ്ട്രിക്ട് കോടതി വരും. ഫൈനലായിട്ട് വരുന്ന കോടതിയുടെ പേരാണ് മെട്രോപൊളിറ്റൻ കോർട്സ് എന്ന് പറയും. ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെയാണ്. നമുക്കറിയാം എന്തൊക്കെയാണ് റെഗുലേഷൻസ്. അതായത് ഒരു ആക്ട് വരുമ്പോൾ ആക്ടിനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്ന കോടതിയുടെ ഉത്തരവാദിത്തമാണ്. പ്രശ്നപരിഹാരം കോടതി ഉത്തരവാദിത്തമാണ്. സുപ്രീം കോടതിയെ കുറിച്ച് പറയുമ്പോൾ സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റമിൽ ഹയസ്റ്റ് എന്ന് പറയുന്നത്. സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തത് 26 ജനുവരി 1950 നമ്മുടെ സുപ്രീം കോടതി വന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഞാൻ പറഞ്ഞിരുന്നു, സൂര്യകാന്ത് ആണ് കറന്റ്ലി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 34 ജഡ്ജസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആർട്ടിക്കിൾ 32, ഈ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞത് കമ്പനീസ് ആക്ടിന്റെ ആർട്ടിക്കിൾ അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ആണ്, ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, ഹൈക്കോർട്സ്. സ്റ്റേറ്റിന്റെ ഹയസ്റ്റ് അതോറിറ്റി അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ ഹയസ്റ്റ് അതോറിറ്റി ഹൈക്കോർട്ടാണ്. ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിലും പ്ലസ് 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടെങ്കിലും 25 ഹൈക്കോർട്സ് മാത്രമേ ഉള്ളൂ. അതായത്
25-ല് 19 ഷെയർഡ് ആണ്. 19 ഷെയർഡ് എന്ന് പറഞ്ഞാൽ ചില സ്റ്റേറ്റുകൾക്ക് ഇല്ലെന്നല്ല കേട്ടോ, എല്ലാ സ്റ്റേറ്റുകൾക്കും യൂണിയൻ ടെറിട്ടറീസിന് ഉണ്ട്. പക്ഷേ ചിലതൊന്ന് ഷെയർ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂണിയൻ ടെറിട്ടറിയായ ലക്ഷദ്വീപും അതേപോലെ തന്നെ കേരളവും ഷെയർ ചെയ്തിട്ടാണ് എറണാകുളത്തുള്ള കേരള ഹൈക്കോർട്ട് ഉള്ളത്. സെയിം അതേപോലെ തന്നെ 6 ഹൈക്കോർട്സും ഷെയർസ് ആണ്. അത് എന്തൊക്കെയാണെന്ന് ചോദിക്കില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇവിടെ നമുക്ക് ആർട്ടിക്കൽ 226 പ്രകാരം നമുക്ക് റിട്ട് പെറ്റീഷൻ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് നമ്മുടെ കൽക്കത്ത ഹൈക്കോർട്ടാണ് ഓൾഡസ്റ്റ്. കറന്റ് 25 ഹൈക്കോർട്സ് ഉണ്ട്. അതിനുശേഷം ഡിസ്ട്രിക്ട് കോടതി. ഡിസ്ട്രിക്റ്റിൽ 2 കോടതി ഉണ്ട്. ഒന്ന് ഡിസ്ട്രിക്ട് കോടതിയിലെ സിവിൽ കേസസും ക്രിമിനൽ കേസസും. ഡിസ്ട്രിക്റ്റിലെ സിവിൽ കേസസ് ആണ് ഡിസ്ട്രിക്ട് കോർട്ട് എന്ന് പറയുന്നത്. ക്രിമിനലിനുള്ള കോടതിയുടെ പേരാണ് സെഷൻസ് കോർട്ട്. അതിനകത്ത് സെഷൻസ് കോർട്ടും ഉണ്ട്, അഡീഷണൽ സെഷൻസ് കോർട്ടും ഉണ്ട്. ഈ തൂക്കിക്കൊല്ലാനൊക്കെ വിധിക്കുന്നൊക്കെ സെഷൻസ് കോർട്സ് ആണ്. പിന്നെ അത് എന്താ പറയുക, പിന്നെ ഓത്തറൈസ് ചെയ്യുന്നത് കൃത്യമായിട്ട് തന്നെ ഹൈക്കോടതിയായിരിക്കും. ഈ പെക്യൂണിയറി ജുറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ ജുറിസ്ഡിക്ഷൻ. ജുറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ അധികാര പരിധി നമ്മൾ പറയും. ഡിസ്ട്രിക്ട് കോടതികൾക്ക് 2 കോടി അതിന് താഴെയുള്ള കേസസ് മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് കൂടുതലുള്ള കേസസ് ആണെങ്കിൽ ഹൈക്കോടതിയിൽ പരിഗണിക്കാൻ പാടുള്ളൂ. അതായത് ഒരു അധികാര പരിധിയാണ്. നെക്സ്റ്റ് ജുറിസ്ഡിക്ഷൻ. അതിനുശേഷം മെട്രോപൊളിറ്റൻ കോർട്സ്. മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് ആദ്യം ആലോചിക്കുക. ഒരു സിറ്റിയിൽ 10 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റിയുടെ പേരാണ് മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയുന്നത്. ആ സിറ്റിയിലേക്ക് വേണ്ടിയുള്ള ഒരു കോടതിയുണ്ട് സെപ്പറേറ്റ്. അത് ഡിസ്ട്രിക്റ്റിന് അണ്ടറിൽ തന്നെയായിരിക്കും. അതൊരു സെപ്പറേറ്റ് ഡിസ്ട്രിക്ട് കോടതി അല്ലാതെ മെട്രോപൊളിറ്റൻ ആ ഏരിയയിൽ മാത്രമുള്ള സെപ്പറേറ്റ് കോടതിയുടെ പേരാണ് മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയുന്നത്. പിന്നെ അവരുടെ അധികാര പരിധി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ 7 പേജ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റീസെന്റ് അതായത് ഡേ നമ്പർ 9-ലാണ് നമ്മൾ ചാപ്റ്റർ നമ്പർ 1 ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത് ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നോക്കുക. ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 4-ലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇനി മാരത്തോന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ നമ്പർ 4 ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പഠിച്ച എന്തൊക്കെയാണ് നമുക്കറിയാം. എത്ര യൂണിറ്റ്സ് ഉണ്ട്? 3 യൂണിറ്റ്സ് ആണ്. ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു പാർട്ട്ണർഷിപ്പ് എന്നൊരു യൂണിറ്റ് ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നൊരു യൂണിറ്റ് ഉണ്ട്. രണ്ടാമത്തത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുന്നു. അതിനുശേഷം പാർട്ട്ണർഷിപ്പ് ഫോമിന്റെ രജിസ്ട്രേഷനും ഡിസൊല്യൂഷനും നോക്കുന്നു. ഓക്കെ, അതിനകത്ത് ആദ്യമേ നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇതാണ് പാർട്ട്ണർഷിപ്പ് ഫോമിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ വൺ പേഴ്സൺ ടു അനദർ ടു അഗ്രി ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ദാറ്റ് മേ ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്റ്റീവ് ഫോർ ഓൾ. ഓക്കെ, എന്താ പറയാ, ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ബിസിനസ്സിന് വേണ്ടി ഒരാൾക്ക് വേണ്ടി തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ബിസിനസ് ചെയ്യാൻ പറ്റും. നോർമൽ എല്ലാവർക്കും ബിസിനസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ പാർട്ട്ണർഷിപ്പ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഫോം എന്ന് പറയുക. പാർട്ട്നേഴ്സിന്റെ കളക്ഷനാണ് നമ്മൾ ഫോം എന്ന് പറയുക. അതിനുശേഷം എസെൻഷ്യൽ എലമെന്റ് ആണ്. എസെൻഷ്യൽ എലമെന്റിൽ ഫസ്റ്റ് എസെൻഷ്യൽ എലമെന്റ് എത്ര ആൾക്കാരുണ്ടായിരിക്കണം? 2 ആൾക്കാർ. അതിനകത്ത് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസും വരും, പ്ലസ് ആര് വരും? ഇൻഡിവിജ്വൽസും പ്ലസ് അസോസിയേഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് വരും. പക്ഷെ ഓർഗനൈസേഷൻസിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫീച്ചർ ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ എന്താകാൻ പറ്റുള്ളൂ? പാർട്ട്ണർഷിപ്പ് ഫോമിൽ പാർട്ട്നേഴ്സ് ആകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് പാർട്ട്ണർ ആകാൻ പറ്റില്ല. പക്ഷെ ഒരു പാർട്ട്ണറിന് വേറെ പാർട്ട്ണർഷിപ്പ് ഫോമിലെ പാർട്ട്ണർ ആകാം, ഒരു കമ്പനിക്കാകാം, LLPക്ക് ആർക്ക് വേണമെങ്കിലും ആകാം. ക്ലിയർ ആണോ? യെസ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിന് വേറൊരു കമ്പനിയിലെ മെമ്പർ ആകാനും പറ്റില്ല. പക്ഷെ സെക്ഷൻ 8 കമ്പനിയിലെ മാത്രം മെമ്പർ ആകാൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണോ? യെസ്. ക്വസ്റ്റൻ ആൻസർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷേ മൈനറിന് പാർട്ട്ണർ ആകാൻ പറ്റില്ല. പക്ഷെ ആരാകാം? ബെനിഫിഷ്യറി ആകാം. ബാക്കി എല്ലാ പാർട്ട്നേഴ്സിന്റെ എന്ത് മതി? കൺസെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ബെനിഫിഷ്യറി ആകാൻ പറ്റും. മാക്സിമം ഓഫ് പാർട്ട്നേഴ്സ് എന്താണ്? ഇപ്പോഴും 50 മാത്രമാണ്. ഇതൊരു ഡിഫറൻസ് ബിറ്റ്വീൻ എഴുതുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് മാത്രമാണ്, അല്ലാതെ ഇതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. നെക്സ്റ്റ്, പാർട്ട്ണർഷിപ്പിൽ എപ്പോഴും എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാറ്റസ് ബൈ ഡെത്ത്, മാരേജ്, ഇൻഹെറിറ്റൻസിലൂടെ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്നുണ്ട് ഒരിക്കലും ആരാകില്ല, ഒരിക്കലും അതിന്റെ പാർട്ണർ ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ഹസ്ബൻഡ് മരിച്ചു പോയി കഴിഞ്ഞാൽ വൈഫ് ഓട്ടോമാറ്റിക് ആയിട്ട് പാർട്ണർ ആകില്ല. വൈഫിനെ ബാക്കിയുള്ളവർ ആഡ് ചെയ്താൽ മാത്രമേ പാർട്ണർ ആകാൻ പറ്റുള്ളൂ. അതിനുശേഷം എപ്പോഴും പാർട്ട്ണർഷിപ്പിൽ എന്തുണ്ടായിരിക്കണം? ബിസിനസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ബിസിനസ് ഉണ്ടായിരിക്കണം. ദർ മസ്റ്റ് എക്സിസ്റ്റ് എ ബിസിനസ്. അതിന്റെ മോട്ടീവ് എന്തായിരിക്കണം? അക്വിസിഷൻ ഓഫ് ഗെയിൻസ് ആയിരിക്കണം. അക്വിസിഷൻ ഗെയിൻസ് എന്ന് പറഞ്ഞായിരിക്കണം which leads to the formation of partnership. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ആകുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തന്നെയാണ്. നെക്സ്റ്റ്, ഇറ്റ് മീൻസ് എന്താ ക്വസ്റ്റ്യൻ വരിക? ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ഒരു നോൺ പ്രോഫിറ്റ് മോട്ടീവോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അത് എന്തല്ല, പാർട്ട്ണർഷിപ്പ് ഫോം അല്ല. ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എപ്പോഴും ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് വേണം. പക്ഷെ എന്ത് വേണ്ട ആവശ്യമില്ല? ഷെയറിംഗ് ഓഫ് ലോസസിന്റെ ആവശ്യം നമുക്ക് അവിടെ വരില്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോസ് വേണമെങ്കിൽ എല്ലാവർക്കും ഒരാൾക്ക് ഏറ്റെടുത്തോണ്ട് പോകാം. പക്ഷെ പ്രോഫിറ്റ് മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്തിരിക്കണം. പ്രോഫിറ്റ് എല്ലാം ഒരാൾ എടുത്തുകൊണ്ട് പോയാൽ അവിടെ എന്തില്ല? അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ഇല്ല. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ആർട്ടിക്ക് ക്വസ്റ്റൻസ് വരും ഡിസ്കസ് ചെയ്തു. 80ക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ മോസ്റ്റ് പ്രോബബിളി നമുക്ക് എന്താണ് ആർട്ടിക്ക് ക്വസ്റ്റൻസ് വരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് മ്യൂച്വൽ ഏജൻസി ആണ്. പാർട്ട്ണർഷിപ്പ് ഫോമിൽ എല്ലാ പാർട്ട്നേഴ്സും പ്രിൻസിപ്പാലുമാണ്, ഏജന്റുമാണ്. എല്ലാവരും ചെയ്യുമ്പോൾ പ്രിൻസിപ്പലും, ഒരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് ഏജന്റ് കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. ഓക്കെ,
നെക്സ്റ്റ് കെ ഡി കാമത്തിന്റെ കേസിലോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എല്ലാ വർക്കും ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തതും കാര്യങ്ങളും എല്ലാം ഒരാൾ ചെയ്തു എന്ന് കരുതി അത് ബിസിനസ് അല്ലാതാകില്ല നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ട്രൂ ടെസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് അസോസിയേഷൻസ് ഫേം ആണോ അവിടെയുള്ള ഒരു പാർട്ട്നേഴ്സ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. എത്ര ടെസ്റ്റ് ഉണ്ട്? 3 ടെസ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ ടെസ്റ്റ് എന്താണ്? ഞങ്ങൾ സ്പീഡ് പോവുകയാട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിന്റെ ഒറിജിനൽ വേർഷൻ നോക്കുക, ഡേ നമ്പർ ആ ഒരു ചാർട്ട് നോക്കുക. ചാർട്ടിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ദിവസം എന്തൊക്കെ വരുന്നു, ക്ലാസ് പ്ലാനിങ്സ് അത് അതേപോലെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ട്രൂ ടെസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ട്രൂ ടെസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് അവിടെ നോക്കുക. 3 ടെസ്റ്റ് ആണ്. 1 എഗ്രിമെന്റ് വേണം, 2 ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് വേണം, 3 എന്ത് വേണം? മ്യൂച്വൽ ഏജൻസി വേണം. ഇത് 3 ഇല്ലെങ്കിൽ അവിടെ എന്തില്ല? പാർട്ട്ണർഷിപ്പ് ഫോമിൽ. ഇതിൽ ഒരെണ്ണം ഇല്ലെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫോമില്ല എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെർ വാസ് എൻ എഗ്രിമെന്റ്. ഒരിക്കലും പാർട്ട്ണർഷിപ്പ് ഫോമിൽ സ്റ്റാറ്റസിലൂടെ, സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെത്ത് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ്, മാരേജിലൂടെ പാർട്ട്ണർ ആകില്ല. നെക്സ്റ്റ് എഗ്രിമെന്റ് വാട്ട് ടു ഷെയർ ദ പ്രോഫിറ്റ്. അപ്പൊ ഈ 4 ആൾക്കാർ ആരാകില്ല? പാർട്ട്നേഴ്സ് ആകില്ല എന്ന് പറഞ്ഞു. ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിൽ നിന്നും ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ലെൻഡേഴ്സിന് അതിന്റെ ഇൻസ്റ്റാൾമെന്റ് കിട്ടിയാലോ EMI കിട്ടിയാലോ എംപ്ലോയീസ് ഒരിക്കലും ആകില്ല. ഡിസീസ്ഡ് പാർട്ട്ണറിന്റെ ഫാമിലി ആകില്ല. നെക്സ്റ്റ് ഗുഡ് വില്ലിന്റെ സെല്ലേഴ്സും ആകില്ല എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് എ പ്രൈമ ഫേസ് എവിഡൻസ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ഉണ്ട് നമുക്ക് തെളിയിക്കാൻ ഈ പാർട്ട്ണർഷിപ്പ് ഫോമിൽ പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. സോ ഈ 4 രീതിയിലുള്ള റിസീപ്റ്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ ഒരിക്കലും എന്ന് പറയില്ല, പാർട്ട്നേഴ്സ് എന്ന് പറയില്ല. അതിനുശേഷം മ്യൂച്വൽ ഏജൻസിയാണ്. ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ് എന്ത് തന്നെയാണോ അത് തന്നെയാണ്. മ്യൂച്വൽ ഏജൻസിയിൽ എല്ലാ പാർട്ട്നേഴ്സും പ്രിൻസിപ്പലുമാണ്, ഏജന്റുമാണ്. എല്ലാ പാർട്ട്നേഴ്സും ഫോമിന്റെ ഏജന്റ് ആണ്. അതേപോലെ തന്നെ മറ്റേ പാർട്ട്നേഴ്സിന്റെ ഏജന്റ് ആയിട്ടും വരും. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിന് പെർമനന്റ് ലയബിലിറ്റി ഉണ്ടായിരിക്കും. എല്ലാ പാർട്ട്ണർഷിപ്പ് ഫോമിലും പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കൈൻഡ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. പാർട്ട്ണർഷിപ്പ് ആയിട്ട് വില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരിക്കില്ല. ഡ്യൂറേഷൻ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അതിനുശേഷം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കില്ല, ഡിറ്റർമിനേഷൻ ഉണ്ടാകില്ല. അതായത് എപ്പോഴും ഈ ബിസിനസ് അവസാനിക്കും അതിനെക്കുറിച്ച് ഒന്നും തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നെക്സ്റ്റ് ഒരു ഫിക്സ്ഡ് പീരീഡ് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്താൽ കണ്ടിന്യൂ ചെയ്യുന്ന ആ സമയം തൊട്ട് നമ്മൾ അതിനെ പാർട്ട്ണർഷിപ്പ് ആയിട്ട് വില്ല് എന്ന് പറയും. ആദ്യമേ നമ്മൾ അതിനെ ഫിക്സ്ഡ് പീരീഡ് എന്ന് പറയും. അതിനുശേഷം എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല് അവസാനിക്കുക? ഏതെങ്കിലും ഒരു പാർട്ട്നേഴ്സ് ബാക്കി പാർട്ട്നേഴ്സിന്, പാർട്ട്ണർ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ബാക്കി പാർട്ട്നേഴ്സിന് അറിയിച്ചാൽ മതി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു കണ്ടിന്യൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ് അവസാനിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പെൻ ദർ ആർ ഓൺലി 2 പാർട്ട്നേഴ്സ്. ഇറ്റ് ഈസ് മോർ ദാൻ 2 പാർട്ട്നേഴ്സ് ആണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം? ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. ഇത് സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ്. ഫിക്സ്ഡ് പീരീഡ് ആണെങ്കിൽ എപ്പോഴും ഒരു ഫിക്സ്ഡ് പീരീഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഫിക്സ്ഡ് പീരീഡ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ് അവസാനിക്കും. ഓക്കെ, ഇനി പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഒരു പ്രാവശ്യം ചെയ്താലും ഒരു ബിസിനസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്താലും ദാറ്റ് ഇസ് കോൾഡ് ആസ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ജനറൽ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ ജനറൽ പാർട്ട്ണർഷിപ്പ് ഫേമിന് ജനറൽ ലയബിലിറ്റി ഉണ്ടായിരിക്കും. ഒരു ബിസിനസ്സിൽ നിന്ന് മാത്രമായിരിക്കില്ല ലയബിലിറ്റി വരിക, പക്ഷെ പർട്ടിക്കുലറിന് അതിൽ നിന്ന് മാത്രമായിരിക്കും. നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ്. ഇറ്റ്സ് എ റിട്ടൺ ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ രജിസ്റ്ററും ചെയ്തിരിക്കണം. നെക്സ്റ്റ് കണ്ടന്റ് 12 കണ്ടന്റ്സ് ഉണ്ട്. പാർട്ട്ണർഷിപ്പ് ഫോമിന്റെ പേര്, പാർട്ട്നേഴ്സിന്റെ പേര് എപ്പോഴും അവസാനിക്കും. നെക്സ്റ്റ് എന്തൊക്കെ ബിസിനസ് ആണ് ചെയ്യുന്നത്, നിങ്ങളുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റേഷ്യോ എന്താണ്, അതിനുശേഷം പാർട്ട്ണർഷിപ്പ് ഫോം എത്ര നാൾ പോകും, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ് അഡ്മിഷൻ റിട്ടയർമെന്റിനെ കുറിച്ച് പറയുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോൺസിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം ഡിസൊല്യൂഷന്റെ സമയത്ത് എങ്ങനെയാണ് അക്കൗണ്ട് സെറ്റിൽ ചെയ്യുക അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പാർട്ട്നേഴ്സിന്റെ സാലറി കമ്മീഷൻ സെക്ഷൻ നമ്പർ 13 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു പാർട്ട്ണർ നമുക്ക് എങ്ങനെ പറഞ്ഞു വിടാം അതിന്റെ ക്രൈറ്റീരിയ സെക്ഷൻ നമ്പർ 32 ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ആണ്. ആക്റ്റീവ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫർമിനെ റെപ്രസെന്റ് ചെയ്തതും സൈനിങ് അതോറിറ്റി ഉള്ളത് എപ്പോഴും ആർക്കായിരിക്കും? ആക്റ്റീവ് പാർട്ട്നേഴ്സിനായിരിക്കും. അപ്പൊ അവർ ആക്റ്റീവ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടിനെ സംബന്ധിച്ച് അവരാണ് ബിസിനസ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു പിൻടോമിന്റെ എന്റെ എക്സാമ്പിൾ വെച്ചിട്ട് എന്താണ് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് പാർട്ട്നേഴ്സ് റിട്ടയർ ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം? പബ്ലിക് നോട്ടീസ് കൊടുക്കണം. പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടില്ലെങ്കിൽ ആക്റ്റീവ് പാർട്ട്നേഴ്സ് റിട്ടയർമെന്റ് ചെയ്തതിനു ശേഷവും ലയബിലിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ ഹീസ് റെസ്പോൺസിബിൾ എന്ന രീതിയിലാണ്. ഓക്കെ, പബ്ലിക് നോട്ടീസ് കൊടുത്തിരിക്കണം റിട്ടയർമെന്റിന്റെ സമയത്ത്. ഇനി സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഡോർമെന്റ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഇയാളും എഗ്രിമെന്റ് പ്രകാരമാണ്. അതൊരിക്കലും അതായത് പാർട്ട്ണർഷിപ്പ് ആക്ടിൽ ഒരാളെ ആക്റ്റീവ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് ആക്റ്റീവ് പാർട്ട്നേഴ്സിനും സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സിനും സെക്ഷൻസ് ഒന്നുമില്ല. അത് വേണമെങ്കിൽ പാർട്ട്നേഴ്സ് എന്താണ് പരസ്പരം ചെയ്യാമെന്ന് മാത്രം നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, പക്ഷെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതിനുശേഷം അപ്പൊ ഇവര് പോകുന്ന സമയത്ത് പബ്ലിക് നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പബ്ലിക് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇവർ വരെ ഡീൽ ചെയ്യുന്നില്ല, ഇവർ റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം. അവരെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാനൊരു സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ്, എന്നെ അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും വിഷയമല്ല. തേർഡ് പാർട്ടിനെ സംബന്ധിച്ച് അവർ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് അറിയേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് നോമിനൽ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഒരു ഫോമിലേക്ക് പേര് രണ്ടിൽ ചെയ്യുകയും പേര് ലെൻഡ് ചെയ്യുകയും പേഴ്സണൽ ഒരു താല്പര്യം ഇല്ലാത്ത ആളെയാണ് നമ്മൾ നോമിനൽ പാർട്ട്ണർ എന്ന് പറയുക.
പാർട്ട്നേഴ്സ് ഇൻ പ്രോഫിറ്റ് ഓൺലി എന്ന് പറയുമ്പോൾ ഒരു അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടായിരിക്കില്ല, പക്ഷെ അവർക്ക് അവകാശപ്പെട്ട അസെറ്റും പ്രോഫിറ്റും നഷ്ടപ്പെടും, സെയിം ആസ് ലൈക്ക് എ മൈനർ. ഇൻകമിംഗ് പാർട്ട്നേഴ്സ് ആൾറെഡി എക്സിസ്റ്റിംഗ് ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിലേക്ക് പുതിയൊരു പാർട്ണർ കടന്നു വരുന്നതിന്റെ പേരാണ് ഇൻകമിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിൽ നിന്നും ഒരാൾ പുറത്തേക്ക് പോകുന്നതാണ്. ഡെത്ത്, റിട്ടയർമെന്റ് അല്ലെങ്കിൽ എക്സ്പൾഷനോട് അതെല്ലാം എന്താണ് ഔട്ട് ഗോയിങ് പാർട്ണർ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവമാണ്. സെക്ഷൻ നമ്പർ 28 പാർട്ണർ അല്ലാത്ത ഒരാൾ പാർട്ണറാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആ തെറ്റിദ്ധാരണയിൽ തേർഡ് പാർട്ടി വിശ്വസിച്ച് അതിലൂടെ ഫോമിന് ക്രെഡിറ്റ് കൊടുത്ത് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഹീ സ്റ്റിൽ റെസ്പോൺസിബിൾ. ഇത് തന്നെയായിരിക്കും ഒരു ആക്റ്റീവ് പാർട്ണർ റിട്ടയർ ആകുന്ന സമയത്തും നമ്മൾ ഇയാളെ പാർട്ണർ ബൈ എസ്റ്റോപ്പൽ നമ്മൾ പറയുകയും ചെയ്യും. ഓക്കെ, അതിനുശേഷം യൂണിറ്റ് നമ്പർ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് ആണ്. ജനറൽ ഡ്യൂട്ടീസിൽ പാർട്ട്ണർഷിപ്പ് ഫോമിൽ എല്ലാ പാർട്ട്നേഴ്സിനും ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ ബിസിനസ് ചെയ്യണം. ഓർത്തു വെക്കാം, ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. അക്കൗണ്ട്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി സെക്ഷൻ നമ്പർ 10 ഡ്യൂട്ടി ടു ഇൻഡംനിഫൈ ഫോർ ലോസ് കോസ്റ്റ് ബൈ ദ ഫ്രോഡ് എന്ന് പറയുമ്പോൾ ഫ്രോഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ലോസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ഫേമിന് ആ ലോസ് നികത്തണം. ഫേമിനുണ്ടായ ആ ലോസ് നികത്തണം. ദാറ്റ് ഈസ് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? അത് ആ പാർട്ട്ണറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് പാർട്ട്ണർ ടു പാർട്ട്ണർ പോയിന്റ് ഓഫ് വ്യൂ ആണ്. സെക്ഷൻ നമ്പർ 11 പാർട്ട്നേഴ്സിന് വേണമെങ്കിൽ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്താണ് അവർക്ക് പരസ്പരം അറേഞ്ച് ചെയ്യാം. ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും അവിടെ ഉണ്ടായിരിക്കില്ല. പക്ഷെ ഒറ്റ കാര്യം, യു ഹാവ് ടു റെസ്പെക്ട് ദ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ കോൺട്രാക്ട് വെച്ചിട്ട് തങ്ങളുടെ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അവർക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം സെക്ഷൻ നമ്പർ 27 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എഗ്രിമെന്റ് ഇൻ സ്റ്റേറ്റ് ഓഫ് ട്രേഡ് വോയിഡ് ആണ് എന്ന രീതിയിൽ. അത് അതിനകത്ത് എക്സെപ്ഷൻ പറയുന്നത് ഗുഡ് വില്ലൊക്കെ കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ സിമിലർ ബിസിനസ് ചെയ്യാതെ ഒരാളെ വേണമെങ്കിൽ ആക്കാം. സിമിലർ ബിസിനസ്സിന് മാത്രമേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നോട്ട് ടു ക്യാരി അതർ ദാൻ ദാറ്റ് ഓഫ് ദ ഫോം ബൈ ലീസ് എ പാർട്ണർ. പാർട്ണർ അയക്കുന്ന സമയത്ത് നീ വേറെ കോമ്പറ്റിംഗ് ബിസിനസ് ചെയ്യരുത് എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാക്കിയാൽ വാലിഡ് ആയിരിക്കും. പക്ഷെ അത് കോൺട്രാക്ട് പ്രകാരം ജനറൽ ആക്ട് പ്രകാരം അത് ഇൻവാലിഡ് ആയിരിക്കും. നെക്സ്റ്റ്, പാർട്ട്ണർഷിപ്പ് ഫൗണ്ട് ആയിരിക്കുന്നത് മ്യൂച്വൽ കൺസെന്റിലൂടെയാണ്. പാർട്ട്നേഴ്സിന്റെ പരസ്പരമുള്ള കൺസെന്റിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥാപനമാണ് പാർട്ട്ണർഷിപ്പ് ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് നോർമലി നമുക്കൊരു DTQ ക്വസ്റ്റൻസ് എന്താണ് എപ്പോഴും ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി നമുക്കുണ്ട്. DTQ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DTQ. അപ്പൊ ഇവിടെ കണ്ടക്ട് ഓഫ് ദ ബിസിനസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫ് ദ ബിസിനസ് എങ്ങനെ ചെയ്യണം? എല്ലാവർക്കും ചെയ്യാം. അത് വേണമെങ്കിൽ 1-2 ആൾക്കാരെ ഏൽപ്പിക്കാം. അങ്ങനെ ഏൽപ്പിച്ചു എന്ന് കരുതി അത് ഫേം ആകില്ല. KD കാമത്തിന്റെ കേസ് ലോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ പാർട്ട്നേഴ്സും വളരെ ഡ്യൂ കെയറോട് കൂടി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കണം. നെക്സ്റ്റ്, റൈറ്റ് ടു ബി കൺസൾട്ടഡ്. എല്ലാ പാർട്ട്ണർഷിപ്പ് ഫോമിലും എല്ലാ പാർട്ട്നേഴ്സിനും എന്താണ് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുക. ബേസ്ഡ് ഓൺ പെർസെന്റേജ് ആയിരിക്കില്ല, ബേസ്ഡ് ഓൺ നമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേച്ചർ ഓഫ് ദ ബിസിനസ് ലൈക്ക് എ ന്യൂ ബിസിനസ്, ക്ലോസിംഗ് ഓഫ് ദ ബിസിനസ്, എൻറ്റയർലി ചേഞ്ചിങ് ഓഫ് ദ ബിസിനസ്, ഇതിനൊക്കെ എല്ലാ പാർട്ട്നേഴ്സിന്റെയും ഓൾ പാർട്ട്നേഴ്സിന്റെ കൺസെന്റ് വേണം. അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ ആക്റ്റീവ് പാർട്ട്നേഴ്സ് ചെയ്താൽ മതി. എല്ലാ പാർട്ട്നേഴ്സിനും ഈവൻ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സിനും ആ ഫോമിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, വൗച്ചേഴ്സ്, റിസീപ്റ്റ്സ്, പേയ്മെന്റ്സ് എല്ലാം ഇൻസ്പെക്ട് ചെയ്യാനും ആക്സസ് ചെയ്യാനും ഇൻസ്പെക്ട് ചെയ്യാനും കോപ്പി എടുക്കാനും പറ്റും. പക്ഷെ ലീഗൽ റെപ്രസെന്റേറ്റീവ് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റും. ഇറ്റ് മീൻസ് ദേ ക്യാൻ എൻറ്റർ ബട്ട് ദേ ക്യാൻ എക്സ്പെക്ട് ദ കോപ്പി മാത്രമേ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഓർത്തു വെക്കാം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് കാറ്റഗറി എ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാറ്റഗറി എ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് പാർട്ട്ണറിന് നോർമലി എന്ത് കിട്ടില്ല? നോർമലി സാലറി കിട്ടില്ല. ഓക്കെ, നോർമലി സാലറി അവർക്ക് കിട്ടത്തില്ല. പക്ഷെ എപ്പോൾ കിട്ടും? സാലറി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാലറി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ കിട്ടും. ഇനി ഒരു കസ്റ്റമറി, നമ്മൾ സോണി മോണിറ്റോണിയുടെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഒരു കൊടുക്കുന്ന പതിവുണ്ടെങ്കിൽ കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ ചോദിച്ച് വാങ്ങിക്കാം. നെക്സ്റ്റ്, നോർമലി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറഞ്ഞിരിക്കണം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലി ഷെയർ ചെയ്യുക. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും രണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത കേസിലും ഉണ്ടായിരുന്നു. ഏതായിരുന്നു? അജയ് ആൻഡ് അമിത്തിന്റെ ഒരു കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കില്ല, പക്ഷേ ഈ 3 സാഹചര്യത്തിൽ കൊടുക്കും. എഗ്രിമെന്റും പെർട്ടിക്കുലറും ഉണ്ടെങ്കിൽ. നെക്സ്റ്റ്, ബിസിനസ് രീതി അങ്ങനെയാണെങ്കിൽ ഇനി സെപ്പറേറ്റ് കോടതി ഉത്തരവോ അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് നിയമം ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം. നെക്സ്റ്റ്, ഒരു പാർട്ട്ണർ ക്യാപിറ്റൽ അല്ലാതെ, അതായത് ബിയോണ്ട് ദ ക്യാപിറ്റൽ എന്ത് കൊടുത്താലും അതിന്റെ പേരാണ് അഡ്വാൻസ് എന്ന് പറയുന്നത്. അതിന് മിനിമം 6% പെർ ആനം ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. അത് ഫേമിന്റെ അക്കൗണ്ടിൽ നിന്ന് പാർട്ട്ണർ കൊടുത്തിരിക്കണം. ഇത് ക്യാപിറ്റൽ അല്ലാതൊരു സംഭവമാണ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിസൊല്യൂഷൻ ആകുമ്പോൾ അവസാനിക്കും. പക്ഷേ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ ആഫ്റ്റർ ഡിസൊല്യൂഷൻ അഡ്വാൻസിന്റെ പൈസ ആ പാർട്ട്ണറിന് തിരിച്ചു കൊടുക്കുന്നതോടെ വരെയും ബാക്കി പാർട്ട്നേഴ്സ് എല്ലാം റെസ്പോൺസിബിൾ ആയിരിക്കും. അവനും ആ ഒരു പെർസെന്റേജ് റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. റീസെന്റ് RTPയിൽ ഉണ്ടായിരുന്നു. ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിൽ
പാർട്ട്ണർഷിപ്പ് ഫേമിനെ ലോസിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി എമർജൻസി സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ നോർമൽ കോഴ്സിലോ ഒരു പാർട്ട്ണർ തന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ഹു ഈസ് റെസ്പോൺസിബിൾ, ദ ഫേമിന് ഒരു ഡ്യൂട്ടി ഉണ്ട് ഇൻഡംനിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു പാർട്ട്ണറിന്റെ റോങ്ഫുൾ കണ്ടക്ടിന് ഫേമിന് എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ ഫേമിനെ കോമ്പൻസേറ്റ് ചെയ്യണം. തേർഡ് പാർട്ടിനെ സംബന്ധിച്ച് ഫേം ഈസ് റെസ്പോൺസിബിൾ. നെക്സ്റ്റ്, പാർട്ട്ണർഷിപ്പ് പ്രോപ്പർട്ടിയാണ് ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ. അതായത് പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന പ്രോപ്പർട്ടി ഫേം പിന്നീട് മേടിച്ചത് ഗുഡ് വിൽ. അപ്പൊ ഇതൊരു DTക്ക് നമ്മൾ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ് വിൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. അതായത് ഫ്യൂച്ചറിൽ, അതായത് ഒരു ബിസിനസ് സെയിൽ ചെയ്യുമ്പോൾ മുന്നത്തുള്ള, അതായത് ഇനിയുള്ള വർഷങ്ങളിലെല്ലാം എന്താണ് ഒരു ബിസിനസ്സിന് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ പ്രോഫിറ്റിന്റെ പേരാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുക. അപ്പോൾ ഗുഡ് വിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് എല്ലാ പാർട്ട്നേഴ്സിനും അതിന്റെ ഷെയർ കൊടുക്കും. ഇനി ഒരു അൺലെസ് കോൺട്രാറി അഗ്രിമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫൗണ്ടിങ് പാർട്ട്നേഴ്സിന് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്താൽ മതി. നെക്സ്റ്റ്, പാർട്ട്ണർഷിപ്പ് ഫോമിൽ പാർട്ട്ണറിന്റെ പ്രോപ്പർട്ടി ഫോമിന്റെ പ്രോപ്പർട്ടി ആയിട്ട് വെക്കും. പക്ഷേ ട്രാൻസാക്ഷൻസ് എപ്പോഴും എന്തായിരിക്കണം, ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം. നെക്സ്റ്റ്, പാർട്ട്ണർഷിപ്പ് ഫോമിന്റെ പ്രോപ്പർട്ടി എപ്പോഴും പാർട്ട്ണർഷിപ്പ് ഫോമിന്റെ ബിസിനസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ഇത് നമ്മൾ പറഞ്ഞിരുന്നു, ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങൾ എഴുതണം. ഒരു അയൺ, അതായത് ഒരു TMT ബാസ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. 200 രൂപ മാർക്കറ്റ് വാല്യൂ, 200 രൂപയ്ക്ക് മേടിച്ചത് 350 രൂപയ്ക്ക് വിറ്റു എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റൻ ആൻസർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആണോ? അപ്പൊ പേഴ്സണൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആസ് എ പാർട്ട്ണർ റെമ്യൂണറേഷൻ പ്രോഫിറ്റും അല്ലാതെ ബാക്കി പാർട്ട്നേഴ്സിന് എല്ലാവർക്കും കിട്ടുന്നത് ഒരാൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവിടെ ഫ്രോഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പേഴ്സണൽ പ്രോഫിറ്റ് തന്നെയായിരിക്കും. എങ്ങനെയാണ്, ഒരു ട്രാൻസാക്ഷൻ യൂസ് ചെയ്തിട്ടോ, ഫേമിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടോ, ബിസിനസ് ബന്ധങ്ങൾ യൂസ് ചെയ്തിട്ടോ, ഫ്രം ദ ഫേമിന്റെ നെയിം യൂസ് ചെയ്തിട്ടോ, കോമ്പീറ്റിംഗ് ബിസിനസ് ചെയ്തിട്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ദേ ആർ ആൻസറേബിൾ, ദേ ആർ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, ആൻഡ് ദേ മസ്റ്റ് പേ. എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ്, പാർട്ട്നേഴ്സ് ഫോമിൽ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ചേഞ്ചിനേക്കാൾ മുമ്പ് എന്തായിരുന്നോ അത് തന്നെയായിരിക്കും ചേഞ്ച് ചെയ്തതിനു ശേഷം. എങ്ങനെയൊക്കെ ചേഞ്ച് ആകും നമ്മൾ പഠിച്ചു. ഒരാൾ വന്നാലും പോയാലും ബിസിനസ് കണ്ടിന്യൂ ചെയ്താലും ഒരു ബിസിനസ് ആയതിനു ശേഷം ക്ലോസ് ചെയ്താലൊക്കെ. നെക്സ്റ്റ്, പാർട്ട്ണർഷിപ്പ് ഫോമിൽ എല്ലാ പാർട്ട്നേഴ്സിനും 2 റോളുണ്ട്. അവർ എന്തൊക്കെയാണ്, ഏജന്റുമാണ്, പ്രിൻസിപ്പൽ ആണ്. അവർ ഫോമിന് വേണ്ടി ചെയ്യുമ്പോൾ ഏജന്റും, സ്വന്തം കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ പ്രിൻസിപ്പലുമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു ബോബ് ആൻഡ് ആലീസിന്റെ എക്സാമ്പിൾ. ഇംപ്ലൈഡ് അതോറിറ്റി എല്ലാ പാർട്ട്നേഴ്സിനും ഉണ്ട്, പക്ഷെ ഇത് ഫോമിന്റെ പേരിൽ ചെയ്തിരിക്കണം. യൂഷ്വൽ കോസ്റ്റ് ഓഫ് ബിസിനസ് ആയിരിക്കണം, അവരുടെ അധികാര പരിധിക്ക് കീഴിലായിരിക്കണം. ഓക്കെ, മെയിൻ അധികാരത്തിന്റെ കീഴിലായിരിക്കണം സബ് അധികാരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ദിസ് കൺസെപ്റ്റ് ആണ്. ഈ 8 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഈ 8 കാര്യങ്ങളും ഒരു പാർട്ട്ണറിന്റെ എക്സ്പ്രസ് അതോറിറ്റിയാണ്. എക്സ്പ്രസ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. പാർട്ട്ണർ ആയതോടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള അധികാരം അവിടെ ഉണ്ടായിരിക്കില്ല. എന്തൊക്കെയായിരുന്നു, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, ആർബിട്രേഷനിൽ പോവുക, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യുക, സെറ്റിൽമെന്റ് ചെയ്യുക, കേസ് വിഡ്രോ ചെയ്യുക, കേസ് കൊടുക്കുക, ഇമ്മോബിൾ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുക, വിൽക്കുക, ബിസിനസ് കൊളാബറേഷൻ എൻറ്റർ ചെയ്യുക. ഇതെല്ലാം പാർട്ട്ണർ ആയതോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ഒരു പാർട്ട്ണറിന്റെ അധികാരം എക്സ്റ്റെൻഡ് ചെയ്യാനും റെസ്ട്രിക്ട് ചെയ്യാനും പറ്റും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്രശ്നമില്ല. റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസ്ട്രിക്ഷനെ കുറിച്ച് തേർഡ് പാർട്ടിക്ക് അറിയാമെങ്കിൽ എന്നിട്ടും കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്താൽ ഫേം ഈസ് നോട്ട് റെസ്പോൺസിബിൾ. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഇയാൾ, അതായത് താൻ ഡീൽ ചെയ്യുന്ന ഒരു പാർട്ട്ണർ ആയിട്ടാണ് എന്ന് അറിയത്തില്ലെങ്കിൽ, അതായത് ഫേമിന്റെ പേര് അവിടെ വരുന്നില്ലെങ്കിൽ ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ആയിരിക്കും. ഫേമിന്റെ പേരിൽ വന്നാൽ മാത്രമാണ് ഫേം റെസ്പോൺസിബിൾ. നെക്സ്റ്റ്, എമർജൻസി കേസസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി, ഫേമിന് വേണമെങ്കിൽ ലോസിൽ സംരക്ഷിക്കാൻ പറ്റും. അത് എമർജൻസി ആയിരിക്കണം. നോർമലി നിങ്ങളുടെ സ്വന്തം കാര്യമാണെങ്കിൽ എങ്ങനെ ചെയ്താറിയോ അങ്ങനെ തന്നെ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരു പാർട്ട്ണർ ഒരു ഫേമിൽ ഒരു ട്രാൻസാക്ഷൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻറ്റാലി ഫേമിനെ ബാധിക്കാനുള്ള സാധ്യത നല്ലപോലെ ഉണ്ട് എന്ന് ഓർത്തു വെക്കുക. പക്ഷെ ഇത് എന്താ പറയുക, ബിസിനസ് ഭാഗമായിരിക്കണം എന്ന് ഓർത്തു വെക്കുക. 24 നമ്മൾ പഠിക്കുന്നത് ആക്റ്റീവ് പാർട്ട്നേഴ്സ് ഒരു ഇൻഫോർമേഷൻ റിസീവ് ചെയ്താൽ, അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ട്നേഴ്സ് ഒരു ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ചെയ്ത പോലെയാണ്. പക്ഷെ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ചെയ്താൽ ആക്റ്റീവ് പാർട്ട്നേഴ്സ് ചെയ്ത പോലെയല്ല. അതുകൊണ്ട് ചെയ്യുന്നത് ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആണെങ്കിലും അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്ക് വരും, സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സിനും വരും, എല്ലാ പാർട്ട്നേഴ്സിനോട് വരുമെന്ന് ഓർത്തു വെക്കാം. അതിനുശേഷം പാർട്ട്ണർഷിപ്പ് ഫോമിൽ പാർട്ട്ണർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ, ലയബിലിറ്റി ഓഫ് പാർട്ട്ണർ ഫോർ ദ ആക്ട്സ് ഓഫ് ദ ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിൽ എന്ത് ബിസിനസ് പരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പാർട്ട്ണറിന് ലയബിലിറ്റി വരും. പക്ഷെ അത് ചെയ്യുമ്പോൾ അവരാരായിരിക്കണം, പാർട്ട്ണർ ആയിരിക്കണം. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്ത് ബിസിനസ് പരമായ ലോസ് വന്നാലും ആർക്ക് ലയബിലിറ്റി ആയിട്ട് വരും, അത് ഫേമിന് ലയബിലിറ്റി ആയിട്ട് ഫേമിന് വന്നു കഴിഞ്ഞാൽ അത് പാർട്ട്ണറായിട്ട് വരും. അതിനുശേഷം 26 ഈ 25 ഒക്കെ നമ്മളൊന്ന് റിലേറ്റ് ചെയ്ത് വായിക്കുന്നുണ്ടോ, കാരണം അതൊരു പുതിയൊരു കാര്യമല്ല. ഒന്ന് നോക്കുമ്പോൾ 25, 26, 27 ഒന്ന് തന്നെയാണ്. കാരണം ഫേം ലയബിൾ എന്ന് പറയുമ്പോൾ പാർട്ട്ണർ ലയബിളാണ്. ഇത് തേർഡ് പാർട്ടി പോയിന്റ് ഓഫ് വ്യൂ, പാർട്ട്ണർ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത്. 25 പ്യൂർലി എന്താണ്, പാർട്ട്നേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. 26ഉം 27ഉം തേർഡ് പാർട്ടി പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ, ഓർത്ത് വെക്കാം. 26 പറയുന്നത് റോങ്ഫുൾ ആക്ട് ഓഫ് എ പാർട്ട്ണർ. അതായത് തേർഡ് പാർട്ടിനെ സംബന്ധിച്ച് ഒരു പാർട്ട്ണർ ഒരു റോങ്ഫുൾ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹു ഈസ് റെസ്പോൺസിബിൾ? ഒബിയസ്ലി ദാറ്റ് ഇസ് ദ
ഫോം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ണർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഫോം ഈസ് റെസ്പോൺസിബിൾ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾക്ക്? അത് ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആണെങ്കിൽ അത് ബാക്കി പാർട്ട്നേഴ്സിന്റെ അധികാരത്തോട് കൂടി, മീൻസ് അത് ഫേം ഓതറൈസ് ചെയ്ത കാര്യമാണെങ്കിൽ മാത്രം. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 27ലാണ് മിസ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ മിസ് യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ലയബിലിറ്റി ഓഫ് ഫേം ഫോർ മിസ് അപ്ലിക്കേഷൻ ബൈ പാർട്ട്നേഴ്സ്. ഇപ്പൊ ക്ലോസ് നമ്പർ എ, ക്ലോസ് നമ്പർ ബി എന്ന് പറയുന്ന സംഭവത്തില് പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു തേർഡ് പാർട്ടി അവകാശപ്പെട്ട ഒരു പ്രോപ്പർട്ടി, അതായത് തേർഡ് പാർട്ടി ഒരു ഫേമിന് വേണ്ടി ഒരു പൈസ കൊടുക്കുകയും അത് മിസ്യൂസ് ചെയ്താൽ എങ്ങനെ, അത് ഫേമിന്റെ അക്കൗണ്ടിലേക്ക് വന്ന് മിസ്യൂസ് ചെയ്താലും ഫേം ഈസ് റെസ്പോൺസിബിൾ, വരുന്നേക്കാൾ മുമ്പ് മിസ്യൂസ് ചെയ്താലും ഫേം ഈസ് റെസ്പോൺസിബിൾ. ഓക്കെ, ക്ലിയർ ആണോ? അതും ഡിസ്കസ് ചെയ്തു. 29 ഒരു പാർട്ട്ണറിന് വേണമെങ്കിൽ ഇപ്പൊ എന്താണ് തേർഡ് പാർട്ടി ആയിട്ട് എന്താണ് തന്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അലൗഡ് ആണ്, പ്രശ്നമൊന്നും തന്നെ ഇല്ല. പക്ഷെ അവർക്ക് ബിസിനസ്സിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട് ചോദിക്കാനോ ഇൻസ്പെക്ട് ചെയ്യാനോ പറ്റില്ല. ജസ്റ്റ് ട്രാൻസ്ഫർ കൊടുക്കുന്ന പ്രോഫിറ്റ് റിസീവ് ചെയ്യാമെന്ന് മാത്രം. ഇതൊരു എക്സ്ട്രാ കാര്യം നോട്ട് ചെയ്തതാണ്. നെക്സ്റ്റ്, ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫോം അല്ലെങ്കിൽ റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എൻടൈറ്റിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താണോ ട്രാൻസ്ഫറിന് അവകാശപ്പെട്ട അസറ്റിന്റെ ഷെയർസ് എല്ലാം കിട്ടും. എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക. ലോൺ ഒക്കെയാണ് നോർമലി ചെയ്യുക. ഇനി അത് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി അക്കൗണ്ട്സ് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. തന്നില്ലെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സൊക്കെ റിസീവ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ്, അതിഥികാരം ഇതിനകത്ത് ഇംപ്ലൈഡ് ആണ്. സെക്ഷൻ നമ്പർ 30 പറയുന്നത് മൈനേഴ്സ് അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. മൈനർ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് കൺസെന്റ് വേണം. മൈനർ ആക്കുന്ന സമയത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട് ആക്സസ് ചെയ്യാം. നെക്സ്റ്റ്, എഗ്രീഡ് എമൗണ്ട് ഓഫ് ഷെയർ നിങ്ങൾക്ക് കിട്ടും, അതായത് എഗ്രീഡ് എമൗണ്ട് ഷെയർ കിട്ടും, നിങ്ങൾക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്യാം. മേജർ ആകും നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പാർട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അതോടുകൂടി ബിസിനസ് എല്ലാം നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരിക്കലും പേഴ്സണലി ലയബിൾ ആയിരിക്കില്ല. മാക്സിമം പ്രോഫിറ്റും പ്രോപ്പർട്ടി ഓഫ് ദ ഫോം നഷ്ടപ്പെടാം. നെക്സ്റ്റ്, പേഴ്സണൽ ലയബിലിറ്റി ഒരിക്കലും തന്നെ വരത്തില്ല. മൈനറിന് ഒരിക്കലും ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനും പറ്റത്തില്ല എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, നെക്സ്റ്റ്, മൈനർ ക്യാൻ റിക്കവർ ഷെയർ ഇൻ ദ ഫേം. ഒരു പക്ഷേ ഫേം ഇൻസോൾവെന്റ് ആയിട്ട് മൈനർ സോൾവെന്റ് ആകും. ഓബ്വിയസ്ലി മൈനർ ഇൻസോൾവെന്റ് ആക്കാൻ പറ്റില്ല. ഇപ്പൊ മൈനർ അവകാശപ്പെട്ട പ്രോപ്പർട്ടി ഈ ഫേമിന്റെ അസാനയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റും. നെക്സ്റ്റ്, എലക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 18 വയസ്സാണെന്ന് തൊട്ട് 6 മാസം വരെ അതിനുള്ളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എലക്ഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നോട്ടീസ് കൊടുത്ത് വേണ്ട നോക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. 6 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആരാകും, അവർ പാർട്ണറായിട്ട് മാറും. ഇനി നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബെനിഫിഷ്യറി ആയിട്ട് അന്ന് തൊട്ട് അതിന്റെ ലയബിലിറ്റി അതിനുശേഷം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി ലയബിൾ ആയിരിക്കും. പ്രോഫിറ്റിലും പ്രോപ്പർട്ടിയിലും ഷെയർ അല്ല, സെയിം തന്നെ, വ്യത്യാസമില്ല അൺലെസ് യു ബൈ മോർ. നെക്സ്റ്റ് വൺ, ഈ ഒരു വർഷം പോവുകയാണ്, നിങ്ങൾക്ക് താല്പര്യമില്ല, കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നതോടും പറയും നിങ്ങൾക്ക് ആ ഫേമുമായിട്ട് ബന്ധം ഉണ്ടാവുള്ളൂ, വേറെ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല. നോട്ടീസിന് ശേഷം ഫോം എന്ത് ചെയ്താലും യു ആർ നോട്ട് ലയബിൾ. നെക്സ്റ്റ്, യു ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു സ്യൂ ദ പാർട്ട്നേഴ്സ് ഫോർ ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി. അതായത് തങ്ങളുടെ ഷെയറും അല്ലെങ്കിൽ പ്രോഫിറ്റും കിട്ടാൻ വേണ്ടി ബാക്കി പാർട്ട്നേഴ്സിന് കേസ് കൊടുക്കാം. പിന്നെ ഈ പബ്ലിക് നോട്ടീസ് രജിസ്ട്രാർ ഓഫ് ഫോംസിന് കൊടുത്താലും മതി. 31 പാർട്ട്ണർഷിപ്പ് ഫോമിലേക്ക് ഒരു പാർട്ട്ണറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എല്ലാ പാർട്ട്നേഴ്സിന്റെയും കൺസെന്റ് വേണം. പിന്നെ നെക്സ്റ്റ്, ലയബിലിറ്റിനെ കുറിച്ചാണ്. ഇയാൾ അഡ്മിറ്റ് ചെയ്തതിനേക്കാൾ മുമ്പുള്ള ലയബിലിറ്റി ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്ററും ഓൾഡ് പാർട്ട്നേഴ്സും ന്യൂ പാർട്ട്നർ സമ്മതിക്കണം. ക്രെഡിറ്റേഴ്സ് അറിയാതെ ഓൾഡ് പാർട്ട്നേഴ്സും ഈ പാർട്ട്നേഴ്സും തമ്മിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സിന് കേസ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ATQ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, റിട്ടയർമെന്റ് പറഞ്ഞ കാറ്റഗറി A ആണ് അല്ലെ. റിട്ടയർമെന്റിൽ എന്തൊക്കെയാണ് 4 സബ്സെക്ഷൻസ് ഉള്ളത്. 4 സബ്സെക്ഷൻസ് ഉണ്ട്. ഒന്നാമത് ടൈപ്സ് ഓഫ് റിട്ടയർമെന്റ് ആണ്, എങ്ങനെയൊക്കെ റിട്ടയർ ആകും. ഒന്നെന്താണ്, എല്ലാ പാർട്ട്നേഴ്സിന്റെ കൺസെന്റോട് കൂടി. ഇനി ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി പാർട്ട്ണർഷിപ്പ് ഇട്ട ബില്ലാണെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സിന് നോട്ടീസ് കൊടുത്ത് പോകാം. 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ലയബിലിറ്റി നോട്ടീസ് കൊടുത്താൽ തീരും, പക്ഷെ പാസ്റ്റ് ലയബിലിറ്റി അതേപോലെ ഉണ്ടാവും. എക്സ്ക്യൂസ് കിട്ടാൻ ക്രെഡിറ്ററിന്റെയും ഓൾഡ് പാർട്ട്നേഴ്സിന്റെയും കൺസെന്റ് വേണം, ഇയാളുടെ കൺസെന്റ് വേണം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ഡിസ്കസ് ചെയ്തു. സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു, റിട്ടയർമെന്റ് ചെയ്തതിനു ശേഷം ഈവൻ ആഫ്റ്റർ റിട്ടയർമെന്റ് പാർട്ട്ണർ ഈസ് സ്റ്റിൽ ലയബിൾ ആണ്. എങ്ങനെയാണ്, ഫോർ ദ ആക്ട്സ് ഓഫ് ദ ഫോം ഡൺ ബിഫോർ പബ്ലിക് നോട്ടീസ് ഓഫ് ദ റിട്ടയർമെന്റ് ഈസ് ഗിവൻ. ഓക്കെ, അതിന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അറിയിച്ചാൽ മതി. അതെല്ലാവരും ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അറിയിക്കണം, ഏത് മെത്തേഡിൽ അറിയിക്കണമെന്ന്. എന്താ പറയാ, നോട്ടീസ് കൊടുത്തിട്ടില്ലെങ്കിൽ തേർഡ് പാർട്ടിനെ സംബന്ധിച്ച് ദേ ആർ സ്റ്റിൽ ലയബിൾ. നമ്മുടെ ഫീസിന്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഈ നോട്ടീസ് എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്ത പാർട്ട്നേഴ്സിന് കൊടുക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ള റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോം, ഈ ഒരു പാർട്ട്ണർ പോയതിനു ശേഷം ബാക്കിയുള്ള ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്താൽ അവർക്കാണെങ്കിലും ഈ രജിസ്ട്രാറിനെ അറിയിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ്, എക്സ്പൾഷൻ നമ്മൾ പറഞ്ഞു കാറ്റഗറി A ആണ്. പാർട്ട്ണർഷിപ്പ് ഫോമിൽ നിന്ന് ഒരു പാർട്ട്ണറെ പിരിച്ചുവിടുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ പിരിച്ചുവിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിനെക്കുറിച്ച് എവിടെ പറഞ്ഞിരിക്കണം, ഡീഡിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഡീഡിന്റെ കണ്ടന്റിൽ ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞു വിടുന്ന പാർട്ട്നേഴ്സ് അല്ലാതെ ബാക്കിയുള്ള സമ്മതം വേണം. ഗുഡ് ഫെയ്ത്ത്, അതായത് പാർട്ട്ണർഷിപ്പ് ഫോമിന്റെ ബെനിഫിറ്റിന് വേണ്ടി ആയിരിക്കണം.
ആരെയാണോ പറഞ്ഞു വിടുന്നത് അവന് നോട്ടീസ് കൊടുക്കണം, അവന് പറയാനുള്ളത്. ഇതിന്റെ പേരാണ് ഓഡി ഓൾട്ടറം പാർട്ടം എന്ന് പറയുന്നത്. ഓഡി ഓൾട്ടറം പാർട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം ഇതല്ലാതെ ഈ കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്യാതെയാണ് നിങ്ങൾ ഒരാളെ പറഞ്ഞു വിടുന്നതെങ്കിൽ ആ എക്സ്പെൽഷൻ ഇൻവാലിഡ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഇൻസോൾവൻസി ആണ്. ഇൻസോൾവൻസി ആയാൽ കണ്ടിന്യൂ ആകാൻ പറ്റില്ല. കോടതി ഉത്തരവ് നൽകുന്നു, അന്ന് കണ്ടിന്യൂ ആകാൻ പറ്റില്ല. അഡ്ജുഡിക്കേഷൻ. ഇയാൾ ഇൻസോൾവെന്റ് ആയതിനു ശേഷം ഫേം എന്ത് ചെയ്താൽ ഇയാളും ലയബിൾ അല്ല, ഇയാൾ എന്ത് ചെയ്താലും ഫേമും ലയബിൾ അല്ല. അതിനുശേഷം ലയബിലിറ്റി ഓഫ് ദ എസ്റ്റേറ്റ് ഓഫ് ദ ഡിസീസ്ഡ് പാർട്ണർ ആണ് കാറ്റഗറി എ ആണ്. എന്താണ് കാറ്റഗറി എ വരാൻ കാരണം? ഇവിടെ നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നോർമലി ഡിസൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ഡെത്ത് ആണ്. ഇൻസോൾവൻസി ഈസ് ഈക്വൽ ടു നോർമൽ ഡെത്ത് ഈസ് ഈക്വൽ ടു ഡിസൊല്യൂഷൻ ആണ്. ഇൻസോൾവൻസി ഈസ് ഈക്വൽ ടു ഡിസൊല്യൂഷൻ ആണ്. പക്ഷേ രണ്ട് പാർട്ട്നേഴ്സ് അല്ലാത്തുള്ള എല്ലാ സാഹചര്യത്തിലും അവർക്ക് എന്ത് ചെയ്യാം? ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനുള്ള എല്ലാ റൈറ്റും അവർക്കുണ്ട്. പബ്ലിക് നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചർ ലയബിലിറ്റി, അത് ആക്റ്റീവ് പാർട്ട്നേഴ്സ് മരിച്ചു പോവുകയാണെങ്കിലും പബ്ലിക് നോട്ടീസിന്റെ ആവശ്യം വരില്ല. ഓക്കെ. നെക്സ്റ്റ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ്. ഇതൊക്കെ ചെറിയ 2 മാർക്കിന് DT ഒക്കെ ചോദിക്കും. അപ്പോൾ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സിന് കോപ്പറേറ്റിംഗ് ബിസിനസ് ചെയ്യാം. ഇനി റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഈ 3 കാര്യം ഒരിക്കലും തന്നെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് 37-ല് പാർട്ട്ണർഷിപ്പ് ഫോം എന്നൊരു പാർട്ട്ണറെ പിരിഞ്ഞു പോയാലോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്തോ അവർക്ക് കൊടുക്കാനുള്ള അസെറ്റ് കൊടുക്കാതെ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ചെയ്യാതെയാണ് അവരെ പറഞ്ഞു വിടുന്നതെങ്കിൽ പിന്നീട് ഇപ്പൊ മരിച്ചു പോയതാണെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിനോ അല്ലെങ്കിൽ എന്താ ചെയ്യുക, അവർക്ക് തന്നെ വന്നിട്ട് അസെറ്റിന്റെ ഷെയർ പ്ലസ് ഇൻട്രസ്റ്റ് 6% ചോദിക്കാം. അല്ലെങ്കിൽ പിരിഞ്ഞു പോയ അന്ന് തൊട്ട് ചോദിക്കുന്ന അന്ന് വരെയുള്ള പ്രോഫിറ്റ് എത്രയായിട്ടുണ്ടോ അതിന്റെ പെർസെന്റേജ് അവർ ഉണ്ടായിരുന്നെങ്കിൽ എത്ര കിട്ടുമായിരുന്നോ അത് തന്നെ ചോദിക്കാൻ പറ്റും. ഓക്കെ. അതിനുശേഷം 38-ല് പാർട്ട്ണർഷിപ്പ് ഫോമില് ഗ്യാരണ്ടി, കണ്ടിന്യൂ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോൺട്രാക്റ്റിൽ പഠിക്കുന്ന കണ്ടിന്യൂ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫോമിൽ ചേഞ്ച് ആവുന്നതോടുകൂടി അതെല്ലാം അവസാനിക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് 3ാമത്തെ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് വൺ യൂണിറ്റ് നമ്പർ 3 ആണ്. യൂണിറ്റ് നമ്പർ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, എന്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? കുറച്ച് സ്പീഡ് ആയതുകൊണ്ട് ഉറങ്ങരുത്. കുറച്ചായിട്ട് കാണുക. ഓക്കെ, ഓർത്ത് വെക്കാം. ഫസ്റ്റ് ചോദ്യം രജിസ്ട്രേഷനെ കുറിച്ചാണ്. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ലോയിൽ മാൻഡേറ്ററി ആണ്, ഇന്ത്യൻ ലോയിൽ ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്തില്ലെങ്കിൽ പനിഷ്മെന്റ് ഒന്നും തന്നെ ഇല്ല. അപ്ലിക്കേഷൻ കൊടുക്കണം. അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പേര് സെലക്ട് ചെയ്യുമ്പോൾ ഈ പേരുകളൊന്നും തന്നെ നിങ്ങൾ ഇടരുത്. അതിനുശേഷം ചില പേരുകളിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം. പാർട്ട്ണർഷിപ്പ് പ്യൂർലി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓറിയന്റഡ് ആണ്. അല്ലെങ്കിൽ പോസ്റ്റിംഗ് അയക്കുക, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കൊണ്ടേ കൊടുക്കാം. ഈ അപ്ലിക്കേഷനിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ഫോമിന്റെ പേര്, പ്ലേസ് ഓഫ് ബിസിനസ്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, പാർട്ട്നേഴ്സ് എപ്പോഴാണ് ജോയിൻ ചെയ്തത്, അവരുടെ ഫുൾ പെർമനന്റ് അഡ്രസ്, കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ഈ പറഞ്ഞ അപ്ലിക്കേഷൻസ് എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് മാൻഡേറ്ററി ആണ്. എല്ലാം ഓക്കെ ആണെങ്കിൽ രജിസ്ട്രാർ നമ്മൾക്ക് എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നമ്മൾക്ക് ഇഷ്യൂ ചെയ്യും. ഇനി നിങ്ങൾ അപ്ലിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ടാണ് നിങ്ങൾ അയച്ചു കൊടുത്തതെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുത്ത ഡേറ്റ് ഈസ് കോൾഡ് ആസ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്, അതായത് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്നാണ് കൊടുത്തത്. ആക്ച്വലി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് 10 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഡോക്യുമെന്റ്സ് എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഫോം രജിസ്ട്രേഷൻ ചെയ്ത പോലെയാകും. ഇറ്റ് മീൻസ് യു ക്യാൻ ഫയൽ എ കേസ് അഗൈൻസ്റ്റ് തേർഡ് പാർട്ടി. നെക്സ്റ്റ് കോൺസിക്വൻസസ്. ഒരു പക്ഷേ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺസിക്വൻസസ് ഉണ്ട്. ഒന്ന്, തേർഡ് പാർട്ടിക്ക് അഗേൻസ്റ്റ് കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അതേപോലെ തേർഡ് പാർട്ടി ആയിട്ട് ക്ലെയിം സെറ്റ് ഓഫ് ചെയ്യാനും പറ്റത്തില്ല. നെക്സ്റ്റ്, ഒരു പാർട്ട്ണറിന് മറ്റേ പാർട്ട്നേഴ്സിന് അഗേൻസ്റ്റോ ഫേമിന് അഗേൻസ്റ്റ് കേസ് കൊടുക്കാനും പറ്റത്തില്ല. പക്ഷെ തേർഡ് പാർട്ടിക്ക് ആർക്ക് അഗേൻസ്റ്റ് വേണമെങ്കിലും കേസ് കൊടുക്കാം. നെക്സ്റ്റ്, ഈ താഴെ പറയുന്ന 5 കാര്യങ്ങളും പാർട്ട്ണർഷിപ്പ് ഫോം രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്കും രജിസ്ട്രേഷൻ ചെയ്തവർക്കും ഒരേപോലെ അപ്ലിക്കബിൾ ആകും. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്ക് അഗേൻസ്റ്റ് കേസ് കൊടുക്കാം. തേർഡ് പാർട്ടിക്ക് നിങ്ങൾക്ക് അഗേൻസ്റ്റ് കേസ് കൊടുക്കാം, ഫോമിന് അഗേൻസ്റ്റ് പ്രശ്നമില്ല. നെക്സ്റ്റ്, ഡിസൊല്യൂഷന് വേണ്ടി കേസ് കൊടുക്കാം, കോടതിയിൽ പ്രശ്നമില്ല. അതേപോലെ അക്കൗണ്ട് സെറ്റിൽമെന്റിനും കേസ് കൊടുക്കാം. റിയലൈസേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി, സെയിൽ ഓഫ് ദ പ്രോപ്പർട്ടി, സർപ്ലസ് ഡിസ്ട്രിബ്യൂഷനും കേസ് കൊടുക്കാം. നെക്സ്റ്റ്, ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആയ അയാൾക്ക് അവകാശപ്പെട്ട അസെറ്റ് ഫോമിലുണ്ടെങ്കിൽ അത് റിസീവറിനും അസൈനിക്ക് ചോദിച്ച് വാങ്ങിക്കാം. സെറ്റ് ഓഫ് മാക്സിമം 100 രൂപ വരെയുള്ള നമുക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീഗൽ റെപ്രസെന്റേറ്റീവിന് തങ്ങൾക്ക് അവകാശപ്പെട്ട, തങ്ങളുടെ ഫാമിലിക്ക് അവകാശപ്പെട്ട അക്കൗണ്ട് റിയലൈസ് ചെയ്തിട്ട് സർപ്ലസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും കേസ് കൊടുക്കാം. നെക്സ്റ്റ്, ഇനി ഒരു രജിസ്റ്റേർഡ് ഫോം തേർഡ് പാർട്ടി അഗേൻസ്റ്റ് കേസ് കൊടുക്കുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കുക. ഇത് 69 സബ്സെക്ഷൻ 2-ൽ അത് പറയുന്നുണ്ട്. 2 കാര്യം പറയുന്നത്. 1, കേസ് കൊടുക്കുന്നത് ഫോമിന്റെ പേരിലാക്കണം. 2, കേസ് കൊടുക്കുന്ന സമയത്തുള്ള പാർട്ട്നേഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം എവിടെ വേണം? രജിസ്ട്രാർ ഓഫ് ഫോംസിന്റെ രജിസ്റ്ററിൽ വേണം. ഈ 2 ക്രൈറ്റീരിയ, രജിസ്റ്റേർഡ് ഫോമിന് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ തേർഡ് പാർട്ടിക്ക് അഗേൻസ്റ്റ്. അപ്പൊ ഈ 2 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പൊ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പാർട്ട്ണറിന്റെ പേര് ഇല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫേം എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സും ഇവിടെ വരും, ഓർത്ത് വെക്കും. നെക്സ്റ്റ്, ഡിസൊല്യൂഷൻ ആണ്. 2 ടൈപ്പ് ഓഫ് ഡിസൊല്യൂഷൻ നമ്മൾ നോക്കി. ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഉണ്ട്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. പാർട്ട്നേഴ്സ്, ഒരു പാർട്ട്ണറിന് ബാക്കി പാർട്ട്നേഴ്സുമായിട്ട് റിലേഷൻഷിപ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇനി എല്ലാ പാർട്ട്നേഴ്സും പരസ്പരം നിർത്തി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കാം.
നെക്സ്റ്റ് 2 ടൈപ്പ് ഓഫ് ഡിസൊല്യൂഷൻ ഉണ്ട്. കോടതിയുടെ ഇടപെടൽ ഇല്ലാതെ, കോടതിയുടെ ഇടപെടലോട് കൂടി. പാർട്ട്നേഴ്സിന് പരസ്പരം എഗ്രിമെന്റ് ചെയ്ത് ബിസിനസ് ക്ലോസ് ചെയ്യാം. ഇനി ചില സാഹചര്യങ്ങളിൽ കമ്പൽസറി ഡിസൊല്യൂഷൻ ചെയ്യണം. എല്ലാ പാർട്ട്നേഴ്സും ഇൻസോൾവെന്റ് ആകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്താണ് അൺലോഫുൾ ആയിട്ട് പ്രഖ്യാപിക്കുന്നു. പക്ഷെ ഒന്നിൽ കൂടുതൽ ബിസിനസ് ഉണ്ടായിരിക്കെ ഒരെണ്ണം അൺലോഫുൾ ആയ ബിസിനസ് നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് ചില കണ്ടീജൻസി, ഒരു ഫിക്സ്ഡ് ടേം ആണെങ്കിൽ ടേം കഴിയുമ്പോൾ അവസാനിക്കാം. ഇനി ഒരു ബിസിനസ് ആണെങ്കിൽ ബിസിനസ് കഴിയുമ്പോൾ അവസാനിക്കാം. 2 പാർട്ട്നേഴ്സ് ഉണ്ട്, ഒരാൾ മരിച്ചു പോയാലോ, 2 പാർട്ട്നേഴ്സ് ഉണ്ട്, ഒരാൾ ഇൻസോൾവെന്റ് ആയാലോ. നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് ആയിട്ട് വില്ലിൽ നോട്ടീസ് കൊടുത്ത ഡിസൊല്യൂഷൻ ചെയ്യാം. വാട്ട് ഈസ് ദ ഡേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഡിസൊല്യൂഷൻ ബൈ ദ കോഡ്. പാർട്ട്നേഴ്സ് അൺസൗണ്ട് മൈൻഡ്, ഇൻസാനിറ്റി ആയാൽ, പെർമനന്റ് ഇൻകപ്പാസിറ്റി, ഇതിന് അണ്ടറുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി പ്രശ്നമില്ല. പെർമനന്റ് ഇൻകപ്പാസിറ്റി ഫിസിക്കൽ ആയിരിക്കണം. നെക്സ്റ്റ് മിസ്കണ്ടക്ട് ചെയ്താൽ, എല്ലാ മിസ്കണ്ടക്റ്റും എന്താണ്, മിസ്കണ്ടക്ട് ആയിരിക്കില്ല. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് 2 മാർക്കിന് ഏതൊരു ചോദ്യം ചോദിക്കാനും സാധ്യതയുണ്ട്. 2 പോയിന്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും. കണ്ടിന്യൂസ് എംബേസിന് തട്ടിപ്പ് ചെയ്യുക, എറർ അക്കൗണ്ട് കീപ്പ് ചെയ്യുക, ക്യാഷ് ട്രാൻസാക്ഷൻസ് കൂടുതൽ ചെയ്യുക ബാങ്ക് ട്രാൻസാക്ഷൻസിനെക്കാളും, റിക്വസ്റ്റ് അതായത് കുറെ പ്രാവശ്യം അക്കൗണ്ട് ചോദിച്ചിട്ടും കൊടുക്കാതിരിക്കാം. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് തങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് സെക്ഷൻ 29 പ്രകാരം ട്രാൻസ്ഫർ ചെയ്താൽ അത് മെജോറിറ്റി ഷെയർ ഉള്ള ആളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളുടെ ഷെയർ കോടതി എന്താ പറയാ ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലോ എല്ലാം അത് ഡിസൊല്യൂഷന് കാരണമാകാം എന്ന് മാത്രം. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലോസ്, കറന്റ് ലോസും ഫ്യൂച്ചർ ലോസും തന്നെയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ക്ലോസ് ദ ബിസിനസ്. ഇനി ഇല്ലെങ്കിൽ 4 റീസൺസിനും ജസ്റ്റ് ഇഫ് ഇറ്റ് ഈസ് എന്താ പറയാ കോടതിക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും, ഡിസൊല്യൂഷൻ ഓർഡർ ചെയ്യാൻ പറ്റും. അതിനുശേഷം എന്താ പറയുക ലയബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡിസൊല്യൂഷന് ശേഷം ഒറ്റ കാര്യമേ ഉള്ളൂ. ഡിസൊല്യൂഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം പുതിയ ട്രാൻസാക്ഷൻസ് എൻറ്റർ ചെയ്യരുത്. പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഫേം റെസ്പോൺസിബിൾ ആണ്. പബ്ലിക് നോട്ടീസ് കൊടുത്താൽ ഫേം റെസ്പോൺസിബിൾ അല്ല. പക്ഷേ ഈ 3 പേരുടെ കാര്യത്തിന് നോട്ടീസ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഫേം റെസ്പോൺസിബിൾ ആയിരിക്കില്ല, ഇവരും റെസ്പോൺസിബിൾ ആയിരിക്കില്ല. നമുക്ക് ക്രോസ് നോക്കാം. 46 പഠിക്കുന്നത് എന്താ പറയാ റൈറ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ് ടു ഹാവ് ദ ബിസിനസ് വൂണ്ട് അപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, അസെറ്റ് റിയലൈസ് ചെയ്തത് കൊടുക്കാനൊക്കെ എല്ലാം കൊടുത്തിട്ട് സർപ്ലസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. അത് പാർട്ട്നേഴ്സ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സിന് കേസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവിന് ബാക്കി പാർട്ട്നേഴ്സിന് അഗേൻസ്റ്റ് കേസ് കൊടുക്കാൻ പറ്റും. അതിനുശേഷം വൈൻഡിങ് അപ്പ് ആകുന്ന സമയം വരെ ഇവർ ആര് തന്നെയാണ്, ഇവർ പാർട്ട്നേഴ്സ് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസം അവിടെ ഉണ്ടായിരിക്കില്ല. കണ്ടിന്യൂയിങ് അതോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഫോർ ദ പർപ്പസ് വൈൻഡിങ് അപ്പ് എന്താണ് അവർക്ക് ചെയ്യാം, ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് 48 പഠിക്കുന്നത് മോഡ് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ ലോസ് ആണെങ്കിൽ ആദ്യം നമ്മൾ പ്രോപ്പർട്ടിയിൽ നിന്ന് എടുക്കും, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എടുക്കും, അതും തികഞ്ഞില്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നമ്മൾ എടുക്കും. ഇനി അസെറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സിനെ സെറ്റ് ഓഫ് ചെയ്യും, നമ്മൾ പാർട്ട്നേഴ്സിന് അഡ്വാൻസ് ആണ് അത് തിരിച്ചു കൊടുക്കും, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുക്കും. ഇത് കൊടുത്തതിന് ശേഷവും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കും. നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് ഫോമിന്റെ അസെറ്റ് ആദ്യമേ പാർട്ട്ണർഷിപ്പ് ഫോമിന്റെ ഡെറ്റിന് വേണ്ടിയും ബാക്കിയുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് കൊടുക്കാം. ഇനി പാർട്ട്ണറിന്റെ സെപ്പറേറ്റ് പ്രോപ്പർട്ടി എപ്പോഴും പാർട്ട്ണറിന്റെ ലയബിലിറ്റി തീർക്കാനും എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഫോമിന്റെ ലയബിലിറ്റി വന്നാൽ അവർക്കും കൊടുക്കാം. അതിനുശേഷം ഡിഫറൻസ് ആയിരുന്നു പാർട്ട്ണർഷിപ്പിന്റെയും കോ ഓണർഷിപ്പിന്റെയും ഡിഫറൻസ് നമ്മൾ നോക്കി. ഇത് ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ വായിക്കാം. പാർട്ട്ണർഷിപ്പും കമ്പനിയെ കുറിച്ച് നോക്കാം. അതിനുശേഷം പാർട്ട്ണർഷിപ്പും HUF നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, കർത്തനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പും ക്ലബും, ഇത് ക്ലബിൽ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചാരിറ്റബിൾ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് തുടങ്ങുക. പാർട്ട്ണർഷിപ്പും അസോസിയേഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ പാർട്ട്ണർഷിപ്പിന്റെ ഒരു റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മാരത്തോണിലെ നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 5 ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008. നമ്മൾ ഇതിനകത്ത് DTQ ക്വസ്റ്റൻസും അതേപോലെ തന്നെ ATQ ക്വസ്റ്റൻസും ഒരേപോലെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കൂടുതലും എക്സ്പെക്ടേഷൻ നമ്മുടെ DTQ തന്നെയാണ്. ഓക്കെ, പക്ഷെ എന്നാലും ഞാൻ ATQs എങ്ങനെ വരുന്ന വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് LLP, അത് തന്നെയാണ് ചോദ്യം. അപ്പൊ എന്ത് വന്നാലും ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. നമുക്കറിയാം LLP എന്ന് പറഞ്ഞത് പാർട്ട്ണർഷിപ്പ് ഫോമിന്റെയും അതേപോലെ തന്നെ കമ്പനീസ് ആക്ടിന്റെയും ഒരു ഹൈബ്രിഡ് സ്ട്രക്ചറിന്റെ പേരാണ് എന്ത് LLP എന്ന് പറയുന്നത്. അപ്പൊ LLP ക്രിയേറ്റ് ആവുക പാർട്ട്നേഴ്സ് പരസ്പരം സെയിം ആസ് എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് ഫോം ക്രിയേറ്റ് ആയത്, അതേപോലെ തന്നെ പാർട്ട്നേഴ്സ് ഒരുമിച്ച് വന്നിട്ട് അവരൊരു എഗ്രിമെന്റ് എൻറ്റർ ചെയ്തിട്ട് ആ എഗ്രിമെന്റിലാണ് അവർ പാർട്ട്ണർഷിപ്പ് ഫോം പോലെ തന്നെ LLP ക്രിയേറ്റ് ആകുക. എഗ്രിമെന്റിന്റെ പേരാണ് എന്താ പറയുക, LLP എഗ്രിമെന്റ് നമ്മൾ പറയും. ഇത് കോർപ്പറേറ്റ് സ്ട്രക്ചർ, അതായത് കമ്പനിയുടെയും അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫോമിന്റെയും ഒരു ഹൈബ്രിഡ് ആണ്. ഓക്കെ, മിക്സ്ചർ ആണ്. പെർസെന്റേജ് 50-50 എന്ന് പറയാൻ പറ്റത്തില്ല, മിക്സ്ചർ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ക്യാരക്ടർ നമ്മൾ പറഞ്ഞു. ക്യാരക്ടർ 2 ടൈപ്പ് ചോദ്യങ്ങൾ ഫുള്ള് 16 പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സ് എടുത്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറയും. ഓക്കെ, 16 ക്യാരക്ടർ ഉണ്ട്. അതിനകത്ത് 16 ക്യാരക്ടറിന്റെ പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. LLP ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫീച്ചർ ഉണ്ട്, പെർപെക്ച്വൽ സക്സഷൻസ് ആണ്. മെമ്പേഴ്സ് വന്നാലും പോയാലും ഒരിക്കലും അത് LLPയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കില്ല. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, പാർട്ട്നേഴ്സും LLP എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. മ്യൂച്വൽ ഏജൻസി ഉണ്ട്. ആര് തമ്മിലാണ് മ്യൂച്വൽ ഏജൻസി ഉള്ളത്? LLPയും പാർട്ട്നേഴ്സും തമ്മിലാണ്.
ഒരു രീതിയിൽ എന്താണ്, ഒരു പാർട്ട്ണർ എന്തെങ്കിലും ചെയ്താൽ ബാക്കി പാർട്ട്നേഴ്സിനെ ബാധിക്കില്ല. LLPയും പാർട്ട്നേഴ്സും മാത്രം തമ്മിലാണ് ഏജൻസി ഉള്ളത്. LLP എഗ്രിമെന്റ് ഉണ്ട്. അതായത് പാർട്ട്നേഴ്സ് എന്താണ്, പാർട്ട്നേഴ്സ് കൃത്യമായിട്ട് തന്നെ അവർ പരസ്പരം എഗ്രിമെന്റ് ചെയ്തിട്ട് അവർ എൻറ്റർ ചെയ്യും, ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യും. കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ പാർട്ട്നേഴ്സിനെല്ലാം ഗവേൺ ചെയ്തത് LLP എഗ്രിമെന്റ് ആണ്. നമ്മുടെ കമ്പനി പോലെ മെമ്മോറാണ്ടം, ആർട്ടിക്കൽസ്, കൺസെപ്റ്റ് ഒന്നുമില്ല. ഇതും സെപ്പറേറ്റ്ലി ചോദിക്കും. ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. ഇതെല്ലാത്തിന്റെ മിക്സഡ് ആട്ടോ. കോമൺ സീൽ മാൻഡേറ്ററി അല്ല. അതിനുശേഷം ലയബിലിറ്റി എന്താണ്, ലിമിറ്റഡ് ആണ്. പാർട്ട്നേഴ്സിന് ലയബിലിറ്റി ലിമിറ്റഡ്. എന്തിനോട് ലിമിറ്റഡ് ആണ്? തങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനോട് എന്താണ്, ലിമിറ്റഡ് ആണ്. അതിനുശേഷം ബിസിനസ് മാനേജ് ചെയ്യുന്ന ആരാണ്? ഇവിടെ പാർട്ട്നേഴ്സും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന റോളാണ്. അതിനുശേഷം മിനിമം എത്ര പാർട്ട്നേഴ്സ് വേണം? മിനിമം 2 പാർട്ട്നേഴ്സ് വേണം. മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സിന് ലിമിറ്റേഷൻസ് ഇല്ല. ഈ പാർട്ട്നേഴ്സിൽ മിനിമം 2 ആൾക്കാർ, അവർ ഇൻഡിവിജ്വൽസ് ഉള്ളവർ, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കണം. അതിൻ്റെ അകത്ത് ഒരാൾ ആരായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം. ഈ ഒരു കാര്യം മാത്രം എപ്പോഴും നോട്ട് ചെയ്ത് വെക്കാം. LLPയിൽ എപ്പോഴും അതിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് ബിസിനസ് ഫോർ പ്രോഫിറ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ പഠിച്ച കൺസെപ്റ്റ് പോലെ തന്നെ ഒരിക്കലും ചാരിറ്റബിൾ ബിസിനസ്സിന് വേണ്ടി എന്ത് ചെയ്യരുത്, ചാരിറ്റബിൾ ആക്ടിവിറ്റിക്ക് വേണ്ടി LLP തുടങ്ങരുത്. നെക്സ്റ്റ് ഈ 12, 13, 14 കോംപ്രമൈസും അറേഞ്ച്മെന്റും കാര്യങ്ങളെല്ലാം നിങ്ങൾ CA ഇന്ററിൽ പഠിക്കും. ഇൻവെസ്റ്റിഗേഷനും ചെയ്യാൻ പറ്റും, കൺവേർഷനും ചെയ്യാൻ പറ്റും. കൺവേർഷൻ ഷെഡ്യൂൾ നമ്പർ 2, 3, 4. നെക്സ്റ്റ് ഫയലിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മൾ MCAയുടെ വെബ്സൈറ്റിലൂടെയാണ്, എല്ലാം ഓൺലൈനിൽ കൂടെ ആയിരിക്കും. ഇതൊന്ന് സെപ്പറേറ്റ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാറ്റി വെക്കണം. ഫോറിൻ LLP എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു LLPയുടെ പേരാണ് ഫോറിൻ LLP എന്ന് പറയുന്നത്. ഓക്കെ, ഫോറിൻ LLPക്ക് ആരാകാം? ഇന്ത്യൻ LLPയിലെ പാർട്ണർ ആവുകയും ചെയ്യും. അഡ്വാൻറ്റേജസ് നോർമലി ചോദിക്കാറില്ല, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അഡ്വാൻറ്റേജസ് എന്താണ്? ഈസി ടു ഫോം ആണ്, ഈസി ടു വൈൻഡിങ് അപ്പ്. ഓക്കെ, നെക്സ്റ്റ് ആണ് 2(1)D ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. 2 clause 1 sub clause D എന്ന് പറയുന്നത് ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 കാര്യങ്ങൾ വരും. ഏതൊക്കെ വരും? ഇന്ത്യയിൽ ഒരു കമ്പനി, അതായത് 2013 അണ്ടറിലോ, കുറച്ച് ഞാൻ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി. ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 2013ലോ 1956ലോ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി പ്ലസ് LLP ഇൻ ഇന്ത്യ, LLP ഔട്ട്സൈഡ് ഇന്ത്യ, ഫോർത്ത് വൺ ഫോറിൻ കമ്പനി. പക്ഷെ കോർപ്പറേഷൻ സോളോ, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസോ, അതേപോലെ തന്നെ ഇനി സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന ഒരു അതോറിറ്റീസോ എന്തായിട്ട് വരില്ല, ഒരിക്കലും തന്നെ ബോഡി കോർപ്പറേറ്റ് ആയിട്ട് വരില്ല. നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ ആണ്. 80ക്ക് നല്ല ചാൻസ് ഉണ്ട്, പക്ഷെ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. നോർമലി ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ തൊട്ട് മാർച്ച് 31 വരെയാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ വരിക. ഓക്കെ, അത് കമ്പനീസിന് വേണമെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ മാറ്റാം, കമ്പനീസിന് അത് വേണമെങ്കിൽ കാലണ്ടർ ഇയർ ആക്കാം, അല്ലെങ്കിൽ ഒരു 6 മന്തിൽ ഫൈനാൻഷ്യൽ ക്ലോസിംഗ് ആക്കാം. അതെല്ലാം അപ് ടു ദ കമ്പനിയാണ്. പക്ഷേ സെൻട്രൽ ഗവൺമെന്റിന് പെർമിഷൻ വേണം. ഹോൾഡിംഗ് സബ്സിഡറി കമ്പനി ക്രൈറ്റീരിയയിൽ മാത്രമേ അത് അപ്ലിക്കബിൾ ആവുകയുള്ളൂ. പക്ഷെ LLPക്ക് ആ ഒരു ക്രൈറ്റീരിയ ഇല്ല കേട്ടോ. കാരണം LLPയുടെ എപ്പോഴും ഇൻകം ടാക്സ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് ഇയർ കാൽക്കുലേഷൻ ചെയ്യുക. ഏപ്രിൽ ടു മാർച്ച് 31 എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഏപ്രിൽ ടു ഒക്ടോബറിന് മിഡിൽ, അതായത് സെപ്റ്റംബർ 30 മുമ്പ് ഇൻകോർപ്പറേറ്റ് ചെയ്ത LLPയുടെ ഫൈനാൻഷ്യൽ ഇയർ ഫോളോവിംഗ് ഇയർ ആയിരിക്കും. അതിനുശേഷം ഉള്ളതിന് നെക്സ്റ്റ് ഫോളോവിംഗ് ഇയർ ആയിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് LLP എഗ്രിമെന്റ് ആണ്. അതിന് പാർട്ട്നേഴ്സ് എഗ്രിമെന്റ് ആണ്. നെക്സ്റ്റ് സ്മോൾ LLP പ്രാവശ്യം ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ടെന്ന് എന്താ പറയാ, ഇവിടെ അസ്യൂം ചെയ്യുന്നുണ്ട്. കാരണം നല്ല പോസിറ്റീവ് ആയിട്ട് ATക്ക് ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സ്മോൾ കമ്പനി മനസ്സിലാക്കിയാൽ സ്മോൾ LLP ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ സ്മോൾ LLP എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഈ ടോട്ടൽ എന്ന് പറയുമ്പോൾ LLP തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് പറയും. ടോട്ടൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 25 lakhs ഓർ അതിന്റെ താഴെ വേണം. ആൻഡ് ദാറ്റ് വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എന്ന് പറയുന്നത് അതിന്റെ ഈ ടേൺ ഓവർ നോർമൽ എവിടെ കാണാൻ സാധിക്കുക? നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ടേൺ ഓവർ കാണിക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ ഈ ടേൺ ഓവർ ഈ LLPയുടെ കാര്യത്തിൽ മാത്രം അക്കൗണ്ടിന് കുറച്ച് പേര് വ്യത്യാസമുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസി, അത് അക്കൗണ്ടിന്റെ പേര് മാത്രമാണ്. അവിടെ പ്രീവിയസ് ഇയറിന്റെ 40 lakhs അതിന് താഴെയാണെങ്കിൽ, ഇങ്ങനത്തെ 2 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അതൊരു സ്മോൾ LLP ആവുകയുള്ളൂ. ഇതല്ലാതുള്ള ഒരു ക്രൈറ്റീരിയക്ക് വേണമെങ്കിലും എന്താണ്, സെൻട്രൽ ഗവൺമെന്റിന് ഒരു LLPനെ സ്മോൾ LLP ആക്കാം. നെക്സ്റ്റ് 5, 6, 7 ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 5 എന്ന് പറയുമ്പോൾ മിനിമം ആർക്കൊക്കെ പാർട്ട്നേഴ്സ് ആകാം? ഇൻഡിവിജ്വൽസിനും ആകാം, ബോഡി കോർപ്പറേറ്റ്സിനും ആകാം. ഇന്നത്തെ ഇൻഡിവിജ്വൽസ് അൺസൗണ്ട് മൈൻഡ് ആയിരിക്കരുത്, ഇൻസോൾവെന്റ് ആയിരിക്കരുത്, ഇൻസോൾവെന്റ് അപ്ലിക്കേഷൻസ് പെൻഡിങ് ഉള്ള ആൾക്കാരും ആയിരിക്കും. പെൻഡിങ് ഉള്ള ആൾക്കും പാർട്ട്ണർ ആകാൻ പറ്റില്ല. നെക്സ്റ്റ് മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇപ്പോഴും എത്രയാണ്? മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് 2 ആണ്. 2ൽ കൂടുതൽ ആൾക്കാർ കുറയുകയും അതിനുശേഷം 6 മാസം അതുവരെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആണ്. എന്താണ്? യു ക്യാൻ ഫൈൻഡ് ഔട്ട് എ റൈറ്റ് പേഴ്സൺ ആസ് യുവർ പാർട്ട്ണർ. അതിനുള്ളിൽ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ 6 മാസത്തിന് ശേഷം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ പേഴ്സണലി ലയബിൾ ആയിരിക്കും. ഇതൊരു ലൂപ്പ് ഹോൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല.
നെക്സ്റ്റ് ഡി പീസ് എന്ന് പറഞ്ഞാൽ മിനിമം 2 ഡി പീസ് വേണം. അവർ പാർട്ട്നേഴ്സ് ആയിരിക്കണം, ഇൻഡിവിജ്വൽസ് ആയിരിക്കണം, അതിൻ്റെ അകത്ത് ഒരാൾ റെസിഡന്റ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞു ATQs വരാൻ സാധ്യതയുള്ളത് റെസിഡന്റിന്റെ ബേസിസിലാണ്. ഇനി എല്ലാവരും ബോഡി കോർപ്പറേറ്റ്സോ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് പ്ലസ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ നമുക്ക് ഈ ബോഡി കോർപ്പറേറ്റ്സിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ ആരാക്കാം, പാർട്ട്ണറായിട്ട് മാറ്റാം. അതിനുശേഷം സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഇൻകോർപ്പറേഷൻ ഓഫ് LLP ആണ്. സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാം. അതിനകത്ത് ഇൻകോർപ്പറേഷൻ ഓഫ് LLP ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പേര് സെലക്ട് ചെയ്യുന്നു. രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിനിമം 2 ആൾക്കാർ വെച്ച് ബിസിനസ് ചെയ്യുന്നു. അവർ ലോഫുൾ ബിസിനസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് നമ്മൾ രജിസ്ട്രാർ ഓഫ് LLP എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലേക്ക് ഫയൽ ചെയ്യുക. ഈ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്തിരിക്കണം. ഇൻകോർപ്പറേഷന്റെ സമയത്തുള്ള മിനിമം 2 പാർട്ട്നേഴ്സ് സൈൻ ചെയ്തിരിക്കണം. കൂടുതലുണ്ടെങ്കിൽ എല്ലാവരും സൈൻ ചെയ്തിരിക്കണം. ഈ അപ്ലിക്കേഷൻസ് നമ്മൾ എന്തൊക്കെ കൊടുക്കണം? അപ്ലിക്കേഷൻസിൽ നമ്മൾ ആദ്യമേ LLPയുടെ പേര് മെൻഷൻ ചെയ്യണം. ആരെ പേര് തരുന്നത്? MCA. രണ്ടാമത് ബിസിനസ് എന്താണ്, അഡ്രസ്സ്, പാർട്ട്നേഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ്, DPസിന്റെ ഫുൾ ഡീറ്റെയിൽസ്. രണ്ടാമത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിരിക്കണം. ആ സ്റ്റേറ്റ്മെന്റ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിന്റെ കൂടെയാണ് നമ്മൾ കൊടുക്കുക. ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ മൂലം, സത്യവാങ്മൂലം നമ്മൾ പറയുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ്. ആരൊക്കെ സൈൻ ചെയ്യണം? ഒന്ന് CA, CMA, CS ഇൻ പ്രാക്ടീസ് ആരാണോ, അഡ്വക്കേറ്റ് ആരാണോ ഈ LLP ഇൻകോർപ്പറേഷൻ ചെയ്യാൻ സഹായിക്കുന്ന അവരും, പ്ലസ് ഈ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ സൈൻ ചെയ്ത ഒരു പാർട്ട്ണർ ആസ് റെപ്രസെന്റിങ് ഓൾ അതർ പാർട്ട്നേഴ്സ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഈ ആക്ടിലെയും റൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? LLP റൂൾസ് 2009 എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ആരറിയിക്കുകയാണ്? രജിസ്ട്രാർ അറിയിക്കുക. നാളെ ഇത് നിങ്ങൾ തെറ്റാന്ന് അറിഞ്ഞിട്ടും കൊടുത്തതാണ്, അല്ലെങ്കിൽ പ്യോർ നെഗ്ലിജൻസിലൂടെ കൊടുത്തതാണെങ്കിൽ 2 വർഷം വരെ ജയിലിൽ പോകും. ആൻഡ് 10,000 രൂപ മിനിമം പെനാൽറ്റി പെർ ഹെഡ്, 5 ലക്ഷം രൂപ വരെ പെനാൽറ്റി പോകും. ഓർത്തു വെക്കാം. സ്റ്റെപ്പ് നമ്പർ 3 എല്ലാ ഡോക്യുമെന്റ്സും പെർഫെക്റ്റ് ആണെങ്കിൽ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് 14 ദിവസത്തിനകം രജിസ്ട്രാർ റീറ്റെയിൻ ചെയ്യും, അതായത് ഹോൾഡ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്ത പേരിൽ, നിങ്ങൾ കിട്ടിയ പേരിൽ നൽകും. ഓക്കെ. ഈ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക രജിസ്ട്രാറിന്റെ സീലിലായിരിക്കും. ഇതായിരിക്കും കൺക്ലൂസീവ് എവിഡൻസ്, അതായത് നിങ്ങളുടെ LLP ഇൻകോർപ്പറേഷൻ ചെയ്തു എന്നതിന്റെ തെളിവ് എന്ന് പറയുന്നത് ഈ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ആയിരിക്കും. അതിനുശേഷം രജിസ്റ്റേർഡ് ഓഫീസ് ആണ്. എല്ലാ LLPക്കും എന്ത് വേണം? ദേ മസ്റ്റ് ഹാവ് എ രജിസ്റ്റേർഡ് ഓഫീസ് വേണം. എന്തിനു വേണ്ടിയാ? എല്ലാ കമ്മ്യൂണിക്കേഷൻസും നോട്ടീസസും റിസീവ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം LLPക്കോ പാർട്ട്ണറിനോ DPസിനോ എന്തെങ്കിലും അയച്ചു കൊടുക്കാനുണ്ടെങ്കിൽ പോസ്റ്റ്, അത് നോർമൽ പോസ്റ്റ് ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ആണ് വിത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദ സെൻഡർ. നെക്സ്റ്റ് രജിസ്റ്റർഡ് പോസ്റ്റ് ആണെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് മെത്തേഡ് കൊറിയർ സിസ്റ്റമിലൂടെ നമുക്ക് അയക്കാൻ പറ്റും, പ്രശ്നമില്ല. അല്ലെങ്കിൽ ഏത് അഡ്രസ്സിലേക്ക് അയക്കുക? ഈ ഒഫീഷ്യൽ അഡ്രസ്സിലേക്കാണ് അയക്കുക. നമ്മൾ പറഞ്ഞിരുന്നു ബിൻടോമിന് ഒരു ഒഫീഷ്യൽ അഡ്രസ് ഉണ്ടാവുന്നില്ല, അങ്ങോട്ട് അയക്കാം. അല്ലെങ്കിൽ വേറെ അഡ്രസ്സ് സജസ്റ്റ് ചെയ്താൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. നെക്സ്റ്റ് LLPക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പേര്, ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമ്മളൊരു വീടിന്റെ അഡ്രസ്സ് മാറുന്ന പോലെ, വീട് മാറുന്ന പോലെ നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റാം. അത് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ആദ്യമേ കൊടുത്ത രജിസ്റ്റേർഡ് ഓഫീസും രണ്ടാമത്തെ മാറിയ രജിസ്റ്റേർഡ് ഓഫീസും രണ്ടാമത്തെ ഡീറ്റെയിൽസ് നിങ്ങൾ രജിസ്ട്രാറിന് അയച്ചു കൊടുക്കാം. ഒരു പക്ഷേ നിങ്ങൾ A എന്ന് രജിസ്ട്രാറിൽ നിന്ന് മാറി B എന്നായിട്ട് നിങ്ങളത് രജിസ്ട്രാറിനെ അറിയിച്ചിട്ടില്ലെങ്കിൽ രജിസ്ട്രാറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് A തന്നെയായിരിക്കും നിങ്ങളുടെ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഈ രജിസ്റ്റേർഡ് ഓഫീസിന്റെ ഡീറ്റെയിൽസ് പ്രോപ്പർ ആയിട്ട്, അതായത് സെക്ഷൻ നമ്പർ 13 എന്തെങ്കിലും കോൺട്രാവെൻഷൻ ലംഘനം ചെയ്തിട്ടുണ്ടെങ്കിൽ പെർ ഹെഡ് 500 രൂപ, അങ്ങനെ 50,000 രൂപ വരെയും LLPക്ക് സെപ്പറേറ്റ് 500 പോകും. അതേപോലെ എല്ലാ പാർട്ട്നേഴ്സിനും 500 പെർ ഹെഡ് പോകും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ, ഒരു LLP രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട് എന്താണ്? സ്യൂ ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റും, കേസ് എടുക്കാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റും, അത് വിൽക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ കോമൺ സീൽ വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഇതല്ലാതെ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ പറ്റും, ലയബിലിറ്റി ഇൻകർ ചെയ്യാൻ പറ്റും. അങ്ങനെ 4 കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നെയിം ഓഫ് LLP ആണ്. LLPയുടെ പേരിന്റെ അവസരം നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു സഫിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഒരു പക്ഷേ ഈ LLP രജിസ്റ്റർ ചെയ്ത നെയിം സെൻട്രൽ ഗവൺമെന്റിന്റെ ഒപ്പീനിയൻ പ്രകാരം അൺറീസണബിൾ ആണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഐഡന്റിക്കൽ ഓർ ടു നിയർലി റിസംബിൾസ് ഓഫ് LLPയോ കമ്പനിയോ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക്. ഈ അൺഡിസൈറബിൾ വരിക ഇവിടെ മാത്രമാണ്. ഇവിടെ തൊട്ട് ഇത് പ്യോർലി കമ്പനീസിന്റെ കാര്യം, അല്ലെങ്കിൽ LLPയുടെ കാര്യം, അല്ലെങ്കിൽ ട്രേഡ് മാർക്കിന്റെ കാര്യമാണ്. അവർ അപ്ലൈ ചെയ്താൽ മാത്രമേ സെൻട്രൽ ഗവൺമെന്റ് പ്രശ്നമുള്ളൂ. 16 എന്ന് പറയുന്നത് നമ്മളൊരു പേര് അപ്ലൈ ചെയ്തിട്ട് രജിസ്ട്രാർ നമുക്ക് പേര് തരാമെന്ന് പറഞ്ഞ് നമുക്ക് ആ പേര് റിസർവ് ചെയ്യാൻ പറ്റും. 3 മാസം വരെ ആ പേര് നമ്മുടെ ആയിരിക്കും. ആ 3 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇൻകോർപ്പറേഷൻ കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഓക്കെ. നെക്സ്റ്റ് സെക്ഷൻ നമ്പർ 17 ആണ് നെയിം ചേഞ്ച്. നെയിം ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇത് ലാസ്റ്റ് കൺസെപ്റ്റ് ആണ്. നമ്മൾ പേര് എപ്പോഴാണ് ചേഞ്ച് ആക്കുന്നത്? നമുക്ക് വോളണ്ടറിലി ചേഞ്ച് ആക്കാം. രണ്ടാമത് നമ്മൾ ഇട്ട പേര് ഐഡന്റിക്കലോ ടു നിയർലി റിസംബിൾസ് ഓഫ് LLP ഓർ കമ്പനി ഓർ ട്രേഡ് മാർക്ക് ആണെങ്കിൽ
ഒരു പക്ഷേ ആ ഒരു പ്രശ്നം സംഭവിച്ച LLPയോ കമ്പനിയോ അല്ലെങ്കിൽ എന്താ പറയുക രജിസ്ട്രാറോ അയച്ചു കൊടുക്കും. കറക്റ്റ് ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ സംഭവത്തിൽ രജിസ്ട്രാർ അല്ല ട്രേഡ് മാർക്കിന്റെ ഓണർ അയച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ അവരുടെ കംപ്ലൈന്റ് സെൻട്രൽ ഗവൺമെന്റ് റിസീവ് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ നമ്മൾ പേര് മാറ്റണം. ഒരു പക്ഷെ പേര് മാറ്റില്ലെന്ന് വെച്ചോ, നമ്മുടെ പിള്ളേർക്ക് അയലോക്കത്തെ ചേട്ടൻ പേരിടുന്ന പോലെ നമ്മുടെ LLPക്ക് ആര് പേരിടും? സെൻട്രൽ ഗവൺമെന്റ് പേരിടും. ഓക്കെ, പിന്നെ പേര് മാറ്റാട്ടോ, പക്ഷെ പേര് മാറ്റുന്നതോടെ വരെ അത് നിരക്ക് നിങ്ങളുടെ പേര്. ഇനി ട്രേഡ് മാർക്കിന്റെ ഓണറിന് അപ്ലൈ ചെയ്യാൻ 3 വർഷം സമയമുണ്ട്. പേര് മാറ്റിയ 15 ദിവസത്തിനകം നമ്മൾ രജിസ്ട്രാറിന് അയച്ചു കൊടുക്കുക. രജിസ്ട്രാർ അതനുസരിച്ച് പുതിയ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് ഇഷ്യൂ ചെയ്യും. നമുക്ക് പുതിയ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയ 30 ദിവസത്തിനകം പുതിയ LLP എഗ്രിമെന്റ് ഉണ്ടാക്കുക. LLP എഗ്രിമെന്റിൽ പേര് മാറ്റുക എന്ന് പറയുമ്പോൾ പുതിയ LLP എഗ്രിമെന്റ് ഉണ്ടാക്കുക, പേര് വെട്ടുക എന്നല്ല. നെക്സ്റ്റ് ഷെഡ്യൂൾസ് ആണ് 4 ഷെഡ്യൂൾസ്. പിന്നെ ഡിഫറൻസ് ആണ് LLPയുടെയും പാർട്ട്ണർഷിപ്പിന്റെ ഡിഫറൻസിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഈ പാർട്ട്ണർഷിപ്പിൽ ഡിഫറൻസ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് LLPയിൽ. കാരണം LLPയിൽ അതൊരു കോർ ഏരിയ ആണ്, പാർട്ട്ണർഷിപ്പിൽ അതൊരു സെക്കൻഡറി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ LLPയുടെയും പാർട്ട്ണർഷിപ്പിന്റെയും ഡിഫറൻസ് നോക്കുക. നിങ്ങൾക്ക് രണ്ടിനെ കുറിച്ച് അറിയാവുന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് സ്പെസിഫൈ ചെയ്താൽ മതി. അതിനുശേഷം LLPയുടെയും ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, അതായത് LLPയുടെയും കമ്പനിയുടെയും ഡിഫറൻസ് നോക്കുക. ഇത് രണ്ടും വരാൻ ചാൻസ് ഭയങ്കര കുറവായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും കൂടുതലായിട്ടും LLPയുടെയും പാർട്ട്ണർഷിപ്പിനാണ് ക്വസ്റ്റൻസ് വരിക. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ നമ്പർ 5ന്റെയും റാപ്പിഡ് റിവിഷൻ 13 മിനിറ്റ്. ഓക്കെ, അപ്പൊ നമുക്കിനി 6th ചാപ്റ്ററിലേക്ക്. ഓക്കെ, നമ്മൾ ചാപ്റ്റർ നമ്പർ 5 മാരത്തോൺ കഴിഞ്ഞു. ചാപ്റ്റർ നമ്പർ 6 മാരത്തോണിലേക്ക് വന്നിരിക്കുകയാണ്. ചാപ്റ്റർ നമ്പർ 6 സിമ്പിൾ കൺസെപ്റ്റ് ആണ്, കമ്പനീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതിനകത്ത് ആദ്യം 2 യൂണിറ്റ് ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 ആർക്കൊക്കെ അപ്ലിക്കബിൾ ആകും. കമ്പനീസ് ആക്ട് 2013 അപ്ലിക്കബിൾ ആകുക ഫസ്റ്റ് 2013 അണ്ടറിലും അതേപോലെ തന്നെ 1956 അണ്ടറിലും ഇൻകോർപ്പറേറ്റ് ചെയ്ത എല്ലാ സ്ഥാപനത്തിനും കമ്പനീസ് ആക്ട് 2013 അപ്ലിക്കബിൾ ആകും. രണ്ടാമത്തത് ഇൻഷുറൻസ് കമ്പനീസിനും ഇനി ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ സ്പെസിഫിക് ആക്ട്. ബാങ്കിങ് കമ്പനീസ് എൻഗേജ് ദ ജനറേഷൻ ആൻഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി, ഇനി ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ സ്പെസിഫിക് ആക്ട് പ്രിവെയിൽ ആകും. ഇതല്ലാതെയുള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അങ്ങനത്തെ ചില കമ്പനീസിനും കമ്പനീസ് ആക്ട് അപ്ലിക്കബിൾ ആകും. ഇനി ഇതല്ലാതെ ഒരു ബോഡി കോർപ്പറേഷൻ ലൈക്ക് LLPക്ക് പറയും എന്താണ് കമ്പനീസ് ആക്ട് അപ്ലിക്കബിൾ ആകാമെന്ന് ആർക്ക് പറയാം? വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് പറയാം. ഡെഫിനേഷൻ കമ്പനി എന്ന് പറയുമ്പോൾ 2013 അണ്ടറിലോ അല്ലെങ്കിൽ പ്രീവിയസ് കമ്പനിലോ 1956 1913 ഏതിന് അണ്ടറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ അതെന്താണ് കമ്പനി തന്നെയാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. കമ്പനി മെമ്പേഴ്സും സെപ്പറേറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഫേമസ് കേസ് ലോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫേമസ് കേസ് ലോയിൽ മക്കൗറ വേഴ്സസ് നോർത്തേൺ അഷുറൻസ് കമ്പനി. എന്തായിരുന്നു? കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ ഇൻഷുറൻസ് എടുക്കാനുള്ള അധികാരം കമ്പനിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും എന്താണ് അതിനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല. അതിനകത്ത് നോർത്തേൺ അഷുറൻസ് കമ്പനി എന്നൊരു കമ്പനി എന്ത് ചെയ്തു? മക്കൗറ എന്ന് പറഞ്ഞ ഒരാളുടെ കമ്പനി ഈ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് എടുത്തു. പക്ഷേ പ്രോപ്പർട്ടി ഉണ്ടായിരുന്ന കമ്പനിയുടെ പേരിൽ, ഇൻഷുറൻസ് ഉണ്ടായിരുന്നത് ഈ മക്കൗറയുടെ പേരിൽ. ഇൻഷുറൻസ് കിട്ടില്ല, കാരണം കമ്പനിയുടെ പ്രോപ്പർട്ടിയുടെ മേലുള്ള അവകാശം 100% ആർക്കാണ്? അത് കമ്പനീസിന് മാത്രമാണ്. അപ്പൊ ഈ ഒരു കേസ് ലോ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഓർത്ത് വെക്കണം. ദിസ് കേസ് ലോ. ഓക്കെ, ഈ കേസ് ലോ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുക നമ്മുടെ സലോമൺ വേഴ്സസ് സലോമന്റെ കേസ് ലോയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ. ഓക്കെ ആണോ? യെസ്, ഡൺ. നെക്സ്റ്റ് വൺ, പെർപെക്ച്വൽ സക്സഷൻ. പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പെർമനന്റ് എക്സിസ്റ്റൻസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സും മരിച്ചു പോയാലും ആ കമ്പനി അതേപോലെ തന്നെ മുന്നോട്ട് പോകും. നമ്മൾ ഒരു RTPയിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? അവർ 5 പേര് 4-5 പേർ ഒരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് അവര് വെള്ളത്തിൽ മുങ്ങി എല്ലാവരും മരിച്ചുപോയി. കമ്പനി സർവൈവ് ആകുമോ? കമ്പനി സർവൈവ് ആകും, ഒരു ഡൗട്ടും അതിനകത്ത്. ഓക്കെ, അപ്പൊ പെർപെക്ച്വൽ സക്സഷൻ നമ്മൾ നോക്കി. മെമ്പേഴ്സ് വരാൻ പോകാം, പക്ഷെ കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ അത് ഒരിക്കലും എന്താണ് ബാധിക്കുന്നില്ല, നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. എത്ര ടൈപ്പ് ഓഫ് ലയബിലിറ്റി ഉണ്ട്? ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്, അൺലിമിറ്റഡ് ഉണ്ട്. നെക്സ്റ്റ്, ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. കമ്പനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കമ്പനിക്ക് എപ്പോഴും എന്താണ് ഡയറക്ടേഴ്സിലൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡയറക്ടേഴ്സ് ദേ ആർ നോട്ട് ദ ഏജന്റ് ഓഫ് മെമ്പേഴ്സ്. ഈ ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ആരാ? മെമ്പേഴ്സ് ആണ്. പക്ഷെ അവർ മെമ്പേഴ്സിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയുള്ളതല്ല ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സ് കമ്പനീസിന്റെ ഏജന്റ് ആണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, കമ്പനീസ് നല്ല പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ അതെല്ലാം പറ്റും. കോമൺ സീൽ നമ്മൾ പറഞ്ഞിരുന്നു ഇമ്പോർട്ടന്റ് ആണ്. കോമൺ സീൽ മാൻഡേറ്ററി അല്ല, കോമൺ സീൽ വേണം. പക്ഷെ അത് സാധാ സീൽ കൊണ്ട് വേണ്ട ആവശ്യമില്ല, ഡിജിറ്റലിയും പറ്റും, സിഗ്നേച്ചർ രൂപത്തിൽ. അപ്പൊ ഒരു കോമൺ സീൽ ഇല്ലെങ്കിൽ എപ്പോഴും 2 ഡയറക്ടർ സൈൻ ചെയ്യണം. ഇനി CS ഉണ്ടെങ്കിൽ ഡയറക്ടറും കമ്പനി സെക്രട്ടറിയും സൈൻ ചെയ്താലും മതി. ഓക്കെ, നെക്സ്റ്റ് കോർപ്പറേറ്റ് വെയിൽ തിയറിയാണ്. നമ്മൾ പറഞ്ഞു DTക്കും വരും, 5 കള്ളന്മാരുടെ കഥയിൽ ഏതെങ്കിലും കള്ളന്റെ കഥയും വരും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫീച്ചറിന്റെ പേര് തന്നെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് സലോമൺ വേഴ്സസ് സലോമൺ എന്നൊരാളുടെ കേസ് ലോ ഇസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് കേസ് ലോ ആണ്, ഓർത്ത് വെക്കുക. സലോമൺ വേഴ്സസ് സലോമൺ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്നത്.
അതിന്റെ നമുക്കറിയാം രണ്ട് കാര്യം നമ്മൾ പഠിക്കുന്നത്. എന്താ പഠിക്കുന്നത്? ദിസ് വൺ, ഷെയർ ഹോൾഡേഴ്സ് cannot be liable for the acts of the company even though they holds virtually entire share capital. അത് ഏതിന്റെ കാര്യം പറയുന്നത്? ഇനി ഓഫീസിന്റെ കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു കമ്പനിയുടെ എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ ഒരു മെമ്പറിന്റെ കയ്യിലാണെങ്കിൽ പോലും കമ്പനിയുടെ ഡെറ്റിന് ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ. കറക്റ്റ് ആണോ? അതിനുശേഷം മെമ്പേഴ്സ് ക്യാൻ ബി ദ ക്രെഡിറ്റർ, മെമ്പേഴ്സിന് ക്രെഡിറ്ററും ആകാം ആസ് വെൽ ആസ് ദ ഷെയർ ഹോൾഡേഴ്സ്. അത് രണ്ട് രീതിയിലാണ്. അപ്പോൾ സലോമന് തന്നെ ഷെയർ ഹോൾഡർ എന്ന നിലയ്ക്ക് അവൻ ലയബിളും അല്ല, ക്രെഡിറ്റർ എന്ന നിലയ്ക്ക് അവന്റെ പൈസ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ആ കേസിലോ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതിനുശേഷം ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ, അതായത് ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി സ്റ്റാറ്റസ് എപ്പോഴൊക്കെ ഒരു കമ്പനിക്ക് നഷ്ടപ്പെടും, എപ്പോഴൊക്കെ നമുക്ക് അതിനെ ക്രോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന്, ഒരു കമ്പനി ശത്രു കമ്പനിയാണോ അല്ലെങ്കിൽ മിത്രമാണോ എന്ന് അറിയാൻ നമുക്ക് ലിഫ്റ്റ് ചെയ്യാം. ഫേമസ് കേസിലോ ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഡൈൽമർ കമ്പനിയുടെ കേസിലോ നമ്മൾ ഡിസ്കസ് ചെയ്തു. കറക്റ്റ് ആണോ? ഈ ഒരു കോണ്ടിനെന്റൽ കമ്പനിയുടെ എല്ലാ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സും ജർമ്മൻകാരായിരുന്നു. അപ്പൊ യുദ്ധമുള്ള സമയത്ത് അവിടെ ശത്രുവാണോ മിത്രമാണോ നോക്കാൻ നമ്മൾ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്തിരുന്നു. രണ്ടാമത്തത്, ഗവൺമെന്റിന് ടാക്സിനെ സംരക്ഷിക്കാൻ വേണ്ടി ഡിങ്ഷോ മനക്ജി പെട്ടിട്ട് എന്ന ഒരാൾ എന്ത് ചെയ്തിരുന്നു? തനിക്ക് വന്ന ഇൻകം എല്ലാം ടാക്സ് വെട്ടിക്കാൻ വേണ്ടി 4 കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലേക്ക് പൈസ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് തിരിച്ച് അവിടെ അതിനെ ലോണായിട്ട് മേടിച്ചിട്ട് കഥ ഡിസ്കസ് ചെയ്തു. അപ്പൊ അവിടെ ദിങ്ഷോ മനക്ജി പെട്ടിട്ടിന്റെ ഒരു കേസോ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കറക്റ്റ് ആയിരുന്നു. അതിനുശേഷം ലീഗൽ ഒബ്ലിഗേഷൻ ഓർമ്മയുണ്ടോ? ഒരു കമ്പനി ബോണസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ഷെയർ എല്ലാം സുജാത എന്ന കമ്പനിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് എംപ്ലോയീസ് ചോദിച്ചപ്പോൾ ആ ഷെയർ ഞങ്ങൾ വിറ്റു എന്നൊക്കെ പറഞ്ഞ് ഉടായ്പ ചെയ്തത്. അപ്പൊ അവിടെയും നമ്മൾ പറഞ്ഞിരുന്നു അസോസിയേറ്റഡ് റബ്ബർ ഇൻഡസ്ട്രീസിന്റെ കേസിലോ നമ്മൾ ഓർത്തു വെക്കണം ബോണസ്. ഇവിടെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യന്റെ ഹിന്റ് നൽകിയിട്ടുണ്ടായിരുന്നു, എങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലാക്കണം എന്നുള്ളത്. ഇനി ഒരു ബസ് എന്താണ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ കിട്ടാത്തത്, അത് വേറൊരു സബ്സിഡിയുടെ പേരിലേക്ക് ആക്കിയിട്ട് ആ രീതിയിൽ എന്താണ് ആ സബ്സിഡിയിലൂടെ ലൈസൻസിന് അപ്ലൈ ചെയ്തൊരു കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു കമ്പനീനെ ഒരു ഏജന്റ് ആയിട്ട് വെച്ചാൽ എങ്ങനെ? അപ്പൊ അങ്ങനെ ഏജന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോഡ് ആയിരിക്കില്ല. ലിഫ്റ്റ് ചെയ്ത് ഫ്രോഡാന്ന് തെളിഞ്ഞാൽ മാത്രമേ ഫ്രോഡ് ആവുകയുള്ളൂ. മർച്ചൻഡൈസ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ, അതായത് നമ്മൾ മർച്ചൻഡൈസ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരാളുടെ ട്രാൻസ്പോർട്ട് ലിമിറ്റഡിന്റെ കേസിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, കുറച്ച് ഫേമസ് ആയി നമുക്ക് കുറെ പ്രാവശ്യം റിപ്പീറ്റഡ്ലി ചോദിച്ചൊരു സംഭവമാണ്. ഒരു ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടക്റ്റില്, അതായത് ഒരു നോൺ കോമ്പീറ്റ് ക്ലോസ് ലംഘിക്കാൻ വേണ്ടി തന്റെ കമ്പനിയിലുള്ള സമയത്തും അത് വിട്ടുപോയതിനു ശേഷവും അവിടുത്തെ ക്ലയന്റുമാരെ ഡീൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് അയാൾ വൈഫിന്റെയും ഫ്രണ്ടിന്റെയും പേരിൽ ഒരു കമ്പനി തുടങ്ങിയിട്ട് ആ കമ്പനിയിലൂടെ താൻ പിരിഞ്ഞു പോയ കമ്പനീസിന്റെ ക്ലയന്റിനെ അപ്രോച്ച് ചെയ്ത രീതി നമ്മൾ പറഞ്ഞു. ഗിൽഫോർഡ് മോട്ടോഴ്സ് വേഴ്സസ് ഹോൺ എന്നൊരു കമ്പനി, ധ്രുവിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 5 കേസ് നമ്മൾ നോക്കി. അതിനുശേഷം ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോയത്. നമ്മൾ ടൈപ്സ് ഓഫ് കമ്പനീസിൽ ഫസ്റ്റ് ടൈപ്പ് ബേസ്ഡ് ഓൺ ലയബിലിറ്റി ആണ്. ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്പനിയുടെ ഷെയർസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷെയറിന്റെ പൈസ കൊടുക്കുകൂടി നമ്മുടെ ലയബിലിറ്റി എല്ലാം അതോടുകൂടി തീരും. ദാറ്റ് ഈസ് കോൾഡ് ആസ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞത്. അതിന് എക്സ്ട്രാ കമ്പനിയുടെ ഡെറ്റിനൊന്നും ഷെയർ ഹോൾഡർ തന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ നോർമലി ഇത് നോൺ പ്രോഫിറ്റ് ടൈപ്പ് ഓഫ് കമ്പനീസ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. കറക്റ്റ് ആണോ? അപ്പൊ ഇവിടെ എന്താണ്? മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. എന്തിനോട് ലിമിറ്റഡ് ആയിരിക്കും? കമ്പനി വൈൻഡിങ് അപ്പ് ആകുന്ന സമയത്ത് ഞങ്ങൾ ഇത്ര പൈസ തരാം ഒരു മെമ്പർ ജോയിൻ ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെമ്പർ അവിടെ മെമ്പറായിരിക്കുന്ന സമയത്ത് പൂട്ടിപ്പോയാൽ കേട്ടോ, അയാൾ മെമ്പറായിരിക്കുന്ന സമയത്ത് പൂട്ടിപ്പോയാലും ആള് മെമ്പർഷിപ്പിൽ നിന്ന് പോയതിനു ശേഷം 1 വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോയാലും ഈ പറഞ്ഞ ഗ്യാരണ്ടീഡ് എമൗണ്ട് കൊടുക്കണം. അത് ആദ്യം ആരെ കൊടുക്കണം? നമ്മൾ ചെറിയൊരു ഡിസ്കഷൻ ഒക്കെ CA ഇന്റർ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഡിഫറൻസ് മാത്രമാണ്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് അൺലിമിറ്റഡ് കമ്പനിയാണ്. അൺലിമിറ്റഡ് കമ്പനി ഏറ്റവും ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഈ കൺസെപ്റ്റിൽ എന്താ പറയുന്നത്? അൺലിമിറ്റഡ് കമ്പനിയിൽ ഈ പറഞ്ഞ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? അൺലിമിറ്റഡ് തന്നെയായിരിക്കും. അതിനകത്ത് ഒരു സംശയമില്ല, അൺലിമിറ്റഡ് തന്നെയായിരിക്കും. പക്ഷേ ക്രെഡിറ്റേഴ്സ് നാളെ ആരെ അപ്രോച്ച് ചെയ്യരുത്? മെമ്പേഴ്സിനെ ഡയറക്ട്ലി അപ്രോച്ച് ചെയ്യാൻ പറ്റും. കേസ് കൊടുക്കുന്നതെല്ലാം കമ്പനീസിന് അഗേൻസ്റ്റ് ആയിരിക്കണം. കമ്പനി മെമ്പേഴ്സിനോട് ചോദിച്ചിട്ട് അത് റിക്കവർ ചെയ്യും. അങ്ങനെ റിക്കവർ ചെയ്യുമ്പോൾ അത് ഒരാൾക്ക് മാത്രമായിട്ട് വരില്ല, എല്ലാവരും എന്താണ് അവരുടെ ഷെയർ അനുസരിച്ച് കോൺട്രിബ്യൂഷൻ ചെയ്തിരിക്കണം. ക്ലിയർ ആണ്? നെക്സ്റ്റ് 1% കമ്പനി നമ്മൾ പറഞ്ഞിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. ഇവിടെ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും 2 ആൾക്കാരുണ്ടാവും. ഒരാളായിരിക്കും മെമ്പർ, മറ്റേ ആള് നോമിനി ആയിരിക്കും. ക്രൈറ്റീരിയ എന്താണ്? അവര് നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, റെസിഡന്റ് ആണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല.
ഓക്കെ, അപ്പൊ നമ്മുടെ ഓൾഡ് നമ്മൾ RTP MTP ഒക്കെ നോക്കുന്ന സമയത്ത് റെസിഡന്റ് ആയിരിക്കണം എന്ന ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാകുക. ഇപ്പൊ അത് ആ രീതിയിലല്ല എന്ന് ഓർത്ത് വെക്കാം. ഇനി ഇൻകോപ്പറേറ്റ് ചെയ്യാനും ഇതേ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം, നോമിനി ആകാനും ഇതേ ഒരു നോമിനി മതി. നോമിനിനെ വേണം അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ റിട്ടേൺ കൺസെന്റ് വേണം, മേ അല്ല ഷാൾ റിട്ടേൺ കൺസെന്റ് വേണം. അയാളുടെ റിട്ടേൺ കൺസെന്റ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ROCയിൽ ഫയൽ ചെയ്തിരിക്കണം. പ്ലസ് മെമ്പറിന് വേണമെങ്കിൽ നോമിനിനെ മാറ്റാം, നോമിനി നേരത്തെ മരിക്കാം, അല്ലെങ്കിൽ നോമിനി ഓട്ടോമാറ്റിക് ആയിട്ട് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് പോകാം. ഇത് 3 സാഹചര്യത്തിലും പുതിയ നോമിനീസ് അവിടെ വേണം. അതിനുശേഷം മൈനറിന് ഒരിക്കലും മെമ്പർ ആകാനും നോമിനി ആകാനും ബെനിഫിഷ്യറി ആകാനും പറ്റത്തില്ല. ആൻഡ് ഒരാൾക്ക് ഒരേ സമയത്ത് ഒരു OPC തുടങ്ങാം, ഒരു OPCയിൽ എന്താണ് നോമിനി ആകാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ 180 ദിവസത്തിനകം യു ഷുഡ് ഡിസൈഡ് വേർ യു ഷുഡ് സ്റ്റേ. ഓക്കെ, അതിനുശേഷം OPCയുടെ മോട്ടീവ് ഒരിക്കലും സെക്ഷൻ 8 ആകരുത്. സെക്ഷൻ 8 എന്ന മോട്ടീവോടുകൂടി തുടങ്ങാനോ സെക്ഷൻ 8ലേക്ക് കൺവേർട്ട് ചെയ്യാനോ പറ്റത്തില്ല. OPC ഒരിക്കലും NBFC ആക്ടിവിറ്റീസ് ചെയ്യരുത്. ഫോറിൻ സിറ്റിസൺ ആകാൻ പറ്റില്ല, മൈനറിനും ആകാൻ പറ്റില്ല. അത് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇനി പ്രൈവറ്റ് കമ്പനി. സോ നെക്സ്റ്റ് പ്രൈവറ്റ് കമ്പനി എന്നൊരു കൺസെപ്റ്റ് ആണ്. പ്രൈവറ്റ് കമ്പനി നമുക്ക് നോർമൽ വരാൻ സാധ്യതയുള്ള ഇഷ്യൂസ് ആണ്. ഇവിടെ നോക്കാം, പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഒന്നും ഇല്ല. പറഞ്ഞിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, ഓർത്ത് വെക്കാം. മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇല്ല. അതിനുശേഷം ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. Restricted, you can transfer, but you should get the permission from the previous owner. Next one person company ഒഴികെയുള്ള എല്ലാ പ്രൈവറ്റ് കമ്പനിയിലും മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 200 ആണ്. നെക്സ്റ്റ് 2 റെസ്ട്രിക്ഷനും ഒരു പ്രൊഹിബിഷനും ഉള്ള ഒരു സ്ഥാപനത്തിന്റെ പേരാണ് പ്രൈവറ്റ് കമ്പനി. ഇതെല്ലാം തന്നെ വേണം. ഒരെണ്ണത്തിൽ പോലും ലൂപ്പ് ഹോൾസ് ഉണ്ടായിരിക്കില്ല. പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ ഒരിക്കലും ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പറ്റില്ല. പ്രൈവറ്റ് കമ്പനി ചെയ്യുന്ന മെത്തഡിന്റെ പേരാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 1 അതിൽ കൂടുതൽ ആൾക്കാരോ ഷെയർ, 2 അതിൽ കൂടുതലോ ആൾക്കാരോ ഷെയറിന്, 1 അതിൽ കൂടുതലോ ഷെയർ ജോയിന്റ്ലി മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒരു ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷെയർ ഹോൾഡർ എന്നാണ്. ക്ലിയർ ആണോ? യെസ്. ആൻഡ് കറന്റ് എംപ്ലോയീസിനെയും അതേപോലെ തന്നെ ഫോർമർ എംപ്ലോയീസിനെയും നമ്മൾ എന്ത് ചെയ്യില്ല, 200-ൽ കാൽക്കുലേഷൻ ചെയ്യത്തില്ല. അത് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്മോൾ കമ്പനി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ 80 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് വേണ്ട, ഞാൻ ഡയറക്റ്റ് ആയിട്ട് 4 കോടിയും 40 കോടിയും എഴുതിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞ നമ്മള് സ്മോൾ കമ്പനി മീൻസ് അതർ ദാൻ എ പബ്ലിക് കമ്പനി. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ സ്മോൾ LLP സ്മോൾ കമ്പനി ചെയ്യാം. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 4 crore or less ആൻഡ് ടേൺ ഓവർ 40 crore and less. ഈ 2 ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരാണ് സ്മോൾ കമ്പനി പറയുന്നത്. ഹോൾഡിംഗ് സബ്സിഡിയറി കമ്പനീസിനും സെക്ഷൻ 8 കമ്പനീസിനും അതേപോലെ തന്നെ കമ്പനീസ് ബോഡി കോർപ്പറേറ്റ് ഗവൺ ബൈ സ്പെഷ്യൽ ആക്ടിനും ഈ ഒരു സ്മോൾ കമ്പനി ബെനിഫിറ്റ് കിട്ടില്ല. ശേഷം പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനീസിന്റെ നോർമലി ചോദ്യങ്ങൾ വരാറില്ല. പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. അതായത് പ്രൈവറ്റ് കമ്പനിക്കുള്ള റെസ്ട്രിക്ഷൻസും പ്രൊഹിബിഷൻസും ഒന്നും തന്നെ പബ്ലിക് കമ്പനീസിന് അപ്ലിക്കബിൾ ആകില്ല. മിനിമം പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ഇതുവരെയും പ്രിസ്ക്രൈബ് ചെയ്തിട്ടൊന്നുമില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സബ്സിഡറി കമ്പനി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 clause 87 എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷനെ കൺട്രോൾ ചെയ്താൽ, അതായത് എന്താണ് കോമ്പോസിഷനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോയിന്റ് ഓർ റിമൂവൽ ഓർ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഡയറക്ടേഴ്സ് വെനെവർ ഇറ്റ്സ് വാണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് കൺട്രോളിംഗ് ഓഫ് കോമ്പോസിഷൻ. അതല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ മോർ ദാൻ 1/2, അതായത് മോർ ദാൻ 50% ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കമ്പനിയുടെയാണോ ഹോൾഡ് ചെയ്യുന്നത് അവിടെ സബ്സിഡിയറി കമ്പനി വരും. ആരാണോ ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ അവരെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും. ഓക്കെ, ഈ റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ വരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ആയിട്ടും വരും, ഇനി ഡയറക്റ്റിൽ വന്നിട്ട് ഇങ്ങനെയും വരും, കറക്റ്റ് ആണോ? അതിനുശേഷം ഡയറക്റ്റ്ലി വന്നിട്ട് ഈ രീതിയിലും വരും. 3 രീതി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഈ രീതിയിലും വരും, അതിനുശേഷം ഈ രീതിയിലും വരും. പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം അസോസിയേറ്റ് കമ്പനിയാണ്. ഇവിടെ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. 20% ക്രൈറ്റീരിയ ഉണ്ടോ ഇല്ലയോ നമുക്ക് ചോദ്യം വരും. അതിൻ്റെ അകത്ത് നമ്മൾ കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുമുണ്ട്. നെക്സ്റ്റ് ലിസ്റ്റഡ് കമ്പനിയിൽ ഒരു 2 മാർക്സിന്റെ ഒക്കെ ഒരു DTക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ് നോട്ട് ഓൺ ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ചോദിക്കത്തില്ലെന്ന് അവോയ്ഡ് ചെയ്യൊന്നും വേണ്ട. ഒരു റെക്കോഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്ത സ്ഥാപനങ്ങളുടെ പേരാണ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. എന്നാൽ ചില സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്താൽ ലിസ്റ്റഡ് കമ്പനി ആകില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം അതർ കമ്പനീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് ഇവിടെ വരിക, ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. 2 രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഒരു കമ്പനിയുടെ അറ്റ്ലീസ്റ്റ് 51%, അറ്റ്ലീസ്റ്റ് നോട്ട് ലെസ് ദാൻ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 51% ക്യാപിറ്റൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സോ കൂടി അല്ലെങ്കിൽ പാർട്ട്ലി ബൈ സെൻട്രൽ പാർട്ട്ലി ബൈ സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്സോ കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ വോട്ടിംഗ് പവർ ആണ്, ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതിയാലും മതി. അറ്റ്ലീസ്റ്റ് 51% ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് കമ്പനിയാകും. ഒന്ന്. രണ്ടാമത്, സബ്സിഡിയറി ഓഫ് എ ഗവൺമെന്റ് കമ്പനി ഈസ് ആൾവേസ് എ ഗവൺമെന്റ് കമ്പനി. അതായത് എയും ബിയും തമ്മിൽ ഹോൾഡിംഗ് കമ്പനി സബ്സിഡി കമ്പനി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എ ഗവൺമെന്റ് കമ്പനി ആയാൽ ബി ആയ സബ്സിഡറി ഓട്ടോമാറ്റിക് ആയിട്ട് ഗവൺമെന്റ് കമ്പനി ആകും. നമ്മൾ ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ കമ്പനിയാണ്. ഫോറിനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നു. സാധ്യത രണ്ട് രീതിയിലുണ്ട്. 2 മാർക്സിന്റെ DTQം വരും, അതേപോലെ 2 മാർക്സിന്റെ ATQം വരാനുള്ള പോസിബിലിറ്റി നല്ല രീതിയിലുണ്ട്. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വൺ സെക്ഷൻ 8 കമ്പനി. 3 കാര്യം ഓർത്ത് വെക്കണം. സെക്ഷൻ 8 കമ്പനിയിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. നെക്സ്റ്റ് അതിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ്, തങ്ങൾ ഏത് ഒബ്ജക്റ്റിന് വേണ്ടി തുടങ്ങിയോ അത് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം. ഒബ്ജക്റ്റ് മാറ്റരുത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് ഒരിക്കലും മെമ്പേഴ്സിന് കൊടുക്കരുത്. അങ്ങനെ മെമ്പേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസ് ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുക. രജിസ്ട്രാർ കമ്പനി രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം സാധാ ഒരു കമ്പനി കിട്ടുന്ന എല്ലാ പ്രിവിലേജസും ഇവർക്ക് കിട്ടും. ഇനി ഈ 4 കാര്യം ഓർത്തു വെക്കണം. ഇവിടെ ലൈസൻസ് റിവോക്ക് ചെയ്യുന്നു. സെക്ഷൻ 8 ലംഘിച്ചു കഴിഞ്ഞാൽ, കമ്പനി ഫ്രോഡ് ചെയ്താൽ, ഒബ്ജക്ട് ഓഫ് ദ കമ്പനിക്ക് അഗെയിൻസ്റ്റ് പോയി പാർട്ട് എന്ന് പറഞ്ഞിട്ട് സയൻസ് ചെയ്താൽ, അല്ലെങ്കിൽ പ്രിജുഡീഷ്യൽ പൊതു താല്പര്യാർത്ഥം, അതായത് പബ്ലിക്കിന് ഒരു ഹാംഫുൾ ആണെങ്കിലും ആ ലൈസൻസ് റിവോക്ക് ചെയ്യും. പക്ഷെ ലൈസൻസ് റിവോക്ക് ചെയ്യുന്നേക്കാൾ മുമ്പ് കമ്പനിക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരം കൊടുത്തിരിക്കണം. അത് കൊടുത്തില്ലെങ്കിലും ലൈസൻസ് റിവോക്കേഷൻ ഇൻവാലിഡ് ആയിരിക്കും. പ്ലസ് ഇവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേംസിന് ഒരു കമ്പനിയിലെ മെമ്പർ ആകാം. അതായത് ഏത് കമ്പനിയിലെ? സെക്ഷൻ 8 കമ്പനിയിലെ മെമ്പർ ആകാം. അങ്ങനെ ആയതുകൊണ്ട് ലൈസൻസ് റിവോക്ക് ചെയ്താൽ ആ റിവോക്കേഷൻ ഇൻവാലിഡ് ആയിരിക്കും. ഇതെല്ലാം ഞാൻ പറയുന്നത് ICA ചോദിച്ച ചോദ്യങ്ങളിലുള്ള ഉത്തരത്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോ റിവോക്കേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? ഒന്ന്, പണ്ട് നമ്മൾ എടുത്തു കളഞ്ഞ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വാക്ക് നമ്മൾ ആഡ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യില്ല, ROC ആഡ് ചെയ്യും. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. നെക്സ്റ്റ്, അമാൽഗമേഷന് പോസിബിലിറ്റി ഉണ്ട്. വൈൻഡിങ് അപ്പ് ചെയ്തതിനു ശേഷം അസറ്റ് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ വേറൊരു സെക്ഷൻ 8 കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ആർക്ക് പറ്റും? സെൻട്രൽ ഗവൺമെന്റിന് ഓർഡർ ചെയ്യാൻ പറ്റും. പെനാൽറ്റി ആണ്, നിങ്ങൾ സെക്ഷൻ 8 കമ്പനിയിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ലംഘിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ മിനിമം പെനാൽറ്റി, 1 കോടി രൂപ വരുമ്പോൾ പെനാൽറ്റി കമ്പനിക്ക്. ഇനി ഡയറക്ടേഴ്സിനും എല്ലാ ഓഫീസേഴ്സിനും സ്റ്റാഫിനും അതിൻ്റെ ഇൻവോൾവ് ആയ ആൾക്കാർ മാത്രമാണ്. അതാണ് ഓഫീസർ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. മിനിമം പെർ ഹെഡ് 25,000 രൂപ, പെർ ഹെഡ് 25 ലക്ഷം രൂപ വരെ പെനാൽറ്റി. ഇനി എക്സംഷൻസ് ആണ്. ജസ്റ്റ് ഒരു GTQ ഒക്കെ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ GTQ ആയിട്ട് പഠിച്ചാൽ മതി. ഇനിയാണ് ഡോർമെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ. ഡോർമെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോഴേ ഒരു ഫ്യൂച്ചർ ബിസിനസിന് വേണ്ടി ഇപ്പോഴേ കമ്പനി തുടങ്ങി വെക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ഇനി അല്ലാതെ ക്വസ്റ്റ്യൻസ് വരിക രീതിയിലാണ്. കഴിഞ്ഞ ലാസ്റ്റ് 2 വർഷമായിട്ട് ഒരു രീതിയിലും ബിസിനസ്സും ഓപ്പറേഷൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ INC 20A എന്ന് പറഞ്ഞൊരു ഫോം നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ്, INC 20A എന്നൊരു ഫോം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു സിഗ്നിഫിക്കന്റ് എക്കോണമിക് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അതായത് ഇതല്ലാതെ വേറെ എന്ത് ചെയ്താലും, എന്തൊക്കെ ചെയ്താലും, പേയ്മെന്റ് ഓഫ് ഫീസ് കമ്പനി ടു ദ രജിസ്ട്രാർ, അല്ലെങ്കിൽ ഇതല്ലാതെ വേറൊരു പേയ്മെന്റ് കൊടുത്താൽ, ഷെയർ അലോട്ട് ചെയ്താൽ, ഓഫീസ് മെയിൻ്റെനൻസ്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്താൽ, ലൈക്ക് ന്യൂ എംപ്ലോയീസിന് അപ്പോയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു അസറ്റ് പർച്ചേസ് ചെയ്യുക, പുതിയൊരു ലോൺ എടുക്കുക, ഇതെല്ലാം ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഡോർമെന്റ് സ്റ്റാറ്റസ് കിട്ടത്തില്ല. നെക്സ്റ്റ്, കഴിഞ്ഞ 2 വർഷമായിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റോ ആനുവൽ റിട്ടേൺസോ നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ കമ്പനിനെ ഇനാക്റ്റീവ് ആയിട്ട് ആര് മാറ്റും? രജിസ്ട്രാർ മാറ്റും. അതിനുശേഷം നിധി കമ്പനീസ് ആണ്. മാക്സിമം സാധ്യത 2 മാർക്സിന് DTQ ഒരെണ്ണം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ കുഞ്ഞു DTQs ICA നോർമലി ചോദിക്കാറുണ്ട്. ഈ പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സ്ഡ് ഡ്യൂറേഷൻ, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഗുഡ് വിൽ, അങ്ങനെ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്, നോമിനൽ പാർട്ട്ണർ. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതിന്റെ കൂടുതൽ ഇവിടെയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, പബ്ലിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. LIC ഒരു പബ്ലിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫൈനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്നതും ഒരു പബ്ലിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇനി യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ രണ്ടിൽ വരുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. നെക്സ്റ്റ്, 1956 നോട്ടിഫൈ ചെയ്തിരിക്കുന്ന പല കമ്പനീസും ഇവിടെയും പബ്ലിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് RBIയുടെ കൺസൾട്ടേഷനോട് കൂടി PFI ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും. പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂഷന് 2 ക്രൈറ്റീരിയ, ഒന്നെങ്കിൽ അത് ഒരു ഗവൺമെന്റ് കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു സെൻട്രലോ സ്റ്റേറ്റോ ആക്ട് വേണം, അതർ ദാൻ ദിസ് കമ്പനീസ് ആക്ട്. യൂണിറ്റ് നമ്പർ 1 ഈസ് ഡൺ. നെക്സ്റ്റ് ഗോ ഫോർ ദ യൂണിറ്റ് നമ്പർ 2. നമുക്ക് യൂണിറ്റ് നമ്പർ 2ലേക്ക് പോകാം. യൂണിറ്റ് നമ്പർ 2 നമ്മൾ തുടങ്ങുക പ്രൊമോട്ടേഴ്സിന്റെ കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഒരു ചാൻസ് ഉള്ളത് DTQം ATQം രണ്ടിനും പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഹൂ ഇസ് കോൾഡ് ആസ് പ്രൊമോട്ടർ? അത് തന്നെ അവരും ചോദിക്കും.
ഓക്കെ, ഈ 3 പോയിന്റ്സ് അതേപോലെ എഴുതി വെക്കുക. ഞാൻ കൃത്യമായിട്ട് അതിനൊരു സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. കമ്പനീസിനെ ഫോം ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കമ്പനിയുടെ ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കമ്പനിയുടെ രജിസ്ട്രേഷന് നെസസറി സ്റ്റെപ്സ് എടുക്കുന്ന ആളുടെ പേരാണ് എന്താണ്, പ്രൊമോട്ടേഴ്സ്. പക്ഷേ ഈ നെസസറി സ്റ്റെപ്സിൽ കമ്പനിയുടെ ഫോം ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ആസ് എ പ്രൊഫഷണൽ, നിങ്ങൾ CA ആയതിനു ശേഷം ആസ് എ പ്രൊഫഷണൽ എന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് എന്താകില്ല, പ്രൊമോട്ടർ ആകില്ല കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് നിങ്ങൾ ഒരു പേര് സെലക്ട് ചെയ്യണം. 1000 rupees ആണ് നിങ്ങൾക്ക് വരിക. അത് കൊടുത്ത് നിങ്ങൾ പേരെടുക്കണം. രണ്ടാമത് നിങ്ങൾ ചില ഡോക്യുമെന്റ്സ് രജിസ്ട്രാറിന് ഫയൽ ചെയ്യണം. അതിൻ്റെ അകത്ത് മെമ്മോറണ്ടം വരും, ഒരു ഡിക്ലറേഷൻ ഉണ്ട്. നിങ്ങൾ കമ്പനീസിന്റെ ആക്ടും റൂൾസും എല്ലാം ഫോളോ ചെയ്യുന്ന ഡിക്ലറേഷൻ ആണ്. രണ്ടാമത് മെമ്പേഴ്സിന്റെയും അതേപോലെ തന്നെ ഫസ്റ്റ് ഡയറക്ടേഴ്സിന്റെ ഒരു ഡിക്ലറേഷൻ ആണ് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സമയത്ത് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ പേരാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്. അത് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ നോർമലി അവർ തന്നെയായിരിക്കും കമ്പനിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് പണ്ട് കമ്പനിയുടെ പ്രൊമോഷനും ഫോർമേഷനും കൺവിക്ഷൻ ആയിട്ടില്ല, കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ടിട്ടില്ല. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ടിന് അണ്ടറിലോ 2013 1956 അണ്ടറിലോ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു രീതിയിലുള്ള ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് നിങ്ങൾ രജിസ്ട്രാറിന് ഫയൽ ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സും ശരിയാണ് നിങ്ങൾ ഡിക്ലറേഷൻ കൊടുക്കണം. നെക്സ്റ്റ് ഒരു അഡ്രസ്സ് കൊടുക്കണം. അത് അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി. അതിന്റെ എക്സാക്ട്ലി ആ ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് വേണ്ട ആവശ്യമില്ല, ഓഫീസ് ഡീറ്റെയിൽസ് വേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എല്ലാ സബ്സ്ക്രൈബേഴ്സിന്റെയും പെർട്ടിക്കുലേഴ്സ് ഡീറ്റെയിൽസ്, എല്ലാ ഫസ്റ്റ് ഡയറക്ടേഴ്സിന്റെയും നെയിം, സർനെയിം, പിന്നെ ഒരു ഡിന്ന് വേണമെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന് DPI വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഈ ഫസ്റ്റ് ഡയറക്ടേഴ്സിന് മറ്റ് കമ്പനികളിലും സ്ഥാപനങ്ങളിലും പാർട്ട്ണർഷിപ്പ് ഫോംസിലുള്ള ഡയറക്ടർഷിപ്പോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ മെമ്പർഷിപ്പോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുക. എല്ലാം ഓക്കെ ആണെങ്കിൽ രജിസ്ട്രാർ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. സോ നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുന്നതിന്റെ കൂടെ നമ്മൾക്ക് ഒരു 21 കോഡിന്റെ, അതായത് ആൽഫ ന്യൂമറിക്കൽ കോഡ് കിട്ടും. ഇതാണ് ആ കോഡ് എന്ന് പറഞ്ഞത്. ഇത് പഠിക്കൊന്നും വേണ്ട കേട്ടോ. ഈ ലാസ്റ്റ് ടൈമിൽ ഇതിന് വേണ്ടി സമയം കണ്ടെത്തില്ല. ജസ്റ്റ് ഞാനത് ഒരു പിക്ചർ മാത്രമാണ്. ഓക്കെ, ഈ ഡോക്യുമെന്റ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻകോർപ്പറേഷനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ഇതാ വരിക. അതായത് ഒരു കമ്പനി ഫോൾസ് ഡോക്യുമെന്റ് വെച്ചിട്ട്, അതായത് ഇല്ലാത്ത രജിസ്റ്റർഡ് ഓഫീസിന്റെ പേരായിരിക്കാം, ഇല്ലാത്തൊരു മെമ്പേഴ്സിന്റെ പേരായിരിക്കാം, ഡയറക്ടേഴ്സിന്റെ പേരായിരിക്കാം, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇൻകോർപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് ഇൻകോർപ്പറേഷൻ ചെയ്യുമ്പോഴേ MCAക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പെനാൽറ്റി ഉണ്ട്. എന്താണ്, ലാബിലിറ്റി ഒക്കെ വരും. ലാബിലിറ്റി കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഇൻകോർപ്പറേഷന് ശേഷം പിന്നീടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അവിടെ ലാബിലിറ്റി ഉണ്ട്. എന്തൊക്കെയാണ്? ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞൊരു അതോറിറ്റി ഉണ്ട്. ഒന്ന്, കമ്പനിയുടെ റെഗുലേഷൻ ചെയ്യും. ചിലപ്പോൾ ഡയറക്ടേഴ്സിനെ മാറ്റാം, മെമ്മോറണ്ടം തിരുത്താം, ഒബ്ജക്ട് മാറ്റാം, പേര് മാറ്റാം, whatever it may be. സെക്കൻഡ് വൺ, ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതൊരു അൺലിമിറ്റഡ് എന്ന് ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ റെഗുലേഷൻ ഓഫ് ദ മാനേജ്മെന്റ്, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ദ നെയിം ഓഫ് ദ കമ്പനി, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ്. ഇതല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു തീരുമാനം ആർക്കെടുക്കാം? ട്രൈബ്യൂണലിൽ എടുക്കാം. പക്ഷെ ട്രൈബ്യൂണലിൽ തീരുമാനം എടുക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ കമ്പനിക്ക് പറയാനുള്ള ഒരു അവസരം കൂടെ കൊടുത്തിരിക്കും. ഓക്കെ, പിന്നെ അതിന് മുമ്പ് എൻ്റർ ചെയ്ത ട്രാൻസാക്ഷൻസിനെല്ലാം പരിഗണിക്കണം. നെക്സ്റ്റ് സ്പൈസ് ആണ്. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എഫക്ട് എന്താണോ LLPയിൽ പഠിച്ചത് അത് തന്നെയാണ്. കമ്പനി ഒരു ബോഡി കോർപ്പറേറ്റ് ആയിരിക്കും. കമ്പനിക്ക് പ്രോപ്പർട്ടി അക്വയർ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും എല്ലാ റൈറ്റുകൾക്കും ഉണ്ട്. അതിനുശേഷം ഇൻകോർപ്പറേഷന്റെ ഡേറ്റ് ഉണ്ട്. അതായത് സർട്ടിഫിക്കറ്റിൽ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ 25th December എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് തൊട്ട് കമ്പനി എന്താണ്? സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ്. ഓക്കെ, ആ ഡേറ്റ് മെൻഷൻ ചെയ്ത് അന്ന് തൊട്ടാണ്. നെക്സ്റ്റ് ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡി കമ്പനി. അതായത് ഒരു സബ്സിഡി കമ്പനിയുടെ എൻറ്റയർ ഷെയർ, നമ്മൾ ഹോളിവുഡ് സബ്സിഡി എന്ന് പറയും, 100% ആണെങ്കിൽ, ലെസ് ദാൻ 100%, മോർ ദാൻ 50% ആണെങ്കിൽ പാർട്ടി ഓൺഡ് സബ്സിഡി എന്ന് പറയും. അപ്പൊ ആ സബ്സിഡിയുടെ എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ ഒരു കമ്പനി മേടിച്ചു കഴിഞ്ഞാൽ ആ സബ്സിഡി അതോടുകൂടി ഇല്ലാതാകുന്നല്ല. സബ്സിഡറി അങ്ങനെ തന്നെയുണ്ട്, അതിന് അങ്ങനെ തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റും. ഒരു രീതിയിലും എന്താണ് അതിൽ വ്യത്യാസം വരില്ല. നെക്സ്റ്റ്, ഒരു കമ്പനിയുടെ എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ അതിന്റെ ഓഫീസേഴ്സോ മേടിച്ചു എന്ന് കരുതി ആ സ്ഥാപനം ഇല്ലാതാകില്ല. അത് ഗവൺമെന്റിന്റെ ഏജന്റ് അല്ല, അവിടെയുള്ള ഒരു ഗവൺമെന്റ് എംപ്ലോയീസും അല്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറണ്ടത്തിലെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നെയിം ക്ലോസ് ഉണ്ട്. ഇത് മാൻഡേറ്ററി ക്ലോസ് ആണ്. പക്ഷേ സെക്ഷൻ 8 കമ്പനിക്ക് മാത്രമേ ക്ലോസ് ആയിട്ട് വരില്ല, അസോസിയേഷൻ, ഫെഡറേഷൻ എന്ന രീതിയിൽ വരത്തുള്ളൂ. ഗവൺമെന്റ് കമ്പനീസിന്റെ എപ്പോഴും, അത് ഈവൻ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പോലും, പേരിന്റെ അവസാനം ലിമിറ്റഡ് എന്ന് ഇടണം. നെക്സ്റ്റ്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഉണ്ട്. സ്റ്റേറ്റ് മെൻഷൻ ചെയ്യുക, ഇപ്പൊ കേരളം മെൻഷൻ ചെയ്യുക. ഒബ്ജക്ട് ക്ലോസ്, നിങ്ങളുടെ എന്തിനു വേണ്ടിയുള്ള ബിസിനസ്, ഇപ്പൊ വിൻടോം ലേണിംഗ് എഡ്യൂക്കേഷന് വേണ്ടിയാണ്, അത് ഒബ്ജക്ട് ക്ലോസിലൂടെ കൃത്യമായിട്ട് വേണം. നെക്സ്റ്റ്, ഈ ഒരു ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞിരുന്നു.
നിങ്ങൾ നിങ്ങളുടെ പേരിനോട് അനുയോജ്യമല്ലാത്ത ഒരു ബിസിനസ് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ ആ ആക്ടിവിറ്റി ഇപ്പൊ ഞാനിപ്പോൾ ബിൻടോം ലേണിംഗ് എന്നൊരു പേര് വെച്ചിട്ട് എഡ്യൂക്കേഷൻ ചെയ്യുന്നു, പ്രശ്നമില്ല. പക്ഷെ ബിൻടോം ലേണിംഗ് എന്നൊരു പേര് വെച്ചിട്ട് ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് വന്ന 6 മാസത്തിനുള്ളിൽ ബിൻടോം ടെക്സ്റ്റൈൽസ് എന്ന പേര് ഞാൻ ഇടണം. ഓക്കെ, ദാറ്റ് ഈസ് മാൻഡേറ്ററി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി ക്ലോസ് ആണ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനി. ഈ ഒരു 3 ടൈപ്പ് ഓഫ് ലയബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 കാരണം എഴുതും. ഒന്ന് ഓത്തറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ട്, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ആൻഡ് പെർ ഷെയർ വാല്യൂ. ഈ 3 എന്താണ് നമ്മൾ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിരിക്കണം. അസോസിയേഷൻ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ മെമ്പേഴ്സിന്റെ പേരും പ്ലസ് അവരുടെ എത്ര ഷെയർസ് ആണ്, മിനിമം ഒരു ഷെയർ എങ്കിലും ഒരാൾ എടുക്കണം, ഇല്ലെങ്കിൽ എന്താണ് അവർക്ക് ഷെയർ ഹോൾഡർ ആകാൻ പറ്റില്ല. അതിനുശേഷം ഫോംസ് ആണ്, നോക്കിയാൽ മാത്രം അതിപ്പം അൾട്രാ വൈറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. DTക്കും ATക്കും നമ്മൾ പറയും ഒരു കമ്പനി തന്റെ ഒബ്ജക്ട് ക്ലോസിൽ പറയാത്തൊരു കാര്യത്തെക്കാളും കൂടുതൽ പോയാൽ, അതായത് മെമ്മോറാണ്ടത്തിന് മുകളിൽ പോയാൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് അൾട്രാ വൈറസ് എന്ന് പറയും. മെമ്മോറാണ്ടത്തിന് മുകളിൽ പോയാൽ അൾട്രാ വൈറസ് നമ്മൾ പറയും. അൾട്രാ വൈറസ് ട്രാൻസാക്ഷൻസ് വോയിഡ് ആണ്, റാറ്റിഫിക്കേഷൻ പോസിബിൾ അല്ല. റാറ്റിഫിക്കേഷൻ പോസിബിൾ അല്ല എന്ന് പറയുമ്പോൾ ഒരു അൾട്രാ വൈറസ്, ഫോർ എക്സാമ്പിൾ ബിൻടോം ലേണിംഗ് എന്ന എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് വന്ന ക്രെഡിറ്റേഴ്സിനും ഒരു അധികാരം ഉണ്ടാകില്ല, കമ്പനിക്കും ഒരു രീതിയിലുള്ള ട്രാൻസാക്ഷൻ വാല്യൂ ഉണ്ടാകില്ല. ഇറ്റ് മീൻസ് ആ ട്രാൻസാക്ഷൻസ് എൻറ്റയർലി വോയിഡ് ആയിരിക്കും. പക്ഷേ ഒരു ഡയറക്ടേഴ്സിന്റെ അധികാര പരിധിക്ക് മുകളിലാണെങ്കിൽ, കാൽക്കുലേഷൻ ഞാൻ കാൽക്കുലേഷൻ വർക്ക്ഔട്ട് ചെയ്ത ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഡയറക്ടേഴ്സിന്റെ അധികാരത്തിന് മുകളിലാണെങ്കിൽ അത് നമുക്ക് റാറ്റിഫൈ ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ റെസൊല്യൂഷൻ വെച്ചാൽ മതി. ഓക്കെ, ഒരു പക്ഷേ ഈ അൾട്രാ വൈറസ് ട്രാൻസാക്ഷൻസിലൂടെ അഫക്ട് ചെയ്യപ്പെട്ട തേർഡ് പാർട്ടിക്കുള്ള റെമഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇൻജങ്ഷൻ, ഡോക്ട്രിൻ ഓഫ് ഇൻജങ്ഷൻ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സബ്രോഗേഷനും ചെയ്യാൻ പറ്റും, നമുക്കറിയാം. നെക്സ്റ്റ് എന്തിനു വേണ്ടിയാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്? ഒന്ന് ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. രണ്ടാമത്തത് ക്രെഡിറ്റേഴ്സിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി. ഒന്ന് ഷെയർ ഹോൾഡേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയും 2 ക്രെഡിറ്റേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഈ പ്രാക്ടിക്കൽ ലൈഫിന് ഉപകാരമൊന്നുമില്ല. നെക്സ്റ്റ് ഈ ഒരു സംഭവം ഒന്ന് ഇപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. ആഷ്ബറി റെയിൽവേ കാരേജിന്റെ കേസ്, ഇത് നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആഷ്ബറി റെയിൽവേ കാരേജിന്റെ ക്വസ്റ്റ്യൻസിൽ വരിക, മെമ്മോറാണ്ടത്തിൽ പറയാത്തൊരു കാര്യത്തിന് വേണ്ടിയാണ് ട്രാൻസാക്ഷൻസ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ അത് എൻറ്റയർലി എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഇത്രയേ ഉള്ളൂ, കോൺട്രാക്ട് വാസ് അൾട്രാ വൈറസ് ആൻഡ് വോയിഡ് എന്ന് മാത്രം ആലോചിച്ചാണ്. ഓക്കെ, ആ കേസിൽ ഒന്നും എൻറ്റർ ചെയ്യുക. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ 2 കാര്യം ഓർത്ത് വെക്കണം. ഒന്ന് ഈ മോഡൽ 8 പോയിന്റ് ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ എൻട്രേഞ്ച്മെന്റ് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കണം. ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾസിൽ നിങ്ങളുടെ ബിസിനസ് മാനേജ് ചെയ്യാൻ എന്തൊക്കെ റെഗുലേഷൻസ് വേണോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അതിൻ്റെ അകത്ത് ഒരു ഡിഫിക്കൽട്ടീസും ഇല്ല. ഇതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് എൻട്രെഞ്ച്മെന്റ് പ്രൊവിഷൻ. എൻട്രെഞ്ച്മെന്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ചിലപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ മാരത്തോൺ ആണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരത്തില്ല. കാരണം നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. റെഗുലർ ക്ലാസ്സിനേക്കാളും കുറച്ച് കട്ടി കുറഞ്ഞ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് കുറച്ചും കൂടെ സ്പീഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് എല്ലാ പോയിന്റ്സും പറയാൻ പറ്റില്ല. എൻട്രെഞ്ച്മെന്റ് എന്നൊരു സംഭവം നമുക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യണമെന്ന് മാൻഡേറ്റ് ഒന്നുമില്ല, അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നോർമലി സാധാരണ കമ്പനീസ് ആക്ട് പറയുന്നേക്കാളും കട്ടി കൂടിയ സംഭവം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കോറം എന്നൊരു സംഭവം ഉണ്ട്. കോറം എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് തുടങ്ങാൻ മിനിമം ഇത്ര ആൾക്കാർ വേണം. പ്രൈവറ്റ് കമ്പനിയിൽ മീറ്റിംഗ് തുടങ്ങാൻ 2 ആൾക്കാർ മതി. പക്ഷെ എന്റെ ആർട്ടിക്കിൾസിൽ ഞാൻ പറയുവാണ് 4 ആൾക്കാർ വരണം. അത് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ 2ൽ നിന്ന് കുറയ്ക്കരുത്. ഓക്കെ, അങ്ങനെ കട്ടി കൂടിയ സംഭവം ആർട്ടിക്കിൾസിൽ ആഡ് ചെയ്യുന്നതിന്റെ പേരാണ് എന്ത്? എൻട്രെഞ്ച്മെന്റ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞ് എൻട്രെഞ്ച്മെന്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് എൻട്രെഞ്ച്മെന്റ് പ്രൊവിഷൻ നമുക്ക് 2 രീതിയിൽ ആഡ് ചെയ്യാം. ഒന്ന് ഇൻകോർപ്പറേഷന്റെ സമയത്ത് ആഡ് ചെയ്യാം. ഇനി പിന്നീട് നമുക്ക് ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്തും ആഡ് ചെയ്യാം. പക്ഷെ അമെൻഡ് ചെയ്യുമ്പോൾ അതൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അമെൻഡ് ചെയ്യാൻ എല്ലാ പാർട്ട്നേഴ്സിന്റെയും കൺസെന്റ് വേണം. ഇനി അതൊരു പബ്ലിക് കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്പെഷ്യൽ റെസൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ ആഡ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? യെസ്, ഡൺ. നെക്സ്റ്റ് ഈ എൻട്രെഞ്ച്മെന്റിന്റെ കാര്യം നമ്മൾ ആരെ അറിയിക്കണം? രജിസ്ട്രാറിനെ അറിയിക്കണം. അതായത് നിങ്ങൾ എൻട്രെഞ്ച്മെന്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ അത് രജിസ്ട്രാറിനെ അറിയിച്ചിട്ടില്ലെങ്കിൽ ഒരു രീതിയിലുള്ള വാല്യൂം അതിന് ഉണ്ടായിരിക്കും, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ ഫോംസ് ഉണ്ട്, സെയിം ആസ് നമ്മൾ മെമ്മോറണ്ടം പഠിക്കുന്ന പോലെ തന്നെ ഇവിടെയും ഫോംസ് ഉണ്ട്. നെക്സ്റ്റ് മോഡൽ ആർട്ടിക്കിൾസ്. ഈ 7ഉം 8ഉം കുറച്ച് റിലേറ്റഡ് ആണ്. മോഡൽ ആർട്ടിക്കിൾസ് ഉണ്ടാവും. ഒന്നെങ്കിൽ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ എൻറ്റയർ റെഗുലേഷൻസ് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ അത് ഫുൾ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യാം.
രണ്ടാമത് ഈ ഒരു 2013 കമ്പനീസ് ആക്ടിന് ശേഷം വന്നവർക്കെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ആർട്ടിക്കൽ അപ്ലൈ ചെയ്യും. നിങ്ങൾ അത് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ഒറിജിനൽ ആർട്ടിക്കൽ അത് തന്നെയായിരിക്കും ഇവിടെ, എന്താണോ നിങ്ങളുടെ മോഡൽ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ഒറിജിനൽ എന്ന് പറയുക. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറണ്ടം ആർട്ടിക്കൽസ് ചോദിച്ചിട്ടുണ്ട്, വായിക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് ഡീംഡ് നോട്ടീസ്. ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനി ആയിട്ട് ഡീൽ ചെയ്യാൻ വരുന്ന എല്ലാവരും കമ്പനിനെ കുറിച്ച് ഫുൾ ആയിട്ട് അറിഞ്ഞിരിക്കണം. കമ്പനിയെ കുറിച്ച് എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇവർ അറിഞ്ഞിരിക്കണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്താണ് മെൻഷൻ ചെയ്തത്, അതേപോലെ തന്നെ മെമ്മോറണ്ടമോ ആർട്ടിക്കൽസ് കേട്ടോ, സ്പെഷ്യൽ റെസൊല്യൂഷൻസ് പറഞ്ഞിരിക്കണം, മെമ്മോറണ്ടമും വായിച്ചിരിക്കണം, ആർട്ടിക്കൽസും വായിച്ചിരിക്കണം. ആര് വായിച്ചിരിക്കണം? ഔട്ട്സൈഡേഴ്സ് വായിച്ചിരിക്കണം. അത് വായിക്കാതെയാണ് വന്നതെങ്കിൽ ആര് റെസ്പോൺസിബിൾ അല്ല, ഒരിക്കലും കമ്പനി റെസ്പോൺസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ദിസ് കൺസെപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഡോക്ട്രിൻ വിൽ പ്രൊട്ടക്ട് ദ കമ്പനി അഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ്. അതായത് ഇത് കമ്പനീനെ ഔട്ട്സൈഡേഴ്സ് നിന്നും സംരക്ഷിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഇതിന് രണ്ടിനും നോക്കുമ്പോൾ ഇൻഡോർ മാനേജ്മെന്റ് ആണ് കുറച്ചും കൂടെ കൂടുതൽ കേട്ടോ. ഇൻഡോർ മാനേജ്മെന്റ് എന്താണ്? ഇത്രയേ ഉള്ളൂ. ഇന്റർണൽ പ്രൊസീജിയേഴ്സ് നടന്നിട്ടുണ്ടെന്ന് തേർഡ് പാർട്ടീസ് ഊഹിക്കും. മെമ്മോറണ്ടം ആർട്ടിക്കൽസ് ഉണ്ടോ എന്ന് നോക്കുക, അത് ശരിക്കും ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ റെസൊല്യൂഷൻസും ആർട്ടിക്കൽസിൽ റെസൊല്യൂഷൻ പാസ് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചു, അത് പാസ്സാക്കിയോ ഇല്ലെന്ന് നോക്കുക. ഓക്കെ, പാസ്സാക്കണുണ്ടോ ഇല്ലെന്ന് നോക്കുക. അത് ശരിക്കും എങ്ങനെയാണ് പാസ്സാക്കിയത്, ശരിക്കും വോട്ടിങ്ങിലൂടെ ആണോ പാസ്സായത്, അത് നമുക്ക് അറിയാൻ പറ്റും. ശരിയല്ലേ? അത് ആര് ഊഹിക്കും? തേർഡ് പാർട്ടി ഊഹിക്കും. അതുകൊണ്ട് തന്നെ ഇൻഡോർ മാനേജ്മെന്റ് വിൽ പ്രൊട്ടക്ട് ദ ഔട്ട്സൈഡേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതിനകത്തൊരു കേസ് ലോ ഉണ്ട്, ഇത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. തർക്കണ്ടിന്റെ കേസും. അതായത് കമ്പനി ബോണ്ട് ഇഷ്യൂ ചെയ്തു, ഡയറക്ടേഴ്സ് എല്ലാം ബോർഡ് മീറ്റിംഗ് പാസ്സാക്കി, പക്ഷെ റെസൊല്യൂഷൻ പാസ്സാക്കിയില്ല, അത് ബാങ്കിനെ അറിയിച്ചില്ല. അവസാനം ബാങ്ക് വന്ന് പൈസ ചോദിക്കുമ്പോൾ ഈ തർക്കണ്ട് എന്ന് പറഞ്ഞ ലിക്വിഡേറ്റർ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് പറയുകയാണ് പൈസ തരാൻ പറ്റില്ല. അപ്പൊ ബാങ്കിൽ നിന്ന് കോടതി ചെല്ലുമ്പോൾ ബാങ്കിനോട് കോടതി പറയും ഈ ചെന്നിട്ട് പൈസ മേടിച്ചോ, കാരണം അതൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്ന് ഊഹിക്കാൻ നിനക്ക് പറ്റും. ഓക്കെ, നീ അത് ഊഹിച്ചു, നിന്റെ ഭാഗത്ത് തെറ്റിക്കാം. ഓക്കെ, നെക്സ്റ്റ് എക്സെപ്ഷൻസ് ഓർത്ത് വെക്കാം. ഈ തേർഡ് പാർട്ടിനെ സംരക്ഷിക്കും എന്നാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ചത്. കറക്റ്റ് ആണോ? അതിൻ്റെ അകത്ത് ആക്ച്വൽ ആൻഡ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ഇറഗുലാരിറ്റി, ആ തെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. ആർക്ക്? ഔട്ട്സൈഡേഴ്സിന്റെ കാര്യമാണ്. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഒരു തെറ്റിനെ കുറിച്ച്, ഇറഗുലാരിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് സസ്പീഷൻ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല? ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. ആ ഡൗട്ട് വെച്ചിട്ട് പോയി ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്തിട്ട് തേർഡ് പാർട്ടിക്ക് ഒരു പ്രശ്നം സംഭവിച്ചാൽ നോട്ട് പ്രൊട്ടക്റ്റഡ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർജറിയിൽ എന്താണ്, ഇത് കൺസെപ്റ്റ് അപ്ലിക്കബിൾ ആകില്ല കേട്ടോ. ഫോർജറീസ് എൻറ്റയർലി ഡിഫറെന്റ് കൺസെപ്റ്റ് എന്ന് പറയും. നെക്സ്റ്റ് ആണ് എഫക്ട് ഓഫ് മെമ്മോറണ്ടം, അത് രണ്ടുപേരും അങ്ങോട്ട് ഫോളോ ചെയ്യണം. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ നമ്മളൊരു കേസ് സ്റ്റഡി വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേസ് സ്റ്റഡിയിൽ എന്താണ് ഓത്തോറൈസ്ഡ് ക്യാപിറ്റൽ, ഒരു ടോട്ടൽ ക്യാപിറ്റൽ ഉണ്ടാവും, നമ്മൾ അതിനെ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു നമ്മൾ ഒരു പെർ ഷെയർ വാല്യൂ എന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ച കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ അല്ലെ. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കമ്പനി ടോട്ടൽ ഇഷ്യൂ ചെയ്ത ഷെയർസ് എത്രയാണ്, എത്ര ഇഷ്യൂ ചെയ്യാൻ ബാക്കിയുണ്ട്, ആ ഇഷ്യൂ ചെയ്തിൽ ആൾക്കാർ എത്ര മേടിക്കാന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് കോൾഡ് സബ്സ്ക്രൈബ്ഡ്. ഇനി സബ്സ്ക്രൈബ്ഡ് കമ്പനി എന്താണ്? ഷെയർ കോൾ ചെയ്യും. ആ കോൾ ചെയ്യുന്ന ക്യാപിറ്റലിന്റെ പേരാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. നമ്മൾ 6 രൂപ കോൾഡ് അപ്പ് ചെയ്തു, 4 രൂപ കോൾഡ് അപ്പ് ചെയ്യാൻ ബാക്കിയുണ്ട്, ഈ 6 രൂപ ചോദിച്ചതിൽ ആൾക്കാരെല്ലാം 5 രൂപ തന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നോർമലി വരികയുള്ളൂ. പിന്നെ ഷെയർസിൽ 2 ടൈപ്പ് ഓഫ് ഷെയർസ് ഉണ്ട്. ഈക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യത്തിലും ആൻഡ് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന കാലത്തിലും ഏതെങ്കിലും രീതിയിലുള്ള ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിഫറൻസ് ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ യൂണിഫോം വോട്ടിംഗ് റൈറ്റ് ഉള്ളതുകൊണ്ട്, യൂണിഫോം വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ഉള്ളതുകൊണ്ട്, അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് സ്പീഡായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു റാപ്പിഡ് റിവിഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് 7th ചാപ്റ്റർ ആണ്. നമ്മുടെ ലാസ്റ്റ് മാരത്തോണിലെ ചാപ്റ്റർ എന്ന് പറഞ്ഞത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആണ്. നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തൊരു ചാപ്റ്റർ തന്നെയാണിത്. അപ്പൊ ഇവിടെ നോക്കുക, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിലെ 2 യൂണിറ്റിൽ ഫസ്റ്റ് ചോദ്യം വരിക വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്നാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി അതൊരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. എന്താണ് ഫ്രീലി എന്ന് പറയുമ്പോൾ? വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഇവിടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസും വരും, ഓർഗനൈസേഷൻസും വരും. ഒന്നെങ്കിൽ ഡെലിവറി ബെയറർ ഇൻസ്ട്രുമെന്റ് ആകാം, അല്ലെങ്കിൽ ഇൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി ആകാം. അപ്പൊ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ഇൻസ്ട്രുമെന്റിലെ പ്രോപ്പർട്ടിയാണ്
ഒരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷെ അത് അടിച്ചു മാറ്റിയാലോ അല്ലെങ്കിൽ അൺഅത്തോറൈസ്ഡ് വേയിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിന്റെ ഓണർ ആകില്ല. പക്ഷെ അത് എപ്പോഴും എന്തിനായിരിക്കണം, ഫോർ വാല്യൂം കൂടെ ആയിരിക്കണം എന്ന് ഓർത്ത് വെക്കാം. ഇനിയാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സിൽ 9 ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ഇത് കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും ആക്കി ഡിസ്കസ് ചെയ്തതിനകത്ത് 4ാമത്തെ പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് സോ. അതായത് ഹോൾഡേഴ്സ് ടൈറ്റിൽ ഈസ് ഫ്രീ ഫ്രം ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ നിയമത്തിന് മുമ്പിൽ എല്ലാവർക്കും ഒരു ഇൻസ്ട്രുമെന്റ് കയ്യിലുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ചെക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഊഹിക്കുന്നത്, അത് ഹോൾഡ് ചെയ്യുന്ന ആള് എന്താ പറയാ ജെന്യൂൻ ബയർ ആണ് ഊഹിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യേണ്ടി വരും. ഓർത്ത് വെക്കാം. ആൾവേസ് നെസസറി ആയിരിക്കണം, റൈറ്റിംഗിലായിരിക്കണം. നെക്സ്റ്റ് ഇറ്റ് ഷുഡ് ബി സൈൻ ബൈ ദ പാർട്ടി ഹു ഇസ് പ്രിപ്പയറിംഗ് ഇറ്റ് ആൻഡ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. കണ്ടീഷൻസ് ആകാം, പക്ഷെ കണ്ടീഷൻ സർട്ടൈൻ ടു ഹാപ്പൻ ആയിരിക്കണം. അതിനുശേഷം സാറ്റിസ്ഫാക്ഷൻ അല്ല ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒന്നെങ്കിൽ അൺകണ്ടീഷണൽ പ്രോമിസ് ആയിരിക്കണം ഇൻ കേസ് ഓഫ് അത് പ്രോമിസറി നോട്ട്, അല്ലെങ്കിൽ ഓർഡർ ആയിരിക്കണം ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ചെക്ക് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നെക്സ്റ്റ് പൈസ മാത്രമേ നമുക്ക് ഇൻസ്ട്രുമെന്റിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്ന പൈസ ആയിക്കോട്ടെ, കൊടുക്കുന്ന സമയം ആയിക്കോട്ടെ, പെയ്ഡ് നെയിം എപ്പോഴും സർട്ടേൻ ആയിരിക്കണം, അൺസർട്ടേൻ ആയിരിക്കരുത്. നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് ഡെലിവറി ചെയ്തിരിക്കണം, ദാറ്റ് ഈസ് മാൻഡേറ്ററി ആണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇൻസ്ട്രുമെന്റ് ഡ്രോ ചെയ്താൽ എന്താകില്ല, ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യില്ല. നമ്മൾ അതിനെ ഡെലിവറി ചെയ്തിരിക്കണം. നമ്മൾ സെക്ഷൻ നമ്പർ 48 നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? യെസ്, ഇസ് ഡൺ. ഇൻസ്ട്രുമെന്റ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഡർ ഇൻസ്ട്രുമെന്റും ബെയറർ ഇൻസ്ട്രുമെന്റിന്റെ ഡിഫറൻസ് ആണ്. പറഞ്ഞത് ചാൻസ് കുറച്ച് കുറവാണ് ചോദിക്കാൻ. അപ്പോൾ എന്താണ് ഇതിന്റെ ഡെഫിനേഷൻ, അതിനുശേഷം അതിന്റെ ട്രാൻസ്ഫർ, എൻഡോസ്മെന്റ് ആൻഡ് ഡെലിവറി ആണ് ഓർഡർ ഇൻസ്ട്രുമെന്റ്. ഓർഡർ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പേഴ്സൺ ഹു ഇസ് റിസീവിംഗ് ദ പേയുടെ പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻഡോസിന്റെ പേരുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് ഓർഡർ ഇൻസ്ട്രുമെന്റ്. അത് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആയിക്കോട്ടെ. പേയുടെ പേരില്ല അല്ലെങ്കിൽ ജസ്റ്റ് ബെയറർ യു എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് ബെയറർ ഇൻസ്ട്രുമെന്റ്, അല്ലെങ്കിൽ അത് ഓർഡർ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ഒരു സംഭവമാണ്, നമുക്ക് RTQs ചോദിക്കും. ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? 2 കൺസെപ്റ്റ് ആണ്. ഒരു ഇൻസ്ട്രുമെന്റിന്റെ പൊസിഷൻ ആരുടെ കയ്യിലുണ്ടോ പ്ലസ് ആ ഇൻസ്ട്രുമെന്റിലെ പൈസ ആർക്ക് കിട്ടുമോ they are called as ഹോൾഡർ എന്ന് പറയും. ഓക്കെ, എൻഡോസ്മെന്റ് ജസ്റ്റ് എന്താണ്, ഇൻസ്ട്രുമെന്റ് ബാക്ക് സൈഡിൽ നമ്മൾ ഫർദർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പേരാണ്. പ്രോമിസറി നോട്ട് നമുക്കറിയാം, ഒരു ഇൻസ്ട്രുമെന്റ് റൈറ്റിംഗിലായിരിക്കണം. അതിനുശേഷം അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആയിരിക്കണം. അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോമിസ് ആയിരിക്കണം. അതുണ്ടാക്കുന്ന ആളുടെ പേരാണ് മേക്കർ, അയാൾ അത് സൈൻ ചെയ്തിരിക്കണം. പൈസ മാത്രം കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം, വസ്തുക്കൾ ആയിരിക്കരുത്. ഒന്നെങ്കിൽ ഒരാൾക്കോ അല്ലെങ്കിൽ അയാൾ പറയുന്ന ആൾക്കോ അല്ലെങ്കിൽ ബെയറർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന ആക്ടിൽ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ RBI ആക്ട് എന്താ പറഞ്ഞത്? RBI പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിനും RBIക്കും മാത്രമേ ബെയറർ പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ പറയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് മൈ പോയിന്റ്. എത്ര പാർട്ടീസ് ഉണ്ട്? 2 പാർട്ടീസ് ഉണ്ട്. മേക്കർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുന്ന ഡെറ്റർ ഉണ്ട്. ആർക്കാണോ പൈസ കിട്ടുന്ന അയാളുടെ പേരായിരിക്കും പേയി എന്ന് പറയുന്നത്. എസെൻഷ്യൽ ക്യാരക്ടറിൽ ഫസ്റ്റ് ഇത് റൈറ്റിംഗ് ആയിരിക്കണം. ഓറലി ചെയ്താൽ വാലിഡ് പ്രോമിസറി നോട്ട് ആയിരിക്കില്ല. അക്നോളജ്മെന്റ്, അതായത് പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് വാലിഡ് പ്രോമിസറി നോട്ട് അല്ല, പൈസ തരുന്നതാണ്. ഐ വിൽ ഗീവ് യു ദ മണി, ദാറ്റ് ഈസ് കോൾഡ് ആസ് വാലിഡ് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞത്. ആൻഡ് ഇത് ഡെഫിനറ്റ് ആൻഡ് അൺകണ്ടീഷണൽ ആയിരിക്കണം. അതായത് നമ്മൾ ഈ പൈസ കൊടുക്കാം എന്ന് പറയുന്നത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നോർമലി അത് പ്രോമിസറി നോട്ട് അല്ല. പക്ഷെ ആ കണ്ടീഷൻ എന്ന് പറയുന്നത് സർട്ടൈൻ ടു ഹാപ്പൻ, അതായത് ഡെഫിനറ്റ്ലി സംഭവിക്കുന്ന ഒരു കാരണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഡെത്ത് ആണെങ്കിൽ അത് വാലിഡ് ആയിരിക്കും. കാരണം ഡെത്ത് എന്ന് പറയുന്നത് ഷുവർ ഷോർട്ട് ആയിട്ട് എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പക്ഷെ മാരേജ് ആണെങ്കിലോ, മാരേജ് നമുക്ക് എപ്പോഴും നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. സോ പക്ഷെ ഡെത്തിന്റെ കൂടെ വേറെ ഏതെങ്കിലും കണ്ടീഷൻസ് ആഡ് ചെയ്താൽ അത് ഇൻവാലിഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇത് മേക്കർ സൈൻ ചെയ്തിരിക്കണം. പിന്നെ പൈസ മാത്രമാണ്, ചക്ക മാങ്ങാത്ത എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ മെൻഷൻ ചെയ്യുന്ന എമൗണ്ട് എപ്പോഴും സർട്ടൈൻ ആയിരിക്കണം, അതായത് സ്പെസിഫിക് 500 രൂപ 1000 രൂപ പ്ലസ് ഇൻട്രസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മേക്കറും പേയും സർട്ടൈൻ ആയിരിക്കണം. അതായത് ഒറ്റ കാര്യമുള്ളൂ നോട്ട് ചെയ്യേണ്ടത്, പ്രോമിസറി നോട്ട് cannot be made payable to the bearer. ബെയറർ പ്രോമിസറി നോട്ട് ഒരിക്കലും ആകാൻ പറ്റില്ല. സ്റ്റാമ്പിംഗ് മാൻഡേറ്ററി ആണ്. ഓക്കെ, അതിനുശേഷം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് പഠിക്കുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എപ്പോഴും എന്താണ്, ക്രെഡിറ്റർ ഒരു ഇൻസ്ട്രുമെന്റ് ഡ്രോ ചെയ്തിട്ട് അത് ഡെറ്ററെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന സിസ്റ്റമിന്റെ പേരാണ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ബില്ലാക്കിയിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തൊരു കൺസെപ്റ്റ്. 3 പാർട്ടീസ് ഉണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ഡ്രോയർ, അതായത് ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയ ആൾ ക്രെഡിറ്റർ ആയിരിക്കും. ഡ്രോയി എന്ന് പറയുന്നത് എപ്പോഴും ഡെറ്റർ ആയിരിക്കും, ആരുടെ പേരിലേക്കാണ്, അതായത് ആരാണ് അവിടെ ഡെറ്റർ പൈസ തരേണ്ട ആള്, ഈ ഡ്രോയി എന്നാണ് അയാളുടെ പേര്. ഈ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയതിനു ശേഷം ഡ്രോയർ എന്ത് ചെയ്യും, ഡ്രോയിക്ക് അയച്ചു കൊടുക്കും, ഡ്രോയി അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം പേയി എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റിൽ പൈസ കിട്ടുന്ന ആള്. ഇപ്പൊ ഡ്രോയറും പേയും ഒരാൾ തന്നെയാകാം, പ്രശ്നമില്ല. നെക്സ്റ്റ് എസെൻഷ്യൽ ക്യാരക്ടർ ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആയിരിക്കണം. എക്സ്പ്രസ് ഓർഡർ ആയിരിക്കണം. എന്താ പറഞ്ഞത്, നീ തരണം എന്ന് ക്രെഡിറ്റർ ഡെറ്ററിനോട് പറയുക.
പക്ഷെ പ്രോമിസറി നോട്ടിൽ എങ്ങനെയായിരുന്നു? പ്രോമിസറി നോട്ടിൽ ഡെറ്റർ പറയുന്നു ഞാൻ തരാം, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ക്രെഡിറ്റർ റിട്ടേണോട് പറയാൻ നീ തരണം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അത് ഡെഫിനറ്റ് ആൻഡ് അൺകണ്ടീഷണൽ ആയിരിക്കണം. നെക്സ്റ്റ് ഡ്രോയർ സൈൻ ചെയ്യണം, ഡ്രോയിങ് സൈൻ ചെയ്യണം കേട്ടോ, പക്ഷെ അത് പിന്നീട് അക്സെപ്റ്റൻസിന് സമയം മതി. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു ഡിമാൻഡ് ഇൻസ്ട്രുമെന്റും അതേപോലെ ടൈം ഇൻസ്ട്രുമെന്റും. ഡിമാൻഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്ട്രുമെന്റിൽ നമ്മളൊരു ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ പൈസ ആവശ്യമുള്ളപ്പോൾ നമ്മൾ പൈസ തരാനുള്ള ആൾക്ക് കൊണ്ടേ കൊടുത്തിട്ട് മേടിക്കുന്ന സിസ്റ്റമിന്റെ പേരാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? ദ ടൈം ഓഫ് പേയ്മെന്റ് വളരെ സർട്ടേൺ ആയിരിക്കും. നമുക്കറിയാം 3 ഗ്രേസ് ഡേയ്സ് നമ്മൾ കിട്ടും. ഓക്കെ, അപ്പൊ ഡിമാൻഡും പ്ലസ് ഓർഡറുമാണ്, ഡിമാൻഡും പ്ലസ് ബെയറും ആണെങ്കിൽ അത് ഒരിക്കലും എന്തല്ല, വാലിഡ് ആയിരിക്കില്ല എന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ദ സം മസ്റ്റ് ബി സർട്ടേൺ ആയിരിക്കണം, ഓർഡർ ടു പേ മണി ഓൺലി ആയിരിക്കണം, സ്റ്റാമ്പ് ആയിരിക്കണം. പിന്നെ ഡിഫറൻസ് ആണ്, ഡിഫറൻസ് നിങ്ങൾക്ക് ബാധിക്കാം, സാധ്യതയുണ്ട് ചോദിക്കാം. നിങ്ങൾ അത് ആക്ച്വലി ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും എഴുതാനും പറ്റും, ബെനിഫിറ്റും കൂടെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ചെക്കും ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് തന്നെയാണ്, പക്ഷേ 3 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് സ്റ്റാമ്പിന്റെ ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇൻസ്ട്രക്ഷൻ ഗിവൻ ടു ദ ബാങ്ക് ടു മേക്ക് ദ പേയ്മെന്റ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഡ്രോയി ആരായിരിക്കും? സ്പെസിഫൈഡ് ബാങ്കർ ആയിരിക്കും. സ്പെസിഫൈഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ SBI ബാങ്ക് ആയിരിക്കും. ആൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ്. ആൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കിൽ ഡേറ്റ് എഴുതും, പക്ഷെ എപ്പോഴാണ് ബാങ്കിൽ കൊണ്ടേ കൊടുക്കുക? ആവശ്യമുള്ളപ്പോൾ. ദാറ്റ് ഈസ് കോൾഡ് ചെക്ക് പേബിൾ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 3 പാർട്ടീസ് ഉണ്ട്. 3 പാർട്ടീസിൽ പറയുമ്പോൾ ഡ്രോയർ എന്ന പാർട്ടിയുണ്ട്, ഡ്രോയി എന്ന പാർട്ടിയുണ്ട്, പേ എന്നൊരു പാർട്ടിയും അവിടെ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ചെക്കിൽ ട്രങ്കേറ്റഡ് ചെക്ക് ഉണ്ട്, വെട്ടിച്ചുരുക്കിയ ചെക്ക് ഉണ്ട്. പക്ഷെ വെട്ടിച്ചുരുക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെട്ടിച്ചുരുക്കുമ്പോൾ ഈ വെട്ടിച്ചുരുക്കിയ ചെക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പൈസ കൊടുക്കുന്ന ബാങ്കിന് എന്ത് ചെയ്യാം? പൈസ കൊടുക്കുന്ന ബാങ്കിന് കൂടുതൽ പ്രൂഫ് ചോദിക്കാം. സെക്ഷൻ നമ്പർ 6 പ്രകാരം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക്കൽ ചെക്ക് എസെൻഷ്യൽ ക്യാരക്ടറിൽ ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആയിരിക്കണം, എക്സ്പ്രസ് ഓർഡർ ആയിരിക്കണം, ദ ഓർഡർ മസ്റ്റ് ബി ടു അൺകണ്ടീഷണൽ ആയിരിക്കണം, ഡ്രോയർ സൈൻ ചെയ്യണം, അതായത് അക്കൗണ്ട് ഹോൾഡർ സൈൻ ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്യുന്ന എമൗണ്ട് വളരെ സർട്ടേൺ ആയിരിക്കണം, കൊടുക്കുന്നത് പൈസ മാത്രമായിരിക്കണം. നമ്മൾ ചെക്കിൽ ഞാൻ അത് തരാം, ഇത് തരാം, വീട് തരാം എന്നൊന്നും എഴുതാൻ പറ്റത്തില്ല. ചെക്കിൽ എപ്പോഴും പൈസ തരാം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതാൻ വേണ്ടി. നെക്സ്റ്റ് സ്റ്റാമ്പിങ്ങിന്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ആൾവേസ് ഇറ്റ് ഈസ് ഡ്രോൺ ഓൺ. നമ്മൾ പറഞ്ഞു ഡ്രോൺ ഓൺ എന്ന് പറഞ്ഞ എന്താണ്? ഡ്രോൺ ഓൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് പെയ്ഡ് പേരാണ്. ഡ്രോൺ ഓൺ എന്ന് പറഞ്ഞാൽ പെയ്ഡ് പേരായിരിക്കും. ഇറ്റ് ഈസ് ആൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ് ആയിരിക്കും. നെക്സ്റ്റ് ഇതിന്റെ ഡിഫറൻസ് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെയും ചെക്കിന്റെയും ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് വായിക്കുക, സിമ്പിൾ ടു റീഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ്, ഫോറിൻ ഇൻസ്ട്രുമെന്റ്. ഇതിനകത്ത് RTക്കും വരും, ATക്കും വരും. DTക്ക് ചാൻസ് വളരെ കുറവാണ്. റൈറ്റ് എ നോട്ട് ഓൺ ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ്, ഫോറിൻ ഇൻസ്ട്രുമെന്റ് ചോദിക്കുകയൊന്നുമില്ല. അപ്പൊ ഇവിടെ ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് പേരാണ് ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഒരു ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് പേര് തന്നെയാണ് ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. കണ്ടീഷൻസ് നോക്കുക, നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു നോക്കിയേ? ഒരു ഇൻസ്ട്രുമെന്റ് ഇന്ത്യയിലാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ അത് ഡ്രോ ആയിക്കോട്ടെ, മെയ്ഡ് ആയിക്കോട്ടെ, അത് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തതിന് ശേഷം, അത് മാൻഡേറ്ററി ക്രൈറ്റീരിയ ആണ്, കറക്റ്റ് ആണോ? അതിനുശേഷം പേബിൾ എന്ന് പറയുമ്പോൾ പ്ലേസ് ഓഫ് പേയ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ അതൊരു 1 കണ്ടീഷൻ ആണ്. ഓർ ഡ്രോയി എന്ന് പറഞ്ഞ ആള് പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ, അത് കൃത്യമായിട്ട് അവർ നൽകും കേട്ടോ. അത് ഈ ഫോറിൻ ആണോ ഇന്ത്യൻ ആണോ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഇതാണ് പ്രൊവിഷൻ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതിന്റെ ഇടയ്ക്കിൽ ഇൻസ്ട്രുമെന്റ് പല രാജ്യങ്ങളിൽ എൻഡോഴ്സ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ 3 ക്രൈറ്റീരിയയിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ മാൻഡേറ്ററി ആയിട്ടും ബാക്കി 2 ക്രൈറ്റീരിയ അത് കൃത്യമായിട്ട് ഇതിൽ ഒരെണ്ണം ഫോളോ ചെയ്താൽ അത് ഇൻലാൻഡ് അല്ലെങ്കിൽ ഇത് ഫോറിൻ ആണ്. ഓക്കെ, കേസ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫോറിൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ് അല്ലാത്ത എല്ലാത്തിനും നമ്മൾ ഫോറിൻ എന്ന് പറയും. ഓക്കെ, ഇതിന് കംപ്ലീറ്റ്ലി അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതെല്ലാം ഫോറിൻ ഇൻസ്ട്രുമെന്റ് ആകും. ഡ്രോൺ ഓർ മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ മാൻഡേറ്ററി കണ്ടീഷൻ ആണ്. പേബിൾ ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ ഡ്രോയി റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷനും അതേപോലെ തന്നെ ഈ മാൻഡേറ്ററി കണ്ടീഷനും ഫുൾഫിൽ ചെയ്താൽ അത് ഫോറിൻ ഇൻസ്ട്രുമെന്റ് ആകും. നെക്സ്റ്റ് ഫോറിൻ ബില്ലിൽ ഇത് ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി. ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസ്ഡ് ചെക്കോ ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ പേയ് സ്യൂ ചെയ്യുന്നത് ലയബിലിറ്റി ഓഫ് ദ മേക്കർ ഓർ ഡ്രോയർ ആണെങ്കിൽ, സ്യൂ ചെയ്യുന്നത് ഇവരെ ആണെങ്കിൽ ഇവരുടെ ലയബിലിറ്റി എന്താണ്? ഏത് രാജ്യത്ത് നിയമമാണ്? എവിടെയാണ് ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയത്? ആ രാജ്യത്ത് നിയമം. ഇനി ആക്സെപ്റ്ററിന് അഗെയിൻസ്റ്റോ എൻഡോഴ്സറിന് അഗെയിൻസ്റ്റോ, അത് ഇൻസ്ട്രുമെന്റ് ടു ഇൻസ്ട്രുമെന്റ് ഡിഫർ ആയിരിക്കും. എവിടെയാണ് ഇൻസ്ട്രുമെന്റ് മെയ്ഡ് പേയബിൾ? നമ്മൾ പറഞ്ഞു മെയ്ഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് പേയ്മെന്റ് എവിടെയാണോ അതിന്റെ അനുസരിച്ചാണ്. എക്സാമ്പിൾ നമ്മൾ നോക്കി 2 രാജ്യങ്ങളുടെ. അതിനുശേഷം ആംബിഗ്വസ് അല്ലെങ്കിൽ ആംബിഗ്വസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആംബിഗ്വസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ, നോട്ട് ക്ലിയർ. അതായത് ഒരു ഇൻസ്ട്രുമെന്റിനെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് ആയിട്ടോ, അത് ചെക്കിന്റെ കേസിൽ വരില്ല. അപ്പൊ അത് ഫിക്ടീഷ്യസ് പേഴ്സൺസിന്റെ പേരിലൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്കത്
ആംബിഗസ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യും. അതിനുശേഷം ഇൻഷോയട്ട് അല്ലെങ്കിൽ ഇൻകോയട്ട് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് നമ്മളൊരു ഇൻസ്ട്രുമെന്റ് സൈൻ ആൻഡ് ഡെലിവറി ചെയ്യുന്നു, പക്ഷേ ബാക്കി ഡേറ്റ്സും പേയുടെ പേരും എമൗണ്ടും എല്ലാം ബ്ലാങ്ക് ചെക്ക് എന്ന് പറയില്ല, അതേപോലെയാണ് ബ്ലാങ്ക് ഇൻകോയട്ട് ഇൻസ്ട്രുമെന്റ് നമ്മൾ പറയും. പക്ഷെ ഡെലിവറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് കോളം മെൻഷൻ ചെയ്യാതെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അൽനാസർ ക്ലബിന്റെയും റൊണാൾഡോ, മെസ്സി, നെയ്മർ, എംബാപ്പയുടെ കേസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പിക്ചോറിക്കൽ നമ്മൾ റെപ്രസെന്റേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലായില്ലെങ്കിൽ ഓരോരോ ഇൻസ്ട്രുമെന്റ് എവിടെയാണോ അവിടെ പോയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. ഇറ്റ് മീൻസ് ദാറ്റ് ഈസ് ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. ചില കാര്യങ്ങൾ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. മെയിൻ ആയിട്ട് എമൗണ്ട് കോളം ആയിരിക്കും ബ്ലാങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ ഞാനൊരു ഇൻസ്ട്രുമെന്റ് സൈൻ ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നു, അതിന്റെ അകത്ത് എമൗണ്ട് കോളം മെൻഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് എമൗണ്ട് എഴുതാം. പക്ഷെ രണ്ട് ക്രൈറ്റീരിയ, ഒന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാനുള്ള പൈസ ഓർ സ്റ്റാമ്പ് ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഏതാണ് ഹൈയസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് ഗുഡ് ഫെയ്ത്തോട് കൂടി ഒരു ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പൈസ കിട്ടുമോ ഇല്ലയോ. അവനൊരു ഗുഡ് ഫെയ്ത്ത് ആയിരുന്നു, അവൻ ചതിക്കപ്പെട്ടിരുന്നു. ചതിക്കപ്പെട്ടവന്റെ പേരാണ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതൊരു പ്രീവിയസ് ഡിഫക്റ്റിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെക്കാം. അപ്പോൾ ഗുഡ് ഫെയ്ത്ത് വിത്ത് കൺസിഡറേഷൻ. ഗിഫ്റ്റ് ഹോൾഡർ ആണോ, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണോ? ഹോൾഡർ ആണ്, കാരണം അവിടെ എന്താണ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. ഓക്കെ, ആൻഡ് ബിഫോർ മെച്യൂരിറ്റി എന്നൊരു കൺസെപ്റ്റ്. അപ്പോൾ ഹോൾഡറിന് എന്തൊക്കെ കിട്ടും? ഹോൾഡറിന് എത്രയാണോ സൈനർ, അതായത് സൈനർ എന്ന് പറയുമ്പോൾ മേക്കറോ അല്ലെങ്കിൽ ഡ്രോയോ എത്ര പൈസ കൊടുക്കാന്ന് പറഞ്ഞു അത്രേ കിട്ടത്തുള്ളൂ. പക്ഷെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് ആ ഇൻസ്ട്രുമെന്റിൽ എഴുതിയ എമൗണ്ട് എല്ലാം കിട്ടും, പക്ഷെ സബ്ജക്ട് ടു സ്റ്റാമ്പ് ഡ്യൂട്ടി. ഇപ്പൊ 1 കോടി രൂപയുടെ സ്റ്റാമ്പ് വാല്യൂ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റിൽ 1.5 crore എന്ന് എഴുതിയാൽ അത് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണെങ്കിൽ 1 crore മാത്രമേ കിട്ടത്തുള്ളൂ. ബിക്കോസ് സ്റ്റാമ്പ് ഡ്യൂട്ടി വിട്ടിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒരാൾ വരും. ഓക്കെ, നെക്സ്റ്റ് വൺ നെഗോസിയേഷൻ ബൈ ഡെലിവറി എന്ന് പറയുന്നത്. നെഗോസിയേഷൻ ബൈ ഡെലിവറിയിൽ ഇത്രയേ ഉള്ളൂ. ബെയറർ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ ജസ്റ്റ് ഡെലിവറി ചെയ്താൽ അവർ അതിന്റെ ഓണർ ആകും. പക്ഷേ സെക്ഷൻ നമ്പർ 58 പറയുന്നത് എപ്പോഴും 47, 58, 48, 58 റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഈ 46 മെയിൻ ആണ്, 58 മെയിൻ ആണ്. പിന്നെ നിങ്ങൾ 47, 48 നോക്കാം. കാരണം കുറച്ചും കൂടെ നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് ചില കൺഫ്യൂസിങ് ക്വസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സെക്ഷൻ നമ്പർ 47 പറയുന്നത് എന്താണ്? ഒരു ബെയറർ ഇൻസ്ട്രുമെന്റ് നമ്മൾ ജസ്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഓണർഷിപ്പ് മാറും, പ്രോപ്പർട്ടി നമ്മൾ കൈമാറും. പക്ഷേ അതേ ഇൻസ്ട്രുമെന്റ് അൺലോഫുൾ കാര്യങ്ങൾ, ഇപ്പൊ തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിലോ ഒരിക്കലും എന്താകില്ല, അത് വാലിഡേറ്റ് ആകില്ല. ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഫുൾഫിൽ ചെയ്യാതെ ഡെലിവറി ചെയ്താലും വാലിഡ് ആയിരിക്കില്ല. പക്ഷേ ആ കണ്ടീഷൻസ് അറിയാതെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണെങ്കിൽ അത് വാലിഡ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു ഡെലിവറി ടു ദ ഏജന്റ് ഈസ് ഡെലിവറി ടു ദ പ്രിൻസിപ്പൽ. ഡെലിവറി ബൈ ദ ഏജന്റ് ഈസ് ഡെലിവറി ബൈ ദ പ്രിൻസിപ്പൽ. രണ്ട് ക്രൈറ്റീരിയ നമ്മൾ നോക്കി. ഇനി എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി. ഓർഡർ ഇൻസ്ട്രുമെന്റ് എപ്പോഴും നമ്മൾ എൻഡോഴ്സ്മെന്റ് പ്ലസ് ഡെലിവറി രണ്ടും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. നമ്മൾ പറഞ്ഞിരുന്ന ഒരാൾ ചെക്ക് എഴുതിയിട്ട് ആ ചെക്ക് ഡെലിവറി ചെയ്യുന്നേക്കാൾ മരിച്ചുപോയി, പിന്നീട് എന്താണ് ആ ചെക്ക് ആർക്കാണോ പേ, പിന്നീട് അത് വന്ന് കിട്ടി, അപ്പൊ അയാൾക്ക് അതിന്റെ ഓണർഷിപ്പ് കിട്ടുമോ? ഇല്ല. ലീഗൽ റെപ്രസെന്റേറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ലീഗൽ റെപ്രസെന്റേറ്റീവ് ഏജന്റ് അല്ല എന്നും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡെലിവറിനെ കുറിച്ച്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്? ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൈമാറുന്നതിന്റെ പേരാണ് ഡെലിവറി എന്ന് പറയുന്നത്. എന്നത് ആക്ച്വൽ ഡെലിവറി ആണോ കൺസ്ട്രക്ട് ഡെലിവറി ആണോ എന്ന് ചോദിക്കും. ഓക്കെ, ഒരു ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം ചോദിച്ചത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഇപ്പൊ ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അതിനെ അവർ എന്ത് ചെയ്തു? പീസ് ആക്കിയിട്ട് പാതി ഡെലിവറി ചെയ്തു. അപ്പൊ അത് കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആണ്? അല്ല. കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളുടെ ക്ലർക്കിനോ, അതായത് എൻഡോസിയുടെ ക്ലർക്കിനോ സർവന്റിനോ കൈമാറിയാലാണ് അത് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. അപ്പൊ ആക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ ഓണർ ആരാണോ അവർക്ക് നമ്മൾ കൈമാറുന്ന പേരാണ് ആക്ച്വൽ ഡെലിവറി. ഇതല്ലാതെ കീറി മുറിച്ച് കൊടുക്കുന്നത് എന്തല്ല, ഡെലിവറി അല്ല. നെക്സ്റ്റ്, ഡിസ്ഹോണർ ഓഫ് ചെക്ക്. എന്താ ഡിസ്ഹോണർ ഓഫ് ചെക്ക് എന്ന് പറയുമ്പോൾ? ചെക്ക് മടങ്ങി അല്ലെങ്കിൽ ബൗൺസിങ് ഓഫ് ചെക്ക് നമ്മൾ ക്രിമിനൽ ഒഫൻസ് ആണെന്നൊരു ചോദ്യം വരും. അപ്പോ ഇത് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഒഫൻസ് ആണോ അല്ലയോ? 138, 140, 138, 139, 140 ഈ 3 സെക്ഷൻസും ആണ് ഇതിനെ ഡിസ്കസ് ചെയ്യുന്നത്. 138 പറയുന്നത്, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് നൽകി. ഇപ്പൊ നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ മാത്രം ഒരു ഗിഫ്റ്റ് നൽകി. ഇപ്പൊ നിങ്ങൾ എന്റെ കല്യാണത്തിന് ഗിഫ്റ്റ് നൽകി. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യുന്നു? അതേപോലെ നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ ഗിഫ്റ്റ് നൽകുന്നത് ലീഗൽ ഒബ്ലിഗേഷൻസ് ആണോ? തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളൊരു മര്യാദയ്ക്ക് ചെയ്യുമെന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് ആസ് മോറൽ ഒബ്ലിഗേഷൻസ്. നിങ്ങൾക്ക് ഞാൻ ചെക്ക് നൽകി, നിങ്ങൾ അത് വെച്ചിട്ട് ഹണിമൂൺ പ്ലാൻ ചെയ്തു എന്ന് വെച്ചോ, ആ ചെക്ക് മടങ്ങി, നിങ്ങൾക്ക് എനിക്ക് അഗേൻസ്റ്റ് ക്രിമിനൽ കേസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓർത്തു വെക്കുക. അതുകൊണ്ട് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് ചെക്ക് മടങ്ങിയാൽ മാത്രമേ ക്രിമിനൽ കേസ് വരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അത് ഒരു ലോഫുൾ ഡെറ്റ് ആയിരിക്കണം, ടൈം ബാർ ഡെറ്റ് ആയിരിക്കരുത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. 138 ഗിഫ്റ്റിനും ഡൊണേഷൻസിനും, ഒരു ലോണിന്റെ ഈടായിട്ട് വെച്ചതിനും, അല്ലെങ്കിൽ മോറൽ ഒബ്ലിഗേഷൻസ്, കല്യാണത്തിന് പോകുക, ഗിഫ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ്, ഇല്ലീഗൽ കൺസിഡറേഷൻ. ഒരാൾ ഞാൻ നിങ്ങൾ എന്താണ്
ഒരാൾ അടിക്കാൻ ഏൽപ്പിച്ചു, നിങ്ങൾ സക്സസ്ഫുള്ളി അടിച്ചു, ഞാൻ നിങ്ങൾക്ക് ഒരു ചെക്ക് നൽകി, ചെക്ക് മടങ്ങി, അത് 138 വരില്ല. നെക്സ്റ്റ്, ഈ ബാങ്ക് എന്ത് ചെയ്യണം? ചെക്ക് റിട്ടേൺ ചെയ്യണം. രണ്ട് കാരണത്താലാണ്. ഒന്ന്, അക്കൗണ്ടിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കുമായുള്ള കരാർ പ്രകാരം ആ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞത് ആ കരാറിനേക്കാളും മുകളിൽ വരുന്ന എമൗണ്ട് ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ എന്താ പറയുക, ഇതിന് തന്നെ നമ്മൾ റെഗുലർ എന്ന് പറയുമ്പോൾ ക്യാഷിന് തന്നെ ഒരു റെഗുലർ ഉണ്ട്. അത് കൃത്യമായിട്ട് ഡേ കൃത്യമായിട്ട് നോക്കുക. ഡേ നമ്പർ ഐ തിങ്ക് 7 and 8 കൃത്യമായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാകും. നെക്സ്റ്റ്, ഈ ബാങ്ക് റിട്ടേൺ ചെയ്തു, ചെക്ക് ഡിസോണറായ കേസ് വന്നാൽ 2 വർഷം വരെ ജയിൽ ശിക്ഷയുണ്ട്. പ്ലസ് നമ്മൾ എഴുതിയ ചെക്കിൽ ഇപ്പൊ 5000 രൂപ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ 10000 രൂപ വരെയും പെനാൽറ്റി കിട്ടും കേട്ടോ. ഓക്കെ, നല്ല ചെക്ക് ആണെങ്കിൽ രണ്ടും കൂടെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, ചെക്ക് ഇഷ്യൂ ചെയ്തിരിക്കണം എന്തിനു വേണ്ടി? ഡെറ്റ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി 3 മാസത്തിനുള്ളിൽ, വിച്ച് എവർ ഈസ് ഏർലിയർ നോട്ട് ശരിക്കും പറഞ്ഞാല്. പക്ഷെ ചെക്കിൽ ഡേറ്റ് എഴുതിയ അന്ന് തൊട്ട് 3 മാസം വരെ വാലിഡ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ആ ചെക്ക് ബാങ്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം റിട്ടേൺ ചെയ്ത ചെക്ക് ബൗൺസ് ആയി അപ്പൊ തന്നെ ക്രിമിനൽ കേസ് അല്ല കേട്ടോ. കാരണം ഈ കേസ് കൊണ്ടുപോയി കൊടുക്കുക ബാങ്ക് അല്ല, ക്രെഡിറ്ററിന് പിന്നീട് കേസ് എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്താൽ മതി? ഈ കേസ് കൊണ്ടുപോയി കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ചെക്ക് ഇപ്പൊ ഡിസോണർ ആയെന്ന് വെച്ചോ, ചെക്ക് ഡിസോണർ ആയി, ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ചെക്ക് ഇഷ്യൂ ചെയ്തു, ചെക്ക് ഡിസോണർ ആയി, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെക്ക് ഡിസോണർ ആയിട്ട് ബാങ്ക് നിങ്ങളെ അറിയിച്ച അന്ന് തൊട്ട് 30 ദിവസത്തിനകം നിങ്ങൾ എന്നോട് ചോദിക്കണം, എന്താണ് സാറേ ചെക്ക് ഡിസോണർ ആയി, പൈസ താ. നിങ്ങൾ അത് എന്നെ അറിയിച്ച 15 ദിവസത്തിനകം ഞാൻ പൈസ തരണം. അങ്ങനെ ഇതും കൂടെ ഫെയിൽ ആയാലേ നിങ്ങൾ കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ കേസ് കൊടുക്കാൻ താല്പര്യമില്ലേ? പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇതിനൊരു സമ്മറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമ്മറി ഇത് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിനേഷൻ അത് എഴുതിയാൽ മതി. 139 എന്താ പറയുന്നത്? കോടതിയിൽ ഒരു പ്രിസംഷൻ ആണ്. 139 പറയുന്നത്, കോടതിന് മുമ്പിൽ ഒരു കേസ് വന്നാൽ ആ കേസല്ല 138 ഒരു ഡെറ്റ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ആര് ഊഹിക്കും? കോടതി അത് ഊഹിക്കും. അല്ലെങ്കിൽ ആര് പ്രൂവ് ചെയ്യണം? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് നൽകി, ചെക്ക് മടങ്ങി, ഓക്കെ, കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്തു, ഗിഫ്റ്റാന്ന് ഞാൻ തെളിയിക്കേണ്ടി വരും, പ്രശ്നമെന്ന് പറയും. ഓക്കെ, 140 ഇങ്ങനെയാണ്, ചെക്ക് ഇഷ്യൂ ചെയ്തതിന് ശേഷം അയ്യോ സാറേ ഈ ചെക്ക് മടങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് എക്സ്ക്യൂസ് പറയരുത്. അതുകൊണ്ട് ചെക്ക് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് എക്സ്ക്യൂസസ് ഉണ്ടായിരിക്കില്ല. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുക പ്രസന്റ്മെന്റ് ഓഫ് ചെക്ക് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് മാത്രം ഞാൻ പറയാം. ചെക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു ടൈം സ്പെസിഫൈ ചെയ്ത ടൈമിനോ ഇല്ലെങ്കിൽ റീസണേബിൾ ടൈമിനോ പ്രസന്റ് ചെയ്യണം. പ്ലേസ് പറഞ്ഞ പ്ലേസിൽ, ഇല്ലെങ്കിൽ വേറെ ഇതൊന്നും ഇല്ലെങ്കിൽ എന്താണ്? ബില്ല് ഡിസോണർ ആകും. ഓക്കെ, നെക്സ്റ്റ്, നിങ്ങൾ പറഞ്ഞിരുന്നു അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞ ഡിമാൻഡ് ആണ്, ഓൺ പ്രസന്റ് പറഞ്ഞ ഡിമാൻഡ് ആണ്. ആഫ്റ്റർ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈറ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കുക, കണ്ട ഉടനെ, ദാറ്റ് ഈസ് ഡിമാൻഡ്. കണ്ടതിന് ശേഷം ദാറ്റ് ഈസ് ടൈം ഇൻസ്ട്രുമെന്റ്. നെക്സ്റ്റ് 62 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് അല്ല, ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഡ്രോയിക്ക് ഈ ബില്ല് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ 48 മണിക്കൂർ കൊടുക്കും. അതിനകത്ത് പബ്ലിക് ഹോളിഡേസ് വരില്ല. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓഗസ്റ്റ് 15 ഒരു കേസ് ലോ വെച്ചിട്ട്. അപ്പോൾ ഓഗസ്റ്റ് 15 പബ്ലിക് ഹോളിഡേ ആണ്. അതല്ലാതെ 48 മണിക്കൂർ സമയം ഡ്രോയിക്ക് കൊടുക്കണം, ഡ്രോയി ചോദിച്ചാൽ മാത്രം. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. 64 വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. 64 ഇത്രയേ ഉള്ളൂ. ഒരു പ്രോമിസറി നോട്ടിൽ പേബിൾ ഓൺ ഡിമാൻഡും ആണ്. സ്ഥലം പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രസന്റ്മെന്റിന്റെ ആവശ്യമില്ല. പ്രസന്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ മേക്കർ ലയബിൾ ആയിരിക്കും. 65, 66, 67 അതൊക്കെ ചെറിയ ചെറിയ കാര്യമാണ്. 72, 73 ജസ്റ്റ് വായിക്കുക. 74, 75, 75A ജസ്റ്റ് ഇതൊന്ന് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ നമ്മൾ എന്താണ്? ചെക്ക് ബാങ്ക് കൊണ്ട് പ്രസന്റ് ചെയ്തിട്ടും ബാങ്ക് ആ പൈസ കൊടുക്കാൻ തയ്യാറായില്ല, അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നിട്ടും ബാങ്ക് പൈസ തയ്യാറായിട്ടില്ലെങ്കിൽ നമുക്ക് ബാങ്കിന് അഗേൻസ്റ്റ് കേസ് കൊടുത്തിട്ട് കോമ്പൻസേഷൻ കിട്ടും. ആ കോമ്പൻസേഷന്റെ പേര് എക്സംപ്ലറി ഡാമേജസ് അല്ലെങ്കിൽ വിൻഡിക്റ്റീവ് ഡാമേജസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിൻഡിക്റ്റീവ് ഡാമേജസിന്റെ കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു കല്യാണം ഫിക്സ് ചെയ്തതിന് ശേഷം, ICAയുടെ എക്സാമ്പിൾ പറയുന്നത് കല്യാണം ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു കാരണമില്ലാതെ കല്യാണത്തിന് പിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഫീലിങ്സിന് എഫക്റ്റ് ആകും. കറക്റ്റ് ആണോ? അങ്ങനെ മാരേജിൽ നിന്ന് ഒരു കാരണമില്ലാതെ പിന്തിരിഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഒരാളുടെ മനസ്സിന് വിഷമമാകും, ദാറ്റ് ഫീലിങ്സിന്. അങ്ങനെ വരുമ്പോൾ സമയത്ത് ആരാണോ തെറ്റ് ചെയ്തത് അവർക്ക് അഗെയിൻസ്റ്റ് കേസ് കൊടുക്കുമ്പോൾ കോടതി അനുവദിക്കുന്ന ആ ഡാമേജസ് അല്ലെങ്കിൽ പരിഹാരത്തിന്റെ പേരാണ് എക്സംപ്ലറി ഡാമേജസ് അല്ലെങ്കിൽ വിൻഡിക്റ്റീവ് ഡാമേജ് എന്ന് പറയും. കോടി കിടക്കുന്ന പൈസ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ചെറിയ പൈസ കിട്ടും, അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, 75, 75A. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സെക്ഷൻ നമ്പർ 76 പറയുന്നത് വെൻ പ്രസന്റ്മെന്റ് ഈസ് അൺനെസസറി. ഞാൻ പറഞ്ഞിരുന്ന DTK ക്വസ്റ്റൻ ആണ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സെക്ഷൻ നമ്പർ 76 ഈ 4 സിറ്റുവേഷൻസിൽ എന്ത് വേണ്ട? നിങ്ങൾ പ്രസന്റ്മെന്റ് ചെയ്യേണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്ട്രുമെന്റ് ഡിസോണർ ആയിക്കോളും. ഒന്ന് എന്താണ്? ഡ്രോയി ഈ പ്രസന്റ് ചെയ്യാതെ നമ്മൾ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റൻഷനലി, ഈ ഒരു കേസിൽ മാത്രം ഓർത്തു വെക്കാം പ്രസന്റ്മെന്റ് അൺനെസസറി ആണ്. രണ്ടാമത്തതില് ഒരു
പ്ലേസ് ഓഫ് ബിസിനസ് പറഞ്ഞിട്ടുണ്ട്. ആ പ്ലേസ് ഓഫ് ബിസിനസ് ചെന്ന സമയത്ത് അവിടെ ആരുമില്ല, ക്ലോസ്ഡ് ആണ്, പ്രസന്റ് ആവശ്യമില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം അതർ സ്പെസിഫൈഡ് പ്ലേസ്, നമ്മുടെ ബിസിനസ് പ്ലേസ് അല്ലാതെ വേറൊരു പ്ലേസ് പറയുകയും ആ പ്ലേസിൽ പൈസ തരാനുള്ള ആളോ അല്ലെങ്കിൽ അയാളെ ഏൽപ്പിച്ച വേറെ ആരെയും കാണാൻ പറ്റില്ല, ഓട്ടോമാറ്റിക്കലി ഡിസോണർ. സ്പെസിഫൈഡ് പ്ലേസും ഇല്ല, ബിസിനസ് പ്ലേസും ഇല്ല, ആളെ വിട്ട് കണ്ടുമില്ല. യു സെർച്ച്, റീസണേബിൾ സെർച്ച് ചെയ്തു, കണ്ടില്ല, പ്രസന്റ് ആവശ്യമില്ല. നെക്സ്റ്റ് വൺ. ഇനി പൈസ തരാമെന്ന് ആൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പ്രസന്റ് ചെയ്തില്ലെങ്കിൽ പൈസ തരാനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ, വേറെ ആരെയും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രസന്റ് ആവശ്യമില്ല. നെക്സ്റ്റ്, മെച്ചൂരിറ്റി ആയതിനു ശേഷം പാർട്ട് പേയ്മെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്തില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം, ഇതിന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ, അത് ഞാനിപ്പോൾ പറയുന്നില്ല. നമ്മൾ ആരുടെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ, ലാഗ് ആവും, അതുകൊണ്ടാണ്. പാർട്ട് പേയ്മെന്റ് കൊടുത്താലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പാർട്ട് പേയ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞാലോ, നെക്സ്റ്റ് ആ ഒരു ഡിഫോൾട്ടിന് ലാഭം വേണ്ടാന്ന് ഉപേക്ഷിച്ചാൽ പ്രസന്റ് ആവശ്യമില്ല. ഇനി പ്രസന്റ് ചെയ്താലും ചെയ്തില്ലെങ്കിൽ വലിയ വ്യത്യാസമില്ലെങ്കിൽ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, കോമ്പൻസേഷന്റെ റൂൾസ് ആണ്. DTക്കും ATക്കും വരും. ഈ ഒരു കൺസെപ്റ്റിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത്ര ആലോചിച്ചാൽ മതി. റിക്കവറി ചെയ്യുമ്പോൾ, ഇപ്പോൾ ഡിസോണർ ആയതിനു ശേഷം ഡിസോണർ ആയ പൈസ നമ്മൾ റിക്കവറി ചെയ്യുമല്ലോ തെറ്റ് ചെയ്ത ആളിൽ നിന്നും. അപ്പോൾ തിരിച്ചു കിട്ടുമ്പോൾ 18% ഇൻട്രസ്റ്റ് വെച്ച് നമുക്ക് തിരിച്ചു മേടിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അത് ഇവിടെ എൻഡോഴ്സ്മെന്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, പക്ഷെ എല്ലാത്തിനും 18% ആണെന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, റൂൾസ് ആസ് ടു കോമ്പൻസേഷൻ. ഇത് ചെക്കിനും പ്രോമിസിനോടും ബില്ലിനും എല്ലാത്തിനും അപ്ലിക്കബിൾ ആവും കേട്ടോ. ചെക്കിൽ അത് ക്രിമിനൽ കേസ് എന്ന് മാത്രം. ഓക്കെ, അത് ഗവൺമെന്റ് കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ ഓർത്ത് വെക്കാം. ഹോൾഡറിന്, അതായത് ആർക്കാണോ പൈസ കിട്ടാൻ അയാൾക്ക് ചെക്ക് ഡിസോണർ ആയതിനു ശേഷം ആ ഡിസോണർ ആയ എമൗണ്ട് പ്ലസ് ഓൾ എക്സ്പെൻസസ് റിക്കവർ ചെയ്യാം. ഇനി കൊടുക്കാനുള്ളവന് കിട്ടാനുള്ള 2 രാജ്യത്താണെങ്കിൽ കറന്റ് എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം കിട്ടിയിരിക്കണം. ഇനി ഡ്രോയി പൈസ കൊടുക്കുന്നതിന് പകരം എൻഡോസർ പൈസ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെറ്റർ പൈസ കൊടുക്കുന്നതിന് പകരം എൻഡോസർ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻഡോസറിന് ആ ഒരു പൈസ നമ്മുടെ ഡ്രോയിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മേക്കറിന്റെ കയ്യിൽ നിന്നോ 18% ഇൻട്രസ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റും. ആ റിക്കവറിയും 2 രാജ്യങ്ങളിലാണെങ്കിൽ കറന്റ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ചിൽ വേണം റിക്കവർ ചെയ്യാൻ വേണ്ടി. ഇനി ഈ പൈസ എല്ലാം റിക്കവർ ചെയ്യാൻ വേണ്ടി പുതിയൊരു ബില്ല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. കുറച്ച് മിനിറ്റ്, ഒരു 20 മിനിറ്റ് ഞാൻ എന്താണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് തീർത്തിട്ടുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇത് ജസ്റ്റ് ഒരു റീക്യാപ്പുലേഷൻ മാത്രമാണ്. ഡീറ്റെയിൽ വീഡിയോക്ക് നിങ്ങൾ എന്താണ് ബാക്കി ദിവസങ്ങൾ അതായ ദിവസങ്ങളിലേക്ക് അത് കാണുക. അപ്പൊ നമ്മൾ ഡേ നമ്പർ 10 കഴിഞ്ഞു, നമ്മളൊരു മിനി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി കോൺട്രാക്റ്റിലേക്കും സീലിലേക്കും പോവുകയാണ് ഡേ നമ്പർ 11 തൊട്ട്. അപ്പൊ നമുക്ക് അവിടെ കാണാം. നല്ലപോലെ പഠിക്കുക കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എപ്പോഴാണ് ഇത് കാണേണ്ടത്? എക്സാമിനേഷന്റെ സമയം, അതായത് തലേ ദിവസം അല്ലെങ്കിൽ എക്സാമിനേഷൻ അടുത്ത് വരുമ്പോൾ എന്തൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, എന്തൊക്കെ കൺസെപ്റ്റ് ഉണ്ടെന്ന് മറന്നു പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണാം. ഒരു സ്പീഡ് കൂട്ടി കാണുകയാണ്. ഞാൻ ആൾറെഡി സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകുന്ന രീതിയിൽ സ്പീഡ് കൂട്ടി നിങ്ങൾ കാണുക. അപ്പൊ നിങ്ങൾക്ക് ഒരു സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നല്ലപോലെ പഠിക്കുക. നമ്മുടെ 50% കഴിഞ്ഞു കേട്ടോ. ഡേ നമ്പർ 1 തൊട്ട് ഡേ നമ്പർ 10 കഴിഞ്ഞു നമ്മുടെ. അതായത് സിലബസിന്റെ 50% കഴിഞ്ഞു. നമ്മൾ ഏതാണ്ട് ഒരു 10-15 മണിക്കൂർ മാക്സിമം സ്പെൻഡ് ചെയ്തു, നമ്മൾ അത്രയും കവർ ചെയ്തു. അപ്പൊ നല്ലൊരു പോസിറ്റീവ് റിവ്യൂ നിങ്ങൾ ഈ 10 ഡേയ്സിന്റെ ക്ലാസ്സിൽ നിങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അടുത്ത 11 തൊട്ട് 20 വരെയും ഇതിന് മനോഹരമായിട്ട് എന്താണ് നമുക്ക് ക്ലാസ്സസ് എല്ലാം ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ കൂടെ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുക. അപ്പൊ എന്താണ്, ഏതൊക്കെ രീതിയിലൊക്കെ നിങ്ങളെ പാസ്സാക്കാൻ പറ്റും നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് എന്റെ കൂടെ തന്നെ ഞാൻ പാതി നിങ്ങൾ പാതി എന്ന രീതിയിൽ 50-50 എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിനി ഡേ നമ്പർ 11 കാണാം. ഓക്കെ.